എത്ര പേര് മീറ്റപ്പിന് ഉണ്ടായിരുന്നു? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നീരജ് ഓൾറെഡി, അഭിനവ് ഒഴിച്ച് പിന്നെ പരിചയമില്ലാത്ത ആരെങ്കിലൊക്കെ. ഓക്കെ. അപ്പൊ നമ്മള് വളരെ സന്തോഷകരമായ രൂപത്തിൽ നമ്മളൊരു പ്രോഗ്രാം നടന്നു. ഏകദേശം 200-ന് പുറത്ത് ആൾക്കാർ നമ്മൾ പങ്കെടുത്തു. നമ്മളെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണെന്നത് കുറെയൊക്കെ അവിടെ നമുക്കൊന്ന് കാണിക്കാൻ സാധിച്ചു. ഒരുപാട് ഡിസ്കഷൻസ് നടന്നു, ഒരുപാട് ഗെറ്റ് ടുഗദർ നടന്നു, നല്ല രീതിയിൽ ഫോട്ടോ എടുത്തു. എല്ലാവരും തമ്മിലൊരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അത് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റികളിലൊക്കെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ നന്മയായ ഒരു കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നോളജ് വൈസ് നമുക്ക് കൊല്ലങ്ങളോളം ഉള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് നമ്മളെ കയ്യിലേക്ക് ആക്കാൻ പറ്റും. അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വേറൊരു തലമാണ് നമ്മൾ ഈ നടത്തുന്ന ചർച്ചകൾ, അല്ലേ? ചർച്ചകൾ എന്ന രൂപത്തിൽ ഏകദേശം 1.25 നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴി നമ്മളെ സംബന്ധിച്ചിടത്തോളം നോളജ് ഷെയർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നോളജ് കൊലാബറേറ്റ് ചെയ്യാനുള്ള, നോളജിനെ കുറിച്ച് എൻഹാൻസ്മെന്റ് നടത്താനുള്ള, നോളജിന്റെ വിവിധ തലങ്ങളിലുള്ള അപ്ഡേറ്റുകൾ അറിയാനുള്ള ഒരു മാർഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചർച്ചകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ കേരളത്തില് എല്ലാ കമ്മ്യൂണിറ്റികളിലും ഞാൻ നടത്തിയ ഒരു പ്രിലിമിനറി സർവേ പ്രകാരമുള്ളൊരു ഡാറ്റയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോണത്. കേരളത്തിലെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന മേഖല എന്ന് പറഞ്ഞത് ഏതായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? ആർക്കെങ്കിലും ഒരു ആൻസർ പറയാൻ പറ്റുമോ? കേരളത്തിലെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഇന്നൊരു വിഷയത്തിൽ വിവരമില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാന്ന് ചിന്തിക്കുന്ന ഒരു മേഖല ഏതാണ്? AI അല്ല. AI അല്ല എന്ന് പറയാൻ പറ്റില്ല. AI ശരിയാണല്ല. AI ഒക്കെ ഇപ്പൊ വന്ന കാര്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന്റെ ഇടയിൽ ഞാൻ നടത്തിയ ഒരു രഹസ്യ സർവേ പ്രകാരം എനിക്ക് കിട്ടിയ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് SEOനെയാണ്. എത്ര ആൾക്കാരത് എന്റെ കൂടെ തംസപ്പ് അടിക്കുമെന്ന് എനിക്കറിയില്ല. തംസപ്പ് അടിക്കണവരെന്തായാലും ഒരു തംസപ്പ് അടിക്കുക. തംസപ്പ് അടിക്കാത്ത ആൾക്കാർ കുഴപ്പമില്ല, അത് അവർ വേറെ വേറെ മേഖലകളിലാണ്. ആ മേഖലകളിലായതുകൊണ്ട് മാത്രമാണ് അവരത് തംസപ്പ് അടിക്കാത്ത, അത്രേ ഉള്ളൂ. അപ്പോ ഗുഡ് ആഫ്റ്റർനൂൺ ഷെബിൻ. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എല്ലാവരും ഒരു ഭയപ്പാടുള്ള മേഖല എന്ന് പറഞ്ഞത് SEOനെ കുറിച്ചിട്ട് പഠിക്കുക, SEOന്റെ പുതിയ അപ്ഡേറ്റുകൾ പഠിക്കുക. കാരണം ലത്തീഫ്, ഡിജിറ്റൽ ബൈറ്റ്സ് ബൈ ലത്തീഫ് എന്ന് പറയുന്ന 3 ഗ്രൂപ്പിലും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആവേശഭരിതരായി കണ്ടിരിക്കുന്നത് ഫുള്ള് SEOക്ക് കണ്ടന്റ് ഷെയർ ചെയ്യുമ്പോഴാണ്. SEOന്റെ പുതിയൊരു കണ്ടന്റ് ഞാൻ ഷെയർ ചെയ്താൽ അത് വല്ലാതെ ഡൗൺലോഡും വല്ലാതെ പിന്നെ ഷെയറും ഒക്കെ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. SEOന്റെ വിവിധ തലങ്ങളായിട്ടുള്ള ലോക്കൽ SEO, അതുപോലെ തന്നെ വീഡിയോ SEO, അതുപോലെ തന്നെ ഈ കണ്ടന്റിന്റെ SEOന്റെ വിവിധ തലങ്ങൾ. അപ്പോ അവിടെ AI-യുടെ കടന്നുവരവോടുകൂടി, നിങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ AI-യുടെ കടന്നുവരവോടുകൂടി അവിടെ ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. ആ ചേഞ്ചുകൾ വന്നതുകൊണ്ടാണ് കഴിഞ്ഞ നമ്മുടെ ഇവന്റിലും അങ്ങനത്തെ ഒരു കോഴ്സിനെ കുറിച്ചിട്ടും നമ്മൾ അങ്ങനെ പ്രതിപാദിച്ചു പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സൈഡിനെ കുറിച്ചാണ് ഇന്ന് ശ്യാം സാർ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഇത്രയും നീട്ടിപ്പരത്തി പറഞ്ഞതൊന്നുമല്ല, ആ ഒരു വിഷയത്തിനെ ഒന്നും കൂടി ഫോക്കസ് ചെയ്യിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ ശ്യാം സാർ സംസാരിക്കുന്ന ആ വസ്തുത, ഈ പറയുന്ന SEOന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു മേഖല ഏതാണോ ആ മേഖലയിലേക്ക്. എന്റെ വോയിസ് ബ്രേക്ക് ആവുണ്ടാ? ഇപ്പൊ ബ്രേക്ക് ആവുണ്ടാ? അഭിനവേ ബ്രേക്ക് ആവുന്നുണ്ടാ? ഇല്ല, ഓക്കെയാണ്. ഓക്കെ. അപ്പൊ SEOന്റെ ആ ഒരു ത്തേക്കാണ് ശ്യാം സാറിന്റെ ക്ലാസ് കൊണ്ടുപോകുന്നത്. ഞാൻ കാർന്നെടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും നിങ്ങൾ ആ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ശ്യാം സാറിന് എന്റെ മൈക്ക് കൈമാറി ചെയ്യുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ, എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഓക്കെ. അപ്പോ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് ഇതൊരു സീരീസ് ആണ്. അതായത് ഓരോ ടോപ്പിക്കുകൾ ഓരോരോ സൺഡേസിൽ വെച്ചിട്ട് ഒരു സീരീസ് ആണ്. അപ്പൊ നിങ്ങളത് ഇടയ്ക്ക് വെച്ച് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ റെക്കോർഡ് നമുക്ക് ചാനൽസിൽ അവൈലബിൾ ആണ്. ലിങ്കുകൾ അഭിനവർക്ക് ഇട്ടിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഈ മെസ്സേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുവഴി ആ ക്രമത്തിൽ കാണാൻ ശ്രമിക്കുക. കാരണം
ഇനി അങ്ങോട്ടേക്ക് ഇപ്പൊ ലത്തീഫായി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഫീൽഡില് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ ഇന്നലെ ഒരു ഇതിട്ടായിരുന്നു, ഇന്നാണെന്ന് ഓർക്കുന്നില്ല, ഒരു ലിങ്ക് ഇട്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാം. കാരണം ഇന്ത്യയിലെ കമ്പനികൾ വരെ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങി. അതായത് ഇതുവരെ നമ്മള് രഹസ്യമായിട്ട് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് പറഞ്ഞ കാര്യങ്ങൾ വേൾഡിൽ കമ്പനികൾ പരസ്യമായി പറഞ്ഞു തുടങ്ങി. ആക്ച്വലി ഈ പ്രൊജക്ടുകളൊക്കെ ഒരു വർഷം മുമ്പേയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒന്നല്ല, അതിനു മുമ്പേ സ്റ്റാർട്ട് ചെയ്ത പല പ്രൊജക്ടുകളുമാണ്. ഇനി അങ്ങോട്ടേക്ക് ഇപ്പോൾ എന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2025 അവസാനം 2026 പകുതി ആകുമ്പോഴേക്കും നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ് ആ ഒരു കമ്പനിയുടെ ഒരു കേസ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതെന്താന്ന് വായിക്കാത്തവർക്ക് വേണ്ടി ആ കമ്പനി പറയുന്ന ഇതാണ്. അതായത് ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ 80% ഓട്ടോമേഷൻ കൊണ്ടുവരും. ഇപ്പൊ കഴിഞ്ഞ കോൺക്ലേവിന് പങ്കെടുത്തവർക്ക് അറിയാൻ പറ്റും, എന്ന IT കമ്പനിയുടെ സൈഡിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത ഹേമന്ത് സംസാരിച്ചത് സെയിം തന്നെയാണ്. അത് IT സെക്ഷൻ, IT റിലേറ്റഡ് ആയിട്ടുള്ള നല്ല ഹാർഡ് കോർ ഡെവലപ്പേഴ്സിന്റെ ഒക്കെ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നടക്കുന്ന ഡിസ്കഷൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് IT ഫീൽഡിലാണെങ്കിലും ശരിക്കും അതിന്റെ ഒരു അറ്റത്ത് നിൽക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ഹാർഡ് കോർ IT എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഏരിയയിൽ നടക്കുന്ന ഡെവലപ്മെന്റ്സുകൾ വെച്ച് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇത് എങ്ങോട്ടൊക്കെ പോകുന്നെന്നുള്ളത്. അപ്പോൾ അതായത് നടക്കാൻ പോകുന്ന ഒരു വിപ്ലവത്തിന്റെ തുടക്കമാണ് ആ ഒരു കമ്പനി പറഞ്ഞത്. ഞങ്ങൾ 80% ഞങ്ങളുടെ ഓട്ടോമേഷൻ കൊണ്ടുവരും, ഞങ്ങളുടെ മാക്സിമം എഞ്ചിനീയേഴ്സിനെ പറഞ്ഞു വിടും എന്നുള്ളത്. ഇത് ഭയക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അന്ന് കോൺക്ലേവിന് പങ്കെടുത്തവർക്ക് മനസ്സിലാവും. ആക്ച്വലി ഈ AI വരുമ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു നേരെയുള്ള ഉദാഹരണമാണ് ആ കണ്ടത്. AI വരുമ്പോ ഇഷ്ടംപോലെ സ്ഥലങ്ങളിലേക്ക് AI കടന്നു കയറും, AIയുടെ ഓട്ടോമേഷൻ ഉണ്ടാവും, പലതും സംഭവിക്കും. അവിടെ എഫക്റ്റീവ്ലി സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കോസ്റ്റ് കട്ടിങ് ആണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് എല്ലാവരും അവരവരുടെ കോസ്റ്റ് കട്ട് ചെയ്യുന്നതിന്റെ ഒരു ഇതിലേക്ക് നീങ്ങും. അതായത് ഇപ്പോൾ നമ്മൾ പറയണെങ്കിൽ പണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ടാണെങ്കിൽ നമ്മളൊരു ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ അന്നൊരു ഫോട്ടോഷോപ്പ് ഒക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളെ ഏൽപ്പിക്കും. അവൻ എടുക്കുന്നത് ഒരാഴ്ചയ്ക്ക് ആയിരിക്കും. ചിലപ്പോൾ ആ ഒരാഴ്ചക്ക് അവൻ 5000-10000 രൂപയും മേടിക്കും. യെസ്, ആ ഫോട്ടോഷോപ്പ് എന്നുള്ള ടൂൾ അപ്പോഴും ഉണ്ട്, വേൾഡിൽ മുഴുവൻ ആ ടൂൾ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് അവൻ ഫോട്ടോഷോപ്പ് പഠിച്ചിട്ടുണ്ടാവും, രണ്ട് അവന് ബേസിക്കലി ഒരു മൂള ഉണ്ടാവണം, ഡിസൈനിങ് മൂള ഉണ്ടാവണം. അതായത് അവൻ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടും ആയിരിക്കണം, ആ ടൂൾ അവൻ ഉപയോഗിക്കാൻ അറിയണം. അപ്പൊ അന്ത സമയത്ത് അവന് ഒരാഴ്ചയും 5000 രൂപയും നമ്മൾ കൊടുത്ത സമയത്ത് ഇപ്പൊ നിങ്ങളിൽ എത്ര പേര് കൊടുക്കും ഒരു ഇമേജിന് ഒരാഴ്ച ക്രിയേറ്റ് ചെയ്യാനായിട്ട്? ആലോചിച്ചു. ഇന്ന് കൊടുത്താൽ ഇതിന് 1 hour 2 hour അല്ല, പോട്ടെ, ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടണം, തമ്പനയിലാണെങ്കിലും എന്താണെങ്കിലും. കാരണം നിങ്ങൾക്കറിയാം അത്രേ സമയം ഇന്ന് എടുക്കുള്ളൂ. കാരണം എന്താണ്, ക്യാൻവ പോലത്തെ പല ടൂളുകളിലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായി, പക്ഷെ ക്യാൻവ എന്നുള്ള ടൂൾ അപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉപയോഗിച്ചുകൂടി. പക്ഷെ അപ്പോഴും നമ്മൾ അതിനകത്ത് ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടിനെ കൊണ്ട് ജയിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടൊക്കെ ആണെങ്കിലും ഈ ഒരു ചിന്ത നിങ്ങൾക്ക് കറക്റ്റായിട്ട് തലയ്ക്ക് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും വന്നു കഴിഞ്ഞാലും എന്ത് ഇമ്പാക്റ്റ് ആണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് തന്നെയായിരിക്കും എപ്പോഴും. പക്ഷെ അയാളുടെ സമയം, പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി അയാൾ ലാഭിക്കും വെച്ചാൽ അത് ഇതാക്കും. നല്ല ഇത്തരം ടൂളുകൾ ഉപയോഗിച്ച് ഒരു സമയത്ത് ഫോട്ടോഷോപ്പ് ആണെങ്കിൽ ഇപ്പോഴത്തെ ക്യാൻവ ആണെങ്കിൽ അങ്ങനെ പോകുന്ന ഓരോ ഘട്ടങ്ങളിലും ഇനി അതിന് നമ്മുടെ സമയവും നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും ഇതിനെ സ്വാധീനിക്കുന്ന ടൂളുകളാണ് കടന്നു വരാൻ പോകുന്നത്. ഏജന്റുകളായിട്ടും റെഡിമെയ്ഡ് ടൂളുകളായിട്ടും ഓട്ടോമേഷനായിട്ടും എല്ലാം ടൂളുകൾ കടന്നു വരും. പക്ഷെ ടൂളുകൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഫോട്ടോഷോപ്പ് പോലെ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് യൂസ് ചെയ്യാൻ അറിയുന്നവൻ അഗ്രഗണ്യനായിരിക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇനി നോർമൽ ക്വാളിഫിക്കേഷൻ അല്ലാതെ ഒരു സാധാരണ അറിവുള്ള ആളുകൾ ഈ ഫീൽഡിൽ സ്ഥാനമില്ല, ഔട്ടായിരിക്കും. ഈ വാക്ക് ഓർത്ത് വെച്ചു, ഔട്ടായിരിക്കും. കാരണം സാധാരണ അറിവുള്ള ഒരാളുടെ നോളജ് വേണ്ട. അത് ChatGPT ഒക്കെ വെറുതെ ചെയ്തോളൂ. സ്കൂളിൽ പഠിക്കുന്ന എന്റെ പിള്ളേര് കയറി ChatGPT ചെയ്യാൻ പറഞ്ഞാൽ പോലും അത് മിനിമം ക്വാളിറ്റിയിൽ കൊടുക്കും. അത്തരം ലെവലിന് ആവശ്യമില്ല. ആ AI ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ അത്രക്കും മുകളിൽ നല്ലൊരു സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ടിന് മാത്രം പറ്റുന്ന രീതിയിലേക്കുള്ള സംഭവമാണ് ഇനി ആവശ്യം. അപ്പൊ ഇന്നത്തെ കാലത്ത് ആർക്കാണ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കഴിഞ്ഞ കോൺക്ലേവിൽ നിന്ന് ഹേമന്ത് പറഞ്ഞ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ, ഒന്ന് AI ഡെവലപ്പേഴ്സ്, അതായത് AI ഉള്ളിൽ ഹാർഡ് കോർ പ്രോഗ്രാംസ്, AI റിലേറ്റഡ് ഹാർഡ് കോർ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ആളുകൾ. രണ്ട്, അത് ഉപയോഗിച്ച് യൂട്ടിലിറ്റീസ് ബിൽഡ് ചെയ്യുന്നവർ. അവർ ഹാർഡ് കോർ ഡെവലപ്പേഴ്സ് അല്ല, AI ഏജൻസ് അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ നല്ല പബ്ലിക് യൂട്ടിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കും രണ്ട്. മൂന്നാമത്തെ വിഭാഗം
നമ്മൾക്ക് നിൽക്കാൻ പറ്റുന്നത് ആ മൂന്നാമത്തെ വിഭാഗത്തിലാണ്. നമ്മൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന മിക്ക ആളുകൾക്കും പറ്റുന്നവര് ഡെവലപ്പേഴ്സ് അല്ലാത്ത ആളുകൾ നിൽക്കേണ്ടത് ആ ഏരിയയിലാണ്. അതായത് നമ്മളൊരു പർട്ടിക്കുലർ, ഞാൻ പറയുന്നത് SEOന്റെയോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയോ മാത്രമല്ല കേട്ടോ, എല്ലാ ഫീൽഡിന്റെയും കേസ് പറയാം. നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആയിരിക്കുക, അതായത് അതിനകത്ത് അങ്ങേയറ്റ അഗ്രഗണ്യ നോളജ് ആയിട്ടിരിക്കുക. പ്ലസ് ആ സംഭവത്തിന് വേണ്ടിയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള AI-നെ അതിനകത്തോട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്കറിയാവുന്ന ആ നോളജ് ഒരു പടി അതിനേക്കാളും മികച്ച റിസൾട്ടുകൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോഷോപ്പിന്റെ കഥ പോലെ. അപ്പൊ അതൊന്ന് എല്ലാവരും മൈൻഡിൽ ഇടുക. കാരണം ഇത്രയും വർഷം ഞാൻ കണ്ട ഒരു കാലഘട്ടങ്ങളിലെ പല പല ചേഞ്ചസ് കണ്ടതുകൊണ്ട് പറയാണ്. പണ്ട് കമ്പ്യൂട്ടർ വന്ന സമയത്ത് കമ്പ്യൂട്ടർ അത്ര പോപ്പുലറായി പതുക്കെ അത് എല്ലാ വിഭാഗത്തിലേക്കും പെനിട്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമൊന്നുമല്ല ഈ എടുക്കുന്നത്. അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ്. നമ്മൾ വെറുതെ ഒരു പനി പിടിച്ച് 2 ആഴ്ച കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴേക്കും അത്രമാത്രം മാറിയിട്ടുണ്ടായിട്ടില്ല. ആ രീതിയിലാണ് സ്പീഡിൽ പോകുന്നത്. ഇപ്പോഴല്ല, ഇനി അങ്ങോട്ടേക്ക് ഭയങ്കരമായ സ്പീഡാണ് വരുന്നത്. അപ്പൊ നിങ്ങളത് ഇപ്പോഴേ നിങ്ങളുടെ രീതിയിൽ നിങ്ങളെ കൊണ്ടാവും പോലെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ അതിനുള്ള റിസോഴ്സസ് നെറ്റിലുണ്ട്, പലതുണ്ട്. നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ 2 വിധത്തിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഒന്ന്, നിങ്ങൾ ഏത് ഫീൽഡിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഫീൽഡിനെ കുറിച്ച് ഇൻഡെപ്ത് നോളജ് നേടുക. പ്ലസ് AI ആ ഫീൽഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, AI അത് എവിടെയൊക്കെയാണ് സ്വാധീനിക്കുന്നത്, അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെ ഷേപ്പ് ചെയ്യാമോ ആ രീതിയിൽ നിങ്ങൾ ഷേപ്പ് ചെയ്യുക. രണ്ടാമത്തത്, നിങ്ങളുടെ ഫീൽഡിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് AI ഉപയോഗിച്ച് എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം എന്നുള്ളത്. കാരണം ഇനി ഇത്രയും വിചാരിക്കുക, കോസ്റ്റ് കട്ടിങ് വരും. ഒരു പ്രൊജക്ടിന് 1 ലക്ഷം മുടക്കി കൊടുത്ത് 20,000 രൂപ മുടക്കുന്ന രീതിയിലേക്കായിരിക്കും കമ്പനികൾ പോകുന്നത്. അപ്പൊ ഉറപ്പായിട്ടും സർവീസ് സെക്ടറിൽ അത് ഏറ്റെടുക്കുന്ന കമ്പനികൾക്ക് വേറെ മാർഗമില്ല. അവരും കോസ്റ്റ് കട്ടിങ് കുറയ്ക്കുമ്പോൾ അവർക്ക് എന്ത് വരും? എംപ്ലോയീസിന് സാലറി കൂട്ടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവർക്ക് ആദ്യം സാധനിക്കുന്നത് എന്താണ്? നിലവിലെ ഒരു എംപ്ലോയി ഒരു വർക്ക് ചെയ്യുന്ന സ്ഥാനത്ത് അവരെ കൊണ്ട് 5 വർക്ക് ചെയ്യിക്കുക. ഒരു പ്രൊജക്ട് പിടിക്കുന്നിടത്ത് 5 പ്രൊജക്ട് പിടിക്കുക, എന്നാലും സെയിം റേഞ്ചിൽ കൊടുക്കും. പക്ഷെ അപ്പോഴും നമ്മൾക്ക് കൂടുതൽ വർക്കൊന്നും എടുക്കണമെന്നില്ല. നമ്മളുടെ വർക്കിന്റെ 5-1 സമയം കൊണ്ട് നമ്മൾ റിസൾട്ട് ഡെലിവർ ചെയ്യാൻ പറ്റണം. ഈവൻ കണ്ടന്റ് റൈറ്റിംഗ് ആണെങ്കിലും ശരി, ഇമേജ് ജനറേഷൻ ആണെങ്കിലും, കോഡിങ്ങിലാണെങ്കിലും, എന്ത് ഡിസിഷൻ മേക്കിങ്ങിലാണെങ്കിലും, എന്ത് അനാലിറ്റിക്സിലാണെങ്കിലും നമ്മൾ ആ സ്പീഡ് കൈവരിക്കുക എന്നുള്ളതാണ്. അതാണ് AI ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സക്സസ്. അല്ലാതെ നോക്കി ഇതൊന്നും എന്നെ ബാധിക്കില്ല, നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കാന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഫീൽഡ് ഔട്ടായി പോകും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതൊരു ഇതായിട്ട് എടുക്കുക, പ്ലസ് ആയിട്ട് എടുക്കുക. അല്ലാതെ നമ്മള് പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോ ഒന്നുമില്ല, ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അക്കൗണ്ടൻസിനെ പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ടാലിയൊക്കെ കയറിയ സമയത്ത് പിന്നെ എന്ത് സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്ന പോലെ ആകുമോ? ഒരു സിനിമയിൽ മറ്റേ ചിന്തിച്ച് പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ആകുമോ എന്ന് പറഞ്ഞ ഒരാൾ ഔട്ടായി പോയിട്ടേ ഉള്ളൂ. ഇന്ന് ആരാണ് അങ്ങനെ എടുത്ത് കണക്ക് കൂട്ടുന്ന? ടാലി അല്ലാതെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനം കാണിച്ചു തരാൻ പറ്റും? ഇല്ല. അപ്പൊ അത് ഉൾക്കൊണ്ട് അതിനോടൊപ്പം പോയി കഴിഞ്ഞാൽ ഓക്കെ എല്ലാവരും ഓക്കെ. അപ്പൊ നമ്മള് SEOയില് പറയുമ്പോ ഓവറോൾ കുറെ അധികം കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കണം. അതിനകത്ത് ഞാൻ ഈ ഒരു സീരീസിൽ എല്ലാം നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്, എന്നാലും ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ 4 ഏരിയ വളരെ ശ്രദ്ധിക്കുക. 1, ടോപ്പിക്കൽ അതോറിറ്റി എന്നൊരു ഏരിയ. 2, ടോപ്പിക്കൽ റെലവൻസ് എന്നുള്ള ഒരു ഏരിയ. 3, ക്വാളിറ്റി എന്നൊരു ഏരിയ. 4, ഈറ്റ് എന്നൊരു ഏരിയ. ഈ 4ഉം 4ആയിട്ട് തന്നെ കണക്കാക്കാൻ പഠിക്കണം. 4 മിക്സ് ചെയ്യരുത്. സാമ്പാർ അവിയൽ പരുവത്തിലാക്കരുത്. നിങ്ങളുടെ തല ഒന്നും പിടികിട്ടാതെ പിന്നെ അവസാനം അതെന്താണ്, ഇതെന്താണ്, ഇതെവിടെയാണ് വരുന്നത്, ഒന്നും കിട്ടില്ല. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കണക്കാക്കാൻ ആലോചിക്കുക. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ടോപ്പിക്കൽ റെലവൻസിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഞാൻ എൻറ്റിറ്റി എന്താണെന്നും ടോപ്പിക് എന്താണെന്നും കീവേഡ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും മനസ്സിലാക്കി കാണും എന്നുള്ള അസംഷനിലാണ് ഇവിടുന്ന് മുന്നോട്ട് പോകുന്നത്. കാരണം കാണാത്തവർ അത് പോയി കാണുക. കാരണം ഇനി എൻറ്റിറ്റി എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോ ടോപ്പിക്കൽ റെലവൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാങ്കിങ്ങിൽ ഗൂഗിൾ കൺസിഡർ ചെയ്യുന്ന സംഭവം ടോപ്പിക്കൽ റെലവൻസ് ആണ്. അത് മാത്രമല്ല, ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനകത്ത് ഗൂഗിൾ എപ്പോഴും നോക്കുന്ന ഒരു സംഭവം തന്നെ എന്താണെന്നറിയാം. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ച് ചെയ്തതിന്റെ ബാക്കിൽ ഇന്റന്റ് എന്താണെന്ന് അന്വേഷിക്കും. ഈ ഇന്റന്റ് അന്വേഷിക്കുമ്പോൾ തന്നെ ഗൂഗിളിന് ഒരു സംഭവം കിട്ടും, ടോപ്പിക് കിട്ടും. ടോപ്പിക്. അപ്പൊ ഈ ആ ടോപ്പിക്കിൽ അതോറിറ്റീവ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റുകൾ അവന് ഭയങ്കര പരിഗണനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ടോപ്പിക്കിനെ കുറിച്ച് ഏറ്റവും അതോറിറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഏതാണ്? ആ വെബ്സൈറ്റിൽ ഇവൻ സെർച്ച് ചെയ്ത ഈ ഇന്റന്റിന് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതായത് ഒരു ടോപ്പിക്കൽ അതോറിറ്റി ഉള്ള വെബ്സൈറ്റ്, പേജ് അല്ല, ടോപ്പിക്കൽ അതോറിറ്റി എൻ്റെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അങ്ങനെയൊക്കെ വരിക. അല്ലാതെ ഒരു പേജിന് ടോപ്പിക്കൽ അതോറിറ്റി എന്നൊരു സംഭവം ഇല്ല.
ഓക്കെ. അപ്പൊ ടോപ്പിക്കൽ അതോറിറ്റി ഉള്ള ഒരു വെബ്സൈറ്റിൽ ഒരുത്തൻ സെർച്ച് ചെയ്യുന്ന ആ ഇന്റന്റിന് പറ്റിയ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് റാങ്ക് ചെയ്തിരിക്കും. അതിനോടൊപ്പം മറ്റു കാര്യങ്ങളുണ്ട് കേട്ടോ, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഏറ്റവും ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് തന്നെയാണ് കൂടുതൽ പല കാര്യങ്ങൾ നോക്കുന്നത്. എന്തായാലും ടോപ്പിക്കൽ അതോറിറ്റി പ്ലസ് ടോപ്പിക്കൽ റെലവൻസ് രണ്ടും ചേർന്ന് വരുന്നത് ഡെഡ്ലി കോമ്പിനേഷൻ ആണ് ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ച്. BTM ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ഒരു വെബ്സൈറ്റ്. അതിനോടൊപ്പം ഈറ്റ് കൂടിയും ക്വാളിറ്റിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവരാണ് നമ്മൾ ഈ കാണുന്ന ഇപ്പോഴത്തെ നമ്മൾ പറയുന്ന വലിയ വലിയ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇത് 4 കൂടി കയറി വരുന്നത്. ഈറ്റൊക്കെ പതുക്കെ 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 ഇൻഹെറിറ്റ് ചെയ്ത് കയറി വരുന്ന സംഭവമാണ്. ഓക്കെ, ബാക്കി 3 നമുക്ക് നമ്മളുടെ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് ഇനീഷ്യലി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ബാക്കി 3: ക്വാളിറ്റിയും, ടോപ്പിക്കൽ റെലവൻസും, ടോപ്പിക്കൽ അതോറിറ്റിയും. അപ്പോ ഇതിനകത്ത് ടോപ്പിക്കൽ അതോറിറ്റി ഞാൻ പിന്നീട് പറയാം, അടുത്ത് വരുന്ന സെഷൻസിൽ പറയാം. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കൽ റെലവൻസിനെ കുറിച്ച്. കൂട്ടത്തിൽ ടോപ്പിക്കൽ റെലവൻസ് എന്നുള്ള സംഭവം കേട്ടവരെ ആരൊക്കെയുണ്ട് എന്ന് കൈ വെക്കാമോ? ടോപ്പിക്കൽ റെലവൻസ് ആരും കേട്ടിട്ടില്ലേ? ആഷിഖ്, പ്രണവ്, അനന്ത്, അഭിനവ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. കുറെ പേര് കേട്ടവരുണ്ട് ടോപ്പിക്കൽ റെലവൻസ്. വെരി ഗുഡ്. ഓക്കെ, ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും മുന്നോട്ട് ഒന്ന് പറയാമോ എന്താണ് ഈ ടോപ്പിക്കൽ റെലവൻസ് എന്നുള്ളത്? ആർക്കെങ്കിലും വെറുതെ ജസ്റ്റ് ഒരു മുന്നോട്ട് വന്ന് ആർക്കെങ്കിലും അങ്ങോട്ട് തനിയെ കയറി പറയാമോ? ഞാൻ പേര് വിളിക്കാതെ തന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റും? അത് ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു വെബ് പേജ് എത്രത്തോളം ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു തീമായിട്ട് റിലേറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളൊരു സംഭവമല്ലേ അതിന്റെ ഒരു യെസ്, അത് തന്നെ ആ വാക്കിൽ തന്നെ കിടക്കണ്ട്. ഒരാൾ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നു അല്ലെ, ഒരാൾ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നു. ആ സെർച്ച് ചെയ്യുന്നതില് ആയിട്ട് ആ സെർച്ച് ചെയ്യുന്നതിന് ബാക്കിൽ ഒരു ഇന്റന്റ് ഉണ്ട്. ശരിക്കും ഒരു ഇന്റന്റ് ഉണ്ട്. ഈ ഇന്റന്റ് എല്ലായിടത്തും ഇങ്ങനെ കേൾക്കും നിങ്ങൾ. ശരിക്കും ഇന്റന്റ് നിങ്ങൾ മനസ്സിലാക്കൽ അത്ര എളുപ്പമല്ല കേട്ടോ. ഇന്റന്റിന്റെ കോമൺ സെൻസ് വെച്ചിട്ട് മനസ്സിലാക്കും. ഇന്റന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി നാവിഗേഷണൽ ഇന്റന്റ്, കൊമേഴ്സ്യൽ ഇന്റന്റ്, ഇൻഫർമേഷണൽ ഇന്റന്റ് എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും ഇന്റന്റ് ശരിക്കും ഇന്റന്റിനെയും ടോപ്പിക്കിനെയും മനസ്സിലാക്കാതെ പോകുന്നതാണ് SEOക്കാരുടെ പ്രധാന പ്രശ്നം. എന്നാൽ NLP പോലത്തെ, അതായത് ഇനി എയുടെയും ഗൂഗിളിന്റെ ഒക്കെ മെയിൻ സംഭവം അറിയാതെ NLP ആണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ആ വെബ്സൈറ്റിൽ കണ്ടന്റ് റെലവന്റ് ആണോ അല്ലെ, കറക്റ്റ് ആണ്. അപ്പോ ആ ഇന്റന്റിനെയും ടോപ്പിക്കിനെയും രണ്ടായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് കൂട്ടിക്കുടയ്ക്കുന്നത്. പലപ്പോഴും ടോപ്പിക്ക് ഇന്റന്റും മിക്സ് ചെയ്യും. ടോപ്പിക്ക് വേറെ, ഇന്റന്റ് വേറെ. ഇപ്പൊ എക്സാമ്പിൾ, ഒരാള് എനിക്ക് ജാവ പഠിക്കണം, എനിക്ക് ഓൺലൈനായിട്ട് ജാവ പഠിക്കണം എന്നുള്ള സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അയാളുടെ ഗൂഗിൾ ക്വറി ഇതാണ്, ഓൺലൈനായിട്ട് എനിക്ക് ജാവ പഠിക്കണം. അപ്പോ ഇതിന്റെ ബാക്കിലുള്ള ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല ടോപ്പിക്കുകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. ടോപ്പിക് എന്താണ്? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുന്നത്, എനിക്ക് ജാവ ഓൺലൈനായിട്ട് പഠിക്കണം. അതിന്റെ ഉള്ളിലുള്ള ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ ജാവ ഒരു ടോപ്പിക്കാണ്. യെസ്, ജാവ ടോപ്പിക് തന്നെയാണ്, ഒരു സംശയമില്ല. കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇന്റന്റ് ടോപ്പിക് മറ്റൊന്നാണ്. എനിക്ക് ജാവ പഠിക്കണം, ലേൺ ജാവ. അതാണ് ശരിക്കും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇന്റന്റ്, ടോപ്പിക്. ഈ ഞാൻ മുമ്പ് ഒരു ഇത് പറഞ്ഞു, വെക്ടേഴ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറഞ്ഞു. വെക്ടേഴ്സ് എന്നുള്ള ഒരു ഇതിനകത്ത് നമ്മളൊരു ഡിസ്റ്റൻസ് അളക്കുന്നുണ്ട്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുന്ന ഒരു ഡിസ്റ്റൻസ് അളക്കുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സംഭവം ഗൂഗിളല്ല എല്ലാ എൻജിൻസും കണ്ടുപിടിക്കുന്നത് ഈ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. അപ്പോ ഇയാള് സെർച്ച് ചെയ്ത എനിക്ക് ജാവ ഓൺലൈനായിട്ട് പഠിക്കണം എന്നതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ടോപ്പിക്ക് ജാവയാണോ അതോ ജാവ പഠിക്കലാണോ? ഉറപ്പായിട്ടും ജാവ പഠിക്കലായിരിക്കും. ജാവ പഠിക്കൽ എന്നുള്ളതിനോട് പിന്നെയും വേറെ ചേർന്നിരുന്ന വേറെ ടോപ്പിക്കുകളാണ്. ജാവ ഒരു ബ്രോഡ് ടോപ്പിക്കാണ്. ആ ജാവ എന്ന ബ്രോഡ് ടോപ്പിക്കിന്റെ ഉള്ളിൽ സബ് ടോപ്പിക്കുകൾ വന്നൂടെ? ജാവ പഠിക്കണം, ജാവയിൽ ഒരു ജോബ് കിട്ടണം, ജാവയുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം, ജാവയിൽ അത് ഉണ്ടാക്കണം, ജാവ അങ്ങനെ ഇപ്പൊ ജാവ റിലേറ്റഡ് പല ടോപ്പിക്കുകളും ഉണ്ടാവും, സബ് ടോപ്പിക്കുകളും ഉണ്ടാവും. നമ്മൾ ഈ സെർച്ചിലൂടെ അലൈൻഡ് ആയിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ജാവ പഠിക്കുക എന്നുള്ളതാണ്. ഈ ജാവ പഠിക്കുക എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് ആലോചിച്ചാൽ ഇഷ്ടംപോലെ കീവേഡ്സ് ഉണ്ടാവും. ലേൺ ജാവ മാത്രമാണോ? ജാവ ലെസൺസ്, ജാവ ട്രെയിനിങ്, ജാവ കോഴ്സ്, ജാവ ഓൺലൈൻ, ജാവ ഫ്രീ കോഴ്സ്, അങ്ങനെ 1,950,000 കീവേഡ്സ് ഉണ്ടാവും ജാവ പഠിക്കുക എന്ന ടോപ്പിക്കിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് ടോപ്പിക്ക്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ സെറ്റ് ഓഫ് കീവേഡ്സ് എല്ലാം കൂടി ചേർന്ന ഈ ഒരു ടോപ്പിക്, ഇതാണ് ടോപ്പിക്കൽ ക്ലസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് അതിനകത്തോടെ നമുക്ക് പിന്നീട് വരാം എന്തായാലും. അപ്പോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു കീവേഡിനെ ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ ഭാഷയിൽ കീവേഡ്, ഗൂഗിളിന്റെ ഭാഷയിൽ കോരും സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരു വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതില് അതിനകത്ത് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ആ ടോപ്പിക്കാണ് ജാവ പഠിക്കുക.
അപ്പൊ ഈ ജാവ പഠിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു വെബ്സൈറ്റ് വളരെയധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ജാവ എങ്ങനെ പഠിക്കണം, ജാവ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ പല 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 ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അവർ ജാവ പഠിക്കുക എന്ന ടോപ്പിക്കിൽ അവരൊരു കുറച്ച് അതോറിറ്റി ഉള്ള വെബ്സൈറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് ടോപ്പിക്കിൽ അതോറിറ്റി വരുന്നത് കേട്ടോ. പക്ഷെ ഇയാളുടെ ഹൈലി ഇന്റന്റ് എന്താണ്? ടോപ്പിക്ക് കിട്ടി, ജാവ പഠിക്കുക. ഇയാളുടെ ശരിക്കും ഇന്റന്റ് എന്താണ്? എനിക്ക് ഓൺലൈനായിട്ട് ജാവ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും ഗൂഗിൾ നോക്കുന്നുണ്ടാണ് ജാവ പഠിക്കുക എന്ന ഒരു വെബ്സൈറ്റ്, അതിനെ സംബന്ധിച്ച അതോറിറ്റി ഉള്ള വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് ജാവ പഠിക്കുക എന്നതിനോട് ഹൈലി ഇന്റന്റ് ആയിട്ടുള്ള, അതിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ടോ എന്നാണ് നോക്കുക. അപ്പൊ ബേസിക്കലി ജാവ പഠിക്കുക, അത് ഓൺലൈനായിട്ട് പഠിക്കുക, ഇതാണ് അയാളുടെ ഇന്റന്റ്. ഓക്കെ, ഇതിനോട് ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഏതാണ്? അതാണ് ടോപ്പിക്കൽ റെലവൻസി, കോണ്ടക്സ്ചൽ റെലവൻസി എന്നൊക്കെ എല്ലാം പറയും. കോണ്ടക്സ്ചൽ റെലവൻസി, ടോപ്പിക്കൽ റെലവൻസി, സബ്ജക്ട് റെലവൻസി, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോ പണ്ടാണെങ്കിൽ ഗൂഗിളിന്, പണ്ടത്തെ കേസാണെങ്കിൽ ഗൂഗിളിന് ഈ റെലവൻസി കണ്ടുപിടിക്കാനായിട്ട് വലിയ മാർഗമൊന്നുമില്ലായിരുന്നു. ഒരാൾ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നു, ഗൂഗിളിന് ഈ NLP ഒക്കെ ഇല്ലാത്ത കാലത്ത് ഈ ഒരുത്തനെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ അർത്ഥം എന്താണ്, ശരിക്കും ഇവൻ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഗൂഗിളിനൊരു കൈയും കണക്കില്ലാത്തൊരു സമയമായിരുന്നു. അപ്പൊ ആ സമയത്ത് ഗൂഗിൾ നോക്കുന്നത് ഇവൻ സെർച്ച് ചെയ്ത കീവേഡ്, ആ സെർച്ച് ചെയ്ത കീവേഡ് അതിനകത്തുണ്ടോ? ഉറപ്പാണല്ലോ. ആ സെർച്ച് ചെയ്ത കീവേഡ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് റെലവന്റ് ആണ്. ആ സെർച്ച് ചെയ്ത കീവേഡ് തന്നെ അതിനകത്തുണ്ട്, അതും ഹെഡിങ്ങിൽ, ഫസ്റ്റ് ഹെഡിങ്ങിൽ, മെയിൻ ഹെഡിങ്ങിലുണ്ട്. ഓക്കെ, ടൈറ്റിലുണ്ട്. ഓക്കെ, റെലവന്റ് ആണ്. ആ കണ്ടന്റിൽ അവിടെ ഇവിടെയൊക്കെ ഈ കീവേഡും ഈ കീവേഡിന്റെ ചില വേരിയേഷൻസ് കാണാനുണ്ട്. ഓക്കെ, വളരെ റെലവന്റ് ആണ്. പിന്നെ നോക്കിയപ്പോൾ അവൻ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അവൻ 12,000-3,000 വേർഡ്സിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, വളരെ റെലവന്റ് ആണ്, വളരെ ക്വാളിറ്റി ഉള്ളതാണ്. ഗൂഗിളിന് അങ്ങനെ അളക്കാൻ സാധിച്ചിരുന്നു ഒരു സമയത്ത്. അതിനാണ് നമ്മൾ പണ്ടത്തെ CEO പറയുന്ന കീവേഡ് ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു തരുന്നത്. പക്ഷെ അത് ഒരാൾ വെറുതെ കീവേഡ്സുകൾ പല സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുകയും അതിന്റെ കണ്ടന്റിന്റെ ലെങ്ത് ചുമ്മാ വലിച്ചു നീട്ടി എഴുതുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റാങ്ക് ചെയ്യുമായിരുന്നു. പിന്നെ NLP വന്നു, NDT വന്നു, ടോപ്പിക് വൈസ് കൺസിഡറേഷൻ വന്നു, പല പല രീതികളിൽ മെഷീൻ ലേണിംഗ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഗൂഗിളിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗൂഗിളിന് ഈ കണ്ടന്റിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി, സാധിച്ചു തുടങ്ങി. അപ്പൊ അവിടെ നിന്നാണ് അവര് ഒരു ടോപ്പിക്ക് അത് എത്രത്തോളം റെലവന്റ് ആയിട്ടാണ് ഒരുത്തിന് എഴുതിയിരിക്കുന്നത് എന്ന് ഗൂഗിൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നതാണ് ആ ഒരു കേസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു ടോപ്പിക്ക് റെലവന്റ് ആകുന്നത്? നമ്മൾ മനുഷ്യന്മാര് ചിന്തിക്കുന്ന പോലെ തന്നെയാണ് ഈ സിസ്റ്റം ട്രൈ ചെയ്യുന്നത്. അതേപോലെ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ, അവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു എക്സാമ്പിൾസ് തന്നെ പറയാം. ഞാനിപ്പോ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, എന്റെ ബന്ധുക്കളെ കുറിച്ച് പറയാം, എന്റെ ഫാമിലിനെ കുറിച്ച് പറയുക. അപ്പോ ഞാനത് പല വിധത്തിൽ എനിക്ക് പറയാം. അപ്പൊ ഞാൻ ഒരു വിധം ഞാൻ ഇങ്ങനെ പറയാണ്, എന്റെ അച്ഛൻ ഇന്നാളാണ്, എന്റെ അമ്മ ഇന്നാളാണ്, എന്റെ വൈഫ് ഇന്നാളാണ്, എന്റെ 2 മക്കൾ ഇങ്ങനെയാണ്, എന്റെ പെങ്ങള് ഇന്നതാണ്. ഓക്കെ, എനിക്ക് ചുറ്റുമുള്ള എന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്റെ ഫസ്റ്റ് കോണ്ടാക്റ്റിലുള്ള എന്റെ ബന്ധുക്കളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? വളരെ റെലവന്റ് ആണ്, പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചുറ്റുമുള്ളത്. പക്ഷെ ഞാൻ ഇതേ കാര്യം തന്നെ ഞാൻ ആദ്യത്തെ ഒരു പാരഗ്രാഫ്, ജസ്റ്റ് ഇത്ര നിങ്ങൾ ആലോചിക്കുക, ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ ഞാൻ പറയുകയാണ് എന്റെ അമ്മ ഇന്നാളാണ് എന്ന് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. അച്ഛനെ കുറിച്ചും എന്റെ വൈഫിനെ കുറിച്ചും എന്റെ പിള്ളേരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞു തുടങ്ങിയിട്ടില്ല. എന്റെ അമ്മ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ ശേഷം ഞാൻ സെക്കൻഡ് ഡയലോഗ് എന്റെ പോകുന്നത് ഇങ്ങനെയാണെന്ന് ആലോചിക്കുക. എന്റെ അമ്മ നല്ല അസലായിട്ട് അച്ചാർ ഉണ്ടാക്കും എന്നാണ് ഞാൻ പറയുന്നത്. ആ അച്ചാർ ഉണ്ടാക്കുന്ന ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയണേ, അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അമ്മ ഉണ്ടാക്കുന്ന പാവയ്ക്ക അച്ചാറാണെന്ന് ഞാൻ പറയുന്നത്. ഈ പാവയ്ക്ക അച്ചാർ അമ്മ ഉണ്ടാക്കുന്നത് പാവയ്ക്ക് ഇങ്ങനെ അരിഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ പുരട്ടി വെയിലത്ത് ചുണക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 3-4 പാരഗ്രാഫ് ഈ പാവയ്ക്കച്ചാറിനെ കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ അതിനുശേഷം ഞാൻ എഗെയിൻ എന്റെ അച്ഛനിലേക്ക് വരുന്നു. ഒരു 2 സെന്റൻസിൽ അച്ഛനെ കുറിച്ച് പറഞ്ഞു ഒതുക്കുന്നു, വൈഫിനെയും പിള്ളേരെ കുറിച്ച് ഒരു 2 സെന്റൻസിൽ പറഞ്ഞു ഒതുക്കുന്നു. ഓവറോൾ ഈ കണ്ടന്റ് കാണുന്ന ഒരാൾക്ക് ഇതിലെ ഈ കണ്ടന്റ് എന്തിന്റെ റെലവൻസ് ആണ്, എന്തിനോടാണ് റെലവന്റ് ആയിരിക്കും പറയാമോ ആർക്കെങ്കിലും? അച്ചാർ. കാരണം എന്താണ്? അച്ചാറാണ് ഉറപ്പായിട്ടും. അത് കാണുന്ന ഒരാൾക്ക് തന്നെ തോന്നും ഇയാൾ ഇതിനകത്ത് ഇതിന്റെ ടൈറ്റിൽ മറ്റൊന്നുമല്ല. നിങ്ങൾ മനുഷ്യന്മാർ വായിക്കുമ്പോൾ ഇതെന്താ, എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്ന ടോപ്പ് കൂടുതലും എന്തിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് പാവയ്ക്ക അച്ചാറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് അമ്മന്റെ അമ്മ ഉണ്ടാക്കി എന്നുള്ള കാര്യം കൂടി വെച്ചിട്ട് ഇതൊരു പാവയ്ക്ക അച്ചാറിന്റെ റെസിപ്പി അല്ല, പാവയ്ക്ക അച്ചാറിനെ പുകഴ്ത്തി പറയുന്ന, അല്ല എന്റെ അമ്മയുടെ പാവയ്ക്ക അച്ചാറിനെ പുകഴ്ത്തി പറയുന്ന ഒരു ആർട്ടിക്കിളാണിത്. ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ എന്റെ മറ്റുള്ളവരെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ
ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി ഈ കണ്ടന്റിൽ, എവിടെയോ ഒരു മിസ്റ്റേക്ക് നമുക്ക് കാണുന്നവർക്ക് തന്നെ തോന്നും ഇത് പാവക്കച്ചാറിന് റെലവെന്റ് ആണ്, ഇത് ശ്യാമിന്റെ ഒരു ഫാമിലി ടോപ്പിക്കിന് അത്ര റെലവെന്റ് അല്ല. ഇനി ഞാൻ ഇതേ കണ്ടന്റ് തന്നെ ഞാൻ ഒന്ന് മാറ്റി എഴുതുന്നു. ഞാൻ എഴുതുന്നു, ആദ്യം എന്റെ അമ്മയുടെ കാര്യം പറയുന്നു, എന്റെ അച്ഛന്റെ കാര്യം പറയുന്നു, നേരത്തെ പറഞ്ഞ പോലെ എന്റെ വൈഫിന്റെയും പിള്ളേരുടെയും പെങ്ങളുടെയും കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം അമ്മയുടെ ഫാമിലിനെ കുറിച്ച് പറയുന്നു, ഫാദറിന്റെ ഫാമിലിനെ കുറിച്ച് പറയുന്നു, എന്റെ പെങ്ങളുടെ ഫാമിലിനെ കുറിച്ച് പറയുന്നു, വൈഫിന്റെ ഫാമിലിനെ കുറിച്ച് പറയുന്നു, പിള്ളേരെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. പിന്നെ അതിനുശേഷം അപ്പോഴത്തെ എന്റെ കണ്ടന്റിന്റെ ഒരു 50-60% കഴിഞ്ഞു. ഒരു നോർമൽ മനുഷ്യൻ ഇത് വായിക്കുമ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു, ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്യാമിന്റെ ഫാമിലിനെ കുറിച്ചാണ് അല്ലെ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പകുതിക്ക് ശേഷം എവിടെയോ വെച്ച് ഞാൻ പറയുന്നു, ഇതിനകത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് ഇവരുടെ കാര്യങ്ങൾ കുറച്ച് എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്റെ അമ്മയുടെ പാവയ്ക്കച്ചാറാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പാവയ്ക്കച്ചാറിനെ കുറിച്ച് 1-2 ഇത് എഴുതി. പിന്നെ എന്റെ വൈഫ് ഉണ്ടാക്കുന്ന ഇന്നൊരു ഐറ്റം, അതും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അച്ഛൻ എനിക്ക് പണ്ട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു 4-5 കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ഇന്നും സ്മരണയോടെ ഓർക്കുന്നു. എന്റെ മക്കള് 2 കുസൃതിയാണ്, അവരിങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അത്ര റിലവന്റ് ആണെന്ന് വെച്ചല്ല. എന്നാൽ എന്റെ ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന 50% കണ്ടന്റിനോട് ചേർന്ന് നിൽക്കുന്ന സംഭവമായി ഇത്. ഫസ്റ്റ് കോണ്ടക്സ്റ്റിൽ നിന്ന് ശ്യാമിന്റെ ഫാമിലിനെ കുറിച്ച് കേട്ടാൽ പാവക്കച്ചാറിന്റെ ഒരു ബന്ധമില്ല. പക്ഷെ ശ്യാമിന്റെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞു, വ്യക്തമായി പറഞ്ഞ ശേഷം ആ ഫാമിലിയിലെ മെമ്പർ ഉണ്ടാക്കുന്ന ഒരു പാവക്കച്ചാറിനെ കുറിച്ചാണ് ശ്യാം പറയുന്നത്. അപ്പൊ റെലവൻസി എവിടെയോ വന്നു, അതിനുശേഷം റെലവൻസി വന്നു. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ രണ്ടും തമ്മിൽ വ്യത്യാസം കിടക്കുന്നത് ആ ഒരു ഫ്ലോയ്ക്കാണ് അല്ലെ. ആ കണ്ടന്റിന്റെ ഫ്ലോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു 2 ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ ഈ പറഞ്ഞതിലുണ്ട്. എപ്പോഴും ഒരു ഡോക്യുമെന്റ് റെലവൻസിയിൽ നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിനകത്ത് ടോപ്പിക്കൽ ഫ്ലോ, കോണ്ടക്സ്റ്റൽ ഫ്ലോ എന്നും പറയും, ടോപ്പിക്കൽ ഫ്ലോ എന്ന് പറയും. ഒരു ടോപ്പിക്കിനെ നമ്മൾ എങ്ങനെ ഏത് ഓർഡറിലാണ് പറഞ്ഞു പോകുന്നത് എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. പലരും മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എക്സാമ്പിൾ, ബന്ധം പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇതേ കാര്യം തന്നെ ഞാൻ ആദ്യമേ പറയുന്നു, എന്റെ അച്ഛനെയും അമ്മേനെയും ഇവരെ കുറിച്ചൊന്നും പറയുന്നില്ല, എന്റെ അമ്മയുടെ ആങ്ങളയുടെ മകളുടെ ഭർത്താവിനെയാണ് ഞാൻ ഫസ്റ്റ് സെന്റൻസിൽ പറയണമെന്ന് വിചാരിക്കും. മിസ്റ്റർ ലവേഷ് ഈസ് മൈ അലയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയാണെങ്കിൽ ഇത് ആരാണ്, ഏത് ബന്ധമാണ് ഇയാളായിട്ട്? ഒരു ബന്ധം കിട്ടുന്നില്ല, കാണുന്നതിന് കേൾക്കുന്നതിന് പോലും കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് NLP പോലത്തെ ഇതിനെ എങ്ങനെ പ്രോസസ് ചെയ്യാൻ പറ്റും? എന്താണ് ഇതൊന്നും ശാന്തമുള്ള ബന്ധം? കിട്ടുന്നില്ല. അത് ഒരു പ്രോഗ്രാമിന് പോലും കിട്ടില്ല, വായിക്കുന്നതിന് പോലും കിട്ടില്ല. ഇത് ആരാണ്? പറഞ്ഞു ചിലപ്പോൾ 3ാമത്തെ പാരഗ്രാഫിൽ നിന്നായിരിക്കും ആരെങ്കിലും മനസ്സിലാവുന്ന, ഓ തുടക്കത്തിൽ ആദ്യം പറഞ്ഞ കക്ഷി ആ 3ാമത് പറഞ്ഞു കിടക്കുന്ന ആളുടെ ഭർത്താവിന്റെ അങ്ങനത്തെ ആളാണെന്നൊക്കെ. അപ്പോ വായിക്കുന്ന മനുഷ്യനാണെങ്കിലും പ്രോസസ് ചെയ്യുന്ന പ്രോഗ്രാംസിനാണെങ്കിലും ആ ഫ്ലോ, ഇതാണ് സിമാൻറ്റിക്കൽ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം. കണക്ഷൻ, ഫ്ലോ, സിമാൻറ്റിക്കൽ ഫ്ലോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഫ്ലോ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അതായത് ഓരോ വേർഡും, അതായത് ഓരോ സെന്റൻസ് ടു സെന്റൻസും പാരഗ്രാഫ് ടു പാരഗ്രാഫും കണക്റ്റഡ് ആയിട്ട് പോകണം. കണക്ഷൻ വേണം. സിമാൻറ്റിക്കൽ ഫ്ലോ, ടോപ്പിക്കൽ ഫ്ലോ, കോണ്ടക്സ്റ്റൽ ഫ്ലോ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനപ്പോ ആദ്യം തന്നെ ഇത് പറയുമ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്റെ ഫാമിലിനെ കുറിച്ചാണ്. അതിൽ എന്റെ ഫാമിലിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അമ്മ, അച്ഛൻ, ഇത് ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് എന്റെ അമ്മയുടെ ഫാമിലിനെ കുറിച്ചും അതിനുശേഷം എന്റെ അച്ഛന്റെ ഫാമിലിനെ കുറിച്ചും അതിനുശേഷം എന്റെ വൈഫിന്റെ ഫാമിലിനെ കുറിച്ചും പിന്നെ എന്റെ പിള്ളേരുടെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞതിന് ശേഷം ഞാൻ അവരിൽ നിന്ന് എനിക്ക് തോന്നിയ ചില സ്പെഷ്യാലിറ്റികളെ കുറിച്ച് ഞാൻ അവസാനം പ്രതിപാദിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് വിചാരിക്കുക. ഇത് വായിക്കുന്ന ഒരു മനുഷ്യന് ഒറ്റയടിക്ക് ഇതിനകത്തൊക്കെ കണ്ടന്റിന്റെ ഫ്ലോ പിടിയിട്ട് ചെയ്യാൻ ഫസ്റ്റ് പാരഗ്രാഫ്. ഇതുകൊണ്ടാണ് പലപ്പോഴും ഫസ്റ്റ് പാരഗ്രാഫ് വളരെ ബുദ്ധിപരമായിട്ട് ആക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്കിയുള്ള എല്ലാ ഏരിയയിലേക്കുള്ള സിമാൻറ്റിക്കൽ കണക്ഷൻ, കോണ്ടക്സ്റ്റൽ കണക്ഷൻ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വായിക്കുന്നതിന് അറിയാൻ പറ്റില്ല ഇവരെന്തൊക്കെയാണ് ഇതിനകത്തോട്ട് പറയാൻ പോകുന്നത്. ഇതിന് പകരം നമ്മൾ ഇൻഡെക്സ് ഇട്ടാലും മതി, ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇട്ട് കഴിഞ്ഞാലും ഇതേ സിമാൻറ്റിക്കൽ കണക്ഷനാണ് കിട്ടുന്നത്. ഏറ്റവും ടോപ്പിൽ തന്നെ പലരും എന്ത് ചെയ്യും, ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഇടും. കാരണം എന്താണ്, അത് വായിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും അത് വായിക്കുന്ന ഒരു പ്രോഗ്രാമിനാണെങ്കിലും ഈ പേജിൽ എന്ത് കണ്ടന്റാണ് പറയാൻ പോയിരിക്കുന്നത്, അത് എന്ത് ഫ്ലോയിലാണ് പറഞ്ഞിരിക്കുന്നത്, അത് വ്യക്തമായ ധാരണ കിട്ടണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒരു പേജ് വളരെ ടോപ്പിക്കൽ റെലവെന്റ് ആകുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പേജിലെ കണ്ടന്റിന്റെ ഒരു ഫ്ലോ എന്നുള്ളത്. ഈ ഫ്ലോ നിങ്ങൾക്ക് ബുദ്ധിപരമായി തന്നെ നെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് സൂക്ഷിച്ചുപയോഗിച്ചാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ റെസ്റ്റ് എല്ലാ പാരഗ്രാഫിലേക്കുള്ള അതിന്റെ ഫ്ലോ എങ്ങനെയാണെന്ന് എഴുത്തിലൂടെ പറയാൻ പറ്റും. ഇനി ബുദ്ധിമുട്ടാണെങ്കിൽ ടേബിൾ ഓഫ് കണ്ടന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൂടി ഇട്ടുകൊണ്ടിട്ട് റെസ്റ്റ് ഇതിന്റെ ഫ്ലോ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പോ ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ആ ഒരു ഫ്ലോയ്ക്ക് ഇമ്പോർട്ടന്റ് എന്നത്. കാരണം നിങ്ങൾ മനുഷ്യന്മാരെ പോലെ വെറുതെ ഗൂഗിളിലേക്ക് വിടുക, അല്ലാതെ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഓരോ പാരഗ്രാഫും നമ്മൾ ഒരു ബന്ധമില്ല എന്ന് വിചാരിക്കും. ഒരു പാരഗ്രാഫ് വായിക്കുന്നത് നേരെ ഇപ്പൊ ഞാൻ ആദ്യത്തെ പാരഗ്രാഫ് അമ്മേനെ കുറിച്ച് എടുത്ത്, രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ നേരെ അമ്മയുടെ ഫാമിലിനെ, അച്ഛനെയോ അമ്മേനെയോ ആരെയും കുറിച്ച് പറയാതെ അച്ഛന്റെ അല്ല അമ്മയുടെ കുറിച്ച് പറഞ്ഞാൽ ഇയാളും തമ്മിൽ ബന്ധം എന്താണ്? ഈ ഫസ്റ്റ് പാരഗ്രാഫ് സെക്കൻഡ് പാരഗ്രാഫ് തമ്മിൽ ബന്ധം എന്താണ്? ഒരു പിടുത്തം കിട്ടാതെ വരും ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ സെന്റൻസ് ടു സെന്റൻസ്, പാരഗ്രാഫ് ടു പാരഗ്രാഫ്, ആ ഫ്ലോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇത് സിമാറ്റിക്കൽ ഫ്ലോ, കോണ്ടെക്സ്റ്റൽ ഫ്ലോ, ടോപ്പിക്കൽ ഫ്ലോ എന്നൊക്കെ പറയും. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവില്ല? ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചു പോകട്ടോ, അല്ലാതെ പിന്നെ മുമ്പോട്ട് പോകുന്നതോറും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആയിരുന്നു കൈ വെക്കാമോ? ക്ലിയർ ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെന്നാണോ മൂർഷി? അല്ല, ക്ലിയർ ആയി എന്നുള്ളതിന്റെ കൈ വെക്കലാണോ? ഡൗട്ടാണോ? ഓക്കെ, അപ്പൊ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോണ്ടെക്സ്റ്റൽ ഫ്ലോ, ടോപ്പിക്കൽ ഫ്ലോ, അതെപ്പോഴും ശ്രദ്ധിക്കുക. ബുദ്ധിപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അപ്പൊ ഈ കോണ്ടെക്സ്റ്റൽ ഫ്ലോ എങ്ങനെ വേണമെന്ന് ഇപ്പൊ ഞാൻ ബന്ധം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ എഴുതാൻ പറ്റും അല്ലെ? ഈ ബന്ധം പറയുന്നതിൽ തന്നെയുണ്ട് ആ കോണ്ടെക്സ്റ്റൽ ഫ്ലോ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത്. അതായത് ഈ നമ്മളോടത്ത് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അതായത് ഒരു എൻറ്റിറ്റി, ഞാൻ പറഞ്ഞു ഒരു എൻറ്റിറ്റി, ടോപ്പിക്, അതിന്റെ ബാക്കിൽ ഒരു ഇന്റന്റ്, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന, ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ പറഞ്ഞു പോകുന്നത്. അകന്നു പോകുന്ന കാര്യങ്ങൾ, അതായത് നേരത്തെ പറഞ്ഞ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ്, അകന്നു പോകുന്ന കാര്യങ്ങൾ പതുക്കെ പറയാൻ പാടുള്ളൂ. അതായത് തുടക്കത്തിൽ തന്നെ അകന്ന കാര്യങ്ങൾ പറയല്ല, വളരെ വിദൂരത്തിൽ നിൽക്കുന്ന കാര്യങ്ങളില്ല. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പേജിൽ ആദ്യം തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറയുന്നു. ഇതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഡിഫറെന്റ് ഫീൽഡ്, സിഒ, SMM, SEO അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും, പിന്നെ അതിനകത്ത് ഓരോന്നിനും എന്തൊക്കെ വരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് തുടങ്ങുന്ന ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെയാണ്. അതിനുശേഷം ഞാൻ SEO കുറിച്ച് പറയുന്നു. SEO കുറിച്ച് പറഞ്ഞ ശേഷം ഞാൻ പറയുന്നു SEO-നുള്ളിൽ തന്നെ ഓൺ പേജ് SEO അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇമെയിൽ മാർക്കറ്റിംഗിനെ കുറിച്ച് പറയുന്നു. ഇമെയിൽ മാർക്കറ്റിംഗിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെയിൽ ചിമ്പ്, അതേപോലത്തെ ടൂൾസുകൾ ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ മെയിൽ ചിമ്പിനെ കുറിച്ച് പറയുന്നു. ഫ്ലോ കറക്റ്റ് ആണ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന SEO അങ്ങനെ പറഞ്ഞു. പിന്നെ എത്തിയപ്പോൾ SEO-നോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇമെയിൽ മാർക്കറ്റിംഗ് എത്തിയപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ഫ്ലോ കറക്റ്റ് ആണ്. നേരെ പറഞ്ഞ് ഈ ഫ്ലോ തെറ്റിക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് പറഞ്ഞു ഒരു പാരഗ്രാഫ് ഇട്ടു. എന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫ് നേരെ മെയിൽ ചിമ്പിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് വിചാരിക്കാം. മെയിൽ ചിമ്പ് എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് മെയിൽ ചിമ്പ് എന്ന് പറഞ്ഞ ഒരു ഇമെയിൽ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അതെങ്ങനെയാണ് എന്ന് പറയുന്നു ഓർത്തുന്നത്. ആലോചിക്കുക, ഫസ്റ്റ് പാരഗ്രാഫും സെക്കൻഡ് പാരഗ്രാഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ ഇടയിൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വേറെ പലതും ഉണ്ട്. മിസ് ചെയ്തു. നമ്മളുടെ എഴുത്തിൽ അബദ്ധത്തിൽ SEO-യും മറ്റു കാര്യങ്ങളും വന്നത് വേറെ ഏരിയയിലേക്കാണ്, കുറച്ചും കൂടി താഴേക്കാണ്. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ് കണ്ടന്റ് ഇവാലുവേഷൻ നടക്കുന്നത്. ബോട്ടം ടു ടോപ്പ്, അങ്ങനെ അല്ല മൊത്തത്തിൽ എടുത്തോ അല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ChatGPT-ലോ DeepSeek-ലോ എവിടെയെങ്കിലും കണ്ടന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായാലും ഉള്ളവരൊന്ന് കൈപോക്കണേ. കണ്ടന്റ് ഒറ്റയടിക്കല്ല ഡിസ്പ്ലേ ചെയ്യുന്നത്. കണ്ടന്റ് വേർഡ് ബൈ വേർഡ് ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വേർഡ്, ഒരു വേർഡ്, ചില സമയത്ത് വേർഡ് സ്റ്റക്ക് ആവും, വേർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെപ്പോഴും ശ്രദ്ധിക്കുക, ഇവരെപ്പോഴും പ്രോസസ് ചെയ്യുന്ന വേർഡ് ബൈ വേർഡ് ആയിട്ടാണ്. അത് ടോപ്പ് ടു ബോട്ടം ആണ്. എന്റെ പീസ് എടുത്തിട്ടല്ല പ്രോസസ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ബാക്കിൽ അത്രമാത്രം കാൽക്കുലേഷൻസ് ഉണ്ട്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, മെട്രിക്സ് അഡീഷൻ തുടങ്ങിയിട്ട് ചറവറ സകല കാൽക്കുലേഷൻസ് ഇതിന്റെ ബാക്കിലുണ്ട്. ഓക്കെ, അത് ഗൂഗിളിനുണ്ട്. അതിന്റെ പ്രോസസ്സിങ്ങിലൊക്കെ ഇത്തരം NLP-യിലില്ല, ഗൂഗിളിന്റെ വെക്ടർ കാൽക്കുലേഷൻസിൽ ഈ ഡിസ്റ്റൻസ് കാൽക്കുലേഷൻസിലൊക്കെ അത് വരുന്നുണ്ട്. NLP-യിലില്ല, NLP-യുടെ ഒരു ഭാഗമാണ് അതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് തന്നെയാണ് ടോപ്പ് ടു ബോട്ടത്തിൽ ആ അറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. അതായത് ഗൂഗിൾ എപ്പോഴും ഒരു കാര്യം തന്നെ എബോവ് 50% കണ്ടന്റ് ഭയങ്കര, അതായത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നതിൽ ആദ്യത്തെ 50% അതിന് ഭയങ്കര വെയിറ്റേജ് ഉണ്ട്. ആ 50% ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ഏറ്റവും ടോപ്പിലെ ഏരിയ, എബോവ് ഫോൾഡ് ഏരിയ എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ല ഫസ്റ്റ് പാരഗ്രാഫ് സെക്കൻഡ് പാരഗ്രാഫ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഏരിയക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരു പേജിലെ കണ്ടന്റ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് അറേഞ്ച്മെന്റ് കറക്റ്റ് ആണോ എന്ന് പ്ലാൻ ചെയ്യുക. നോക്കുമ്പോൾ എല്ലാം എഴുതിയിട്ടുണ്ടാവും, അവിടെ എല്ലാം കവർ ചെയ്ത പോലെ ഉണ്ടാവും. പക്ഷെ ആ ഓർഡർ കറക്റ്റ് ആണെന്ന് നോക്കണം. ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അകലം കുറഞ്ഞ സാധനങ്ങൾ ആദ്യം പറഞ്ഞ് അകലം കൂടിയ സാധനങ്ങൾ പതുക്കെ വരുത്താൻ നോക്കുക.
ഓക്കെ. അപ്പൊ അതിന്റെ ആ അറേഞ്ച്മെന്റിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കേസ് ഇതിന്റെ എൻഡിങ് ആണ്. പലരും കഥ പറഞ്ഞ് SEO കുറിച്ചും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോട് പറഞ്ഞ് അവസാനം ചിക്കൻ 65 ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് എത്തിപ്പോകും ചിലപ്പോ. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികം ചിലപ്പോൾ എഴുതി അവിടെ എത്തിപ്പോവാനും വഴി തെറ്റിയൊക്കെ കയറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇൻഡെപ്തായിട്ട് പറഞ്ഞു പോകുമ്പോൾ തുടങ്ങിയവർത്ത് നിന്ന് ഒട്ടുക്കം എത്താൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു കാര്യം കൂടി നമ്മൾ ബുദ്ധിയിട്ടേക്കണം, ഇത് എൻഡ് ചെയ്യുന്നിടത്തുനിന്ന് കോണ്ടെക്സ്റ്റ്, അതായത് നമ്മുടെ ഒരു കണ്ടന്റ് എൻഡ് ചെയ്യുന്നിടത്തുനിന്ന് ആ എൻഡിങ്ങും ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ മെയിൻ ഹെഡിങ് എന്ന് പറയുവാണെങ്കിൽ ആ ടോപ്പിക്കില്ലേ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കണക്ഷൻ മീൻസ് അതിനാണ് ഏറ്റവും മികച്ച ബുദ്ധി കൺക്ലൂഷൻ എഴുതുക എന്നുള്ളത്. എന്തൊക്കെ പറഞ്ഞു നല്ല ലാസ്റ്റ് അങ്ങനെ നമ്മൾ ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് വിശദമായി പറഞ്ഞിരിക്കുന്നു, അതിനകത്ത് SEO കുറിച്ച് മറ്റെല്ലാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഇതിനെക്കുറിച്ച് ഇൻഡെപ്ത് അറിയണം എന്നുള്ളവർക്ക് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. ചിലപ്പോൾ എന്താണെന്ന് പറയുമോ, ഞാൻ പറയാൻ കാരണം നമ്മൾ ഈ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് അകൽച്ച സംഭവിച്ചു പോകും. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ മെയിൽ ചിമ്മിനെ കുറിച്ച് പറഞ്ഞ് മെയിൽ ചിമ്മിൽ നിന്ന് ചിലപ്പോൾ ന്യൂസ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ് ന്യൂസ് ലിസ്റ്റിന് ചിലപ്പോൾ ഗൂഗിൾ ആഡ്സ് ഇല്ല, അല്ലെങ്കിൽ വേറൊരു ഇടത്ത് നിന്ന് നമ്മളൊരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് അവിടെ നിന്ന് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഈ ഫോൺ നമ്പർ ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയും. കാരണം ഇതിനകത്തോട്ട് കയറ്റണം, അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് അതിനകത്തോട്ട് കയറ്റണം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇമെയിൽ അഡ്രസ് ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഇമെയിൽ അഡ്രസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലഗിൻ ഉണ്ട്, ക്രോം എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പൊ ഈ ക്രോം എക്സ്റ്റൻഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും നിങ്ങളൊരു ഈ വല്ല എന്താ പറയുക അപകടകാരിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വൈറസ് ചെക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ പോയിന്നിരിക്കും. ഓക്കെ. അപ്പൊ എവിടെ എത്തി? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താന്ന് പറയണത് നിന്ന് നമ്മുടെ ക്രോമിന്റെ ഉള്ളിൽ വൈറസിന്റെ ചെക്കിങ് വരെ എത്തി സാധനം. കണക്ഷൻ ഇത്ര പ്രശ്നമാണ്, ഇത് അവിടെ ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിച്ച പ്രശ്നമാണ്. അപ്പൊ എങ്ങനെയൊക്കെ കോണ്ടെക്സ്റ്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങിയാലും എൻഡിൽ നിങ്ങൾ തുടക്കത്തിലായിട്ട് ബന്ധം വരുത്തിയിരിക്കണം, തുടക്കത്തിലെ കണക്ഷൻ ഉണ്ടാക്കിയിരിക്കണം. അപ്പൊ ഇത്ര കാര്യം മനസ്സിലാക്കുക. കോണ്ടെക്സ്റ്റ് ആ ടോപ്പിക്ക് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യണം. സെന്റൻസ് ടു സെന്റൻസ്, പാരഗ്രാഫ് ടു പാരഗ്രാഫ് എല്ലാം തമ്മിലുള്ള ബന്ധം കറക്റ്റ് ആയിരിക്കണം. തുടക്കത്തിൽ തന്നെ മൊത്തത്തിലുള്ള ഫ്ലോ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ കറക്റ്റായിട്ട് പ്രതിപാദിക്കാൻ പറ്റിയാൽ ബൈ എഴുത്ത് അല്ലെങ്കിൽ ടേബിൾ ഓഫ് കണ്ടൻസ് എഴുതാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. പിന്നൊന്ന് ലാസ്റ്റത്തെ ഏരിയയും ഫസ്റ്റത്തെ ഏരിയയും, അതായത് ഈ എന്റെ ടോപ്പിക് ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ അവിടെയും കൂടി ബിൽഡ് ചെയ്താൽ വായിക്കുന്ന ഒരാളെ തന്നെ ആലോചിക്കും. നിങ്ങൾ ഇതിനെ NLP ഗൂഗിളിനെ കൂടി വായിക്കുന്ന ആൾക്ക് പോലും അതാണ് സംഭവം. അപ്പൊ ആ രീതിയിൽ കോണ്ടെക്സ്റ്റ് ടോപ്പിക് ഇതിലൂടെ ഫ്ലോ ചെയ്യണം. ഇത് ടോപ്പിക്കൽ റെലവൻസിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത് ഈ പറഞ്ഞാല്? ആർക്കും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ. രണ്ടാമത്തെ കേസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ് ടോപ്പിക്കൽ കവറേജ്. ടോപ്പിക്കൽ കവറേജ് അല്ല കോണ്ടെക്സ്റ്റൽ കവറേജ് എന്ന് പറയുന്ന സാധനം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ആദ്യം പറഞ്ഞ കേസില്ലേ, ഞാൻ ആദ്യം പറഞ്ഞത് ഇച്ചിരി അങ്ങോട്ട് മാറിപ്പോയപ്പോ അച്ചാറിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും പറഞ്ഞത്. അതായത് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ എന്തിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് പൊതുവെ അതാണ് ആ ടോപ്പിക്കിനെ കുറിച്ച് അല്ലെ. നമ്മളിപ്പോ ഒരു സിനിമയുടെ കഥ പറയുമ്പോൾ ഈ കൂട്ടത്തില് ആ സിനിമയുടെ കഥ പറയുന്നതിന്റെ കൂട്ടത്തില് ആ സിനിമ പൃഥ്വിരാജിന്റെ ഇടയിൽ പൃഥ്വിരാജിന്റെ ഫാമിലിനെ കുറിച്ച്, പൃഥ്വിരാജിന്റെ അച്ഛനെ കുറിച്ച്, അച്ഛന്റെ പഴയകാല സിനിമയെ കുറിച്ച് 1 മണിക്കൂർ സംസാരിക്കുകയും ആ സിനിമയെ കുറിച്ച് 5 മിനിറ്റ് മാത്രം സംസാരിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്ക് പൊതുവെ പൃഥ്വിരാജിന്റെ ബയോഗ്രഫി അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ ഫാമിലിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക് ആയിപ്പോയി. മനസ്സിലായി? അപ്പൊ ഇത് ബുദ്ധിപൂർവ്വം എപ്പോഴും ആലോചിക്കേണ്ടതാണ്. SEOക്കാർ എപ്പോഴും ബുദ്ധിയുള്ള സംഭവമാണ്. ഒരു കണ്ടന്റ് എഴുതുമ്പോൾ ആ കണ്ടന്റിന് കുറച്ച് ദൂരെയുള്ള, അതായത് ആ കണ്ടന്റിനോട് നമ്മുടെ മെയിൻ ടോപ്പിക്കിനോട് അത്ര അലൈൻഡ് എന്ന് പറഞ്ഞാൽ അലൈൻഡ് ആയിരിക്കും, നമ്മൾ എഴുതി പോകുമ്പോൾ അലൈൻഡ് ആയിരിക്കും. പക്ഷെ എന്നാൽ പോലും അത്രക്കും അതല്ലാത്ത ഒരു ടോപ്പിക്കിൽ മെയിൻ കൂടുതലായിട്ട് പരാമർശിക്കരുത് എന്ന് വെച്ചാൽ മറ്റുള്ളത് പ്രതിപാദിക്കുന്നതിനേക്കാളും കൂടുതൽ ഓവറോൾ ഇവനെ കുറിച്ച് പറഞ്ഞു പോകരുത്. ഇവനെ കുറിച്ച് പറഞ്ഞു പോയാൽ ഇത് വായിക്കുന്ന ഒരു മനുഷ്യനാണ് ശരി, NLP ആണ് ശരി, ഇതിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് വെയിറ്റേജ്. അപ്പൊ നമ്മളിപ്പോ പറയാൻ ഉദ്ദേശിച്ച മെയിൻ ടോപ്പിക്കിനേക്കാളും കൂടുതൽ വെയിറ്റേജ് ഇവർ വന്നു. ഇതാണ് കോണ്ടെക്സ്റ്റൽ കവറേജ് അല്ല ടോപ്പിക്കൽ കവറേജ്. ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് ഈ പേജിൽ ഏറ്റവും കൂടുതൽ കവറേജ്, എത്രത്തോളം കവർ ചെയ്തിരിക്കുന്നു എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോ ടോപ്പിക്കൽ കവറേജ് ഇമ്പോർട്ടന്റ് ആണ്. അനാവശ്യമായ ഏതെങ്കിലും ടോപ്പിക്കിനകത്ത് നമ്മൾ വളരെയധികം വലിച്ചു നീട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എൻഡിയർ കവറേജിൽ ആ സാധനത്തിന് വെയിറ്റേജ് കൂടും, മെയിൻ ടോപ്പിക്കിന് ഈ ഡോക്യുമെന്റിൽ വെയിറ്റേജ് കുറയും. അതുവഴി ഈ ഡോക്യുമെന്റ് റെലവൻസി സ്കോർ കുറയും. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ടോപ്പിക്കൽ കവറേജ് എന്താന്നുള്ളത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടല്ലോ അപ്പൊ ചോദിച്ചു പോകട്ടോ. ഓക്കെ. അപ്പൊ പല സമയത്തും നമുക്ക് ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞ് കൊതി തീരൂല. അതായത് നമ്മൾക്ക് അതിനെ കുറിച്ച് കുറേയധികം പറയാനുണ്ടാവും, വളരെയധികം കാര്യങ്ങൾ നമുക്ക് പറയണമെന്ന് തോന്നും. നമുക്ക് അതിനെ കുറിച്ച് 6-8 പാരഗ്രാഫ് പറയാനുണ്ട്. എന്ത് ചെയ്യും?
ഇവിടെയാണ് നമ്മൾ അടുത്ത ആർട്ടിക്കിൾ എഴുതണം. നമ്മൾ അതിനെക്കുറിച്ച് പറയാമെന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വായിക്കാൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു സ്ഥലത്ത് എഴുതിയേക്കാം, വേറൊരു ആർട്ടിക്കിൾ എഴുതുക, എന്നിട്ട് പരസ്പരം ബന്ധിപ്പിക്കുക, ഇന്റേണൽ ലിങ്കിങ്. അപ്പൊ എന്ത് പറ്റി? അഡീഷണൽ മൈലേജ് ആയി. എന്താണെന്നറിയോ, അടുത്ത ഇതിനകത്തൊക്കെയാണ് ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റ് ഈ ടോപ്പിക്കൽ റെലവൻസിയിലേക്ക്. അതായത് എന്താണ് ഇപ്പൊ ഈ ഒരു പേജും ആ പേജും തമ്മിൽ ഒരു ഇന്റേണൽ ലിങ്കിങ് വന്നപ്പോ എന്താ സംഭവിച്ചത്? ഈ പേജിലെ ടോപ്പിക്കും ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പേജും തമ്മിൽ ഒരു ബന്ധമാണ് ഉണ്ടായിരിക്കുന്നത്, ഒരു ലിങ്കിങ്. അത് ഇന്റേണൽ ആവട്ടെ എക്സ്റ്റേണൽ ആവട്ടെ എന്തുവേണേലാവട്ടെ, ഒരു ലിങ്ക് വരുമ്പോൾ ഒരു ബന്ധമാണ് സ്ഥാപിക്കുന്നത്, ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയുടെ ഇതൊക്കെ പോലെ തന്നെ ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്, ഒരു പേജും അത് നമ്മുടെ ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും അത് തമ്മിലൊരു ലിങ്ക് വരുമ്പോൾ ഈ പേജുകൾ തമ്മിലൊരു ബന്ധം ഉടലെടുക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പേജുകൾ തമ്മിൽ ഒരു ക്ലോസ് ആയിട്ടുള്ള ബന്ധം എന്നുള്ള രീതിക്കാണ് നമ്മളാണ് കാണുന്നത്. അപ്പോ ഇപ്പൊ പറയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയ ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് ലിങ്ക് ചെയ്യുമ്പോൾ ഇത് കാണുന്ന ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും ഗൂഗിളാണ് ചിന്തിക്കുന്നത് മറ്റേതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്നല്ലേ നമ്മൾ ചിന്തിക്കുക. ഇത് തന്നെയാണ് പ്രോഗ്രാംസ് ചിന്തിക്കുന്നത്. പക്ഷെ അപ്പുറം പോയി കഴിയുമ്പോഴോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പേജാണെങ്കിലോ ആ ലിങ്കിങ് ശരിയായില്ല, അതൊരു റെലവൻസി കൊണ്ടുവന്നില്ല, അത് റെലവൻസി പോയി അതില്ല, കാരണം അത് ബന്ധമില്ല. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേജ് തന്നെയാണെങ്കിലും റെലവൻറ്റ്, ആ ലിങ്കിങ് റെലവന്റ് ആണ്. അതായത് ഈ ഡോക്യുമെന്റിൽ നിന്ന് ഉള്ള ലിങ്ക് ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ കോണ്ടക്സ്റ്റിന് വളരെ റെലവന്റ് ആണ് ആ ലിങ്കിങ്. അപ്പൊ എന്ത് പറ്റി? ഇന്റേണൽ ലിങ്കിങ് എന്താ കൊണ്ടുവന്നത് ഈ പേജിലേക്ക്? റെലവൻസി സ്കോർ. അപ്പൊ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ലിങ്കിങ് ആണ്, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ലിങ്കുകൾ. ബേസിൽ എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ബേസിൽ ബോബൻ ഇല്ലേ? ഞാനിതിപ്പോ കേട്ടതിന് ശേഷം ഡൗട്ട് ചോദിക്കാന്ന് കുഴപ്പമില്ല. അപ്പോ ഈ ഇന്റേണൽ ലിങ്കിങ് ഓർ എക്സ്റ്റേണൽ ലിങ്കിങ്ങും നമ്മൾക്ക് എന്ത് വരും എന്ന് പറഞ്ഞാൽ റെലവൻസി സ്കോർ അഗെയിൻ കൊണ്ടുവരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജിൽ നിന്ന് മറ്റു പേജുകളിലേക്ക് ലിങ്ക് ചെയ്യുമ്പോൾ ഞാൻ നേരെ പറഞ്ഞു ഒരു സിമാൻറ്റിക്കൽ നെറ്റ്വർക്കാണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്. സിമാൻറ്റിക്കൽ കണക്ഷൻസ് അഗെയിൻ പേജിന്റെ ഉള്ളിൽ മാത്രമല്ല കണക്ഷൻ, കണ്ടന്റുകൾ തമ്മിലും കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡിഫറെന്റ് പേജസ് തമ്മിൽ ലിങ്ക് വരുമ്പോൾ ഈ പേജും ആ പേജും തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അഗെയിൻ പറയുന്ന വെക്ടേഴ്സിന്റെ ഉള്ളിൽ ഇതിനുള്ള ഡിസ്റ്റൻസ് ഒക്കെ കുറയും. ഒരു പേജിൽ നിന്ന് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് കുറെ ലിങ്കുകൾ ഒരു പേജിലേക്ക് വരുമ്പോൾ അത് ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന ഇതായിട്ട് റിലേറ്റഡ് വളരെ റെലവൻസി സ്കോറാണ് വർദ്ധിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു ജാവ ഓൺലൈനായിട്ട് പഠിക്കുക എന്നൊരു സെർച്ചിൽ പല സ്ഥലങ്ങളിൽ നിന്നും ജാവ ഓൺലൈനായിട്ട് പഠിക്കുക എന്ന കാര്യത്തിലേക്ക് ഈ പേജിലേക്ക് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് റെലവൻസി സ്കോർ വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ ഈ ടോപ്പിക് വായിക്കുന്ന സ്ഥലത്ത് നിന്ന് പല സ്ഥലങ്ങളിലേക്കും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം വളരെ ക്ലോസ് ആയിട്ട് നിൽക്കണം ഏകൈൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ലിങ്കിങ്ങും റെലവൻസി സ്കോർ വർദ്ധിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ടോപ്പിക്കൽ റെലവൻസി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെയും നേരത്തെ ഞാൻ പറഞ്ഞ കോണ്ടക്സ്റ്റൽ ഫ്ലോ ബുദ്ധിപരമായിട്ട് കിട്ടണം. കാരണം ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഇന്റന്റിനോട് ലിങ്ക് ചെയ്യുക, തോന്നണ പോലെ ലിങ്ക് ചെയ്തിട്ട് കാര്യമില്ല. എഗെയിൻ SEO എന്നൊരു പേജിൽ നിന്ന് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ SEO എന്ന ഒരു ഇതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക്, ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ടോപ്പിക്കുകളിലേക്ക് ലിങ്ക് ചെയ്യുന്നവരും ആ റെലവൻസി സ്കോർ വർദ്ധിക്കും. ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക്, ദൂരെയുള്ള കോണ്ടക്സ്റ്റ് കുറച്ചും കൂടി അകലം കൂടിയ കോണ്ടക്സ്റ്റുകളിലേക്ക് ലിങ്ക് ചെയ്യുന്നവരും റെലവൻസി കുറഞ്ഞു. അപ്പോ ബുദ്ധിപൂർവ്വം ആലോചിക്കുക, ഇന്റേണൽ ലിങ്കിങ് ഇമ്പോർട്ടന്റ് ആണ് പോലും എങ്ങോട്ടേക്ക് ലിങ്ക് ചെയ്യുന്നു അതിനുപയോഗിക്കുന്ന ടെക്സ്റ്റ് എന്താണ്, ആ അപ്പുറത്തെ പേജിലെ കണ്ടന്റ് എന്താണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതും കൂടി അലൈൻഡ് വരുമ്പോൾ ഗെയിൻ റെലവൻസി സ്കോർ വർദ്ധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ടോപ്പിക്കൽ ഫ്ലോ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. രണ്ട്, നമ്മുടെ ടോപ്പിക്കൽ കവറേജ് ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തത് ആ ഇന്റേണൽ ലിങ്കിങ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ ലിങ്കിങ് എന്തിലേക്ക് ഇന്റേണൽ ലിങ്ക് ചെയ്യുന്നു, അതായത് അത് അത്രയും റെലവന്റ് ആണ് എന്നുള്ളതാണ്. അത്രയും റെലവൻസി കൂട്ടും. ബന്ധമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തുകൊണ്ട് ക്രോൾ റേറ്റ് ഒക്കെ കൂട്ടാനും സൈറ്റിന്റെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ആണെങ്കിലും റെലവൻസി സ്കോറിനെ കാര്യമായിട്ട് ബാധിക്കില്ല അത്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ചിലർ പറയുന്നത് ഇവരോട് ഇന്റേണൽ ലിങ്കിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റേണൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്, കുറെ ബാക്ക് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ സംഭവം തീർന്നില്ലെന്ന് പറഞ്ഞാൽ അതിന് റെലവൻസി കിട്ടണ്ടേ? റെലവൻസി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിക്കുക. ആ പേജിന് റെലവൻസി കൂട്ടണം എന്നുണ്ടെങ്കിൽ ആ പേജിന് റെലവന്റ് ആയിട്ടുള്ള മറ്റു പേജുകൾ ക്രിയേറ്റ് ചെയ്യുക, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന മറ്റു പേജുകൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പേജിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇന്റേണൽ ലിങ്കിങ് കൊടുക്കുക. റെലവൻസി ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തോന്നുന്ന പോലെ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതാതെ നമ്മൾ ഓരോ ആർട്ടിക്കിൾ എഴുതിയാൽ ആ ആർട്ടിക്കിളിനോട് ചേർന്ന് നിൽക്കുന്ന, ക്ലസ്റ്ററിൽ ചേർന്ന് നിൽക്കുന്ന, നമ്മൾ ബന്ധം പറയുമ്പോൾ തൊട്ടടുത്ത ആളെ കുറിച്ച് പറയുക, അല്ലാതെ അതിന്റെ അപ്പുറത്തേക്കുള്ള ആളെ കുറിച്ച് പറയാതെ ചേർന്ന് നിൽക്കുന്ന ടോപ്പിക്കുകളെ കുറിച്ച് എഴുതുക.
ഇന്റേണൽ ലിങ്ക് ചെയ്യുക. ഇതിന്റെ റെലവൻസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കും, മറ്റു ഡോക്യുമെന്റുകളുടെ റെലവൻസ് വർദ്ധിക്കും. ആ ഒരു ഡോക്യുമെന്റുകളോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ പറയാം, ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും അത് പോകുന്നത്. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി ഇതൊരു ബേസിക് കാര്യം, എപ്പോഴും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടേണ്ട ഒരു ബേസിക് കാര്യമാണ് ഈ പറയുന്ന. ഇതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. നമ്മൾ SEO ഒക്കെ പഠിക്കുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ളത് റെലവൻസി, പണ്ടത്തെ റെലവൻസി അത് ഇപ്പോഴും സെയിം ഇമ്പോർട്ടൻസ് ഇപ്പോഴും ഉണ്ട്. റെലവൻസി എന്താണ്? മെയിൻ ഹെഡിങ്, നമ്മുടെ കീവേഡ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് മെയിൻ ഹെഡിങ് ശ്രദ്ധിക്കണം, ഫസ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിക്കണം, കീവേഡ് വെച്ചോ ടോപ്പിക് അങ്ങനെയല്ല, സബ് ഹെഡിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അക്കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല, കാരണം അതെല്ലാവർക്കും അറിയാം. ബേസിക് ഇത് വരുന്നതാണ്, അത് ഈ റെലവൻസി കൂട്ടുന്ന സംഭവമാണ്, എവിടെയാണ് വരുന്നത്. രണ്ടാമത് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ടോപ്പിക് ആണെങ്കിലും കീവേഡ് ആണെങ്കിലും, കീവേഡ് സെയിം കീവേഡ് ഉപയോഗിക്കണം എന്നില്ല, കീവേഡിന്റെ വേരിയേഷൻസ് LSI എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. കാര്യം മനസ്സിലാവാതിരിക്കും, നമ്മൾ എങ്ങനെ പറഞ്ഞാലും അവർക്ക് കാര്യം മനസ്സിലാവും. അപ്പോ അത് എവിടെയാണ് വരുന്നത് എന്നുള്ളതിന് അടുത്ത വെയിറ്റേജ് ഉണ്ട് റെലവൻസിക്ക്. ഞാൻ ആ ഫ്ലോ പറഞ്ഞു, കവറേജും പറഞ്ഞു, ഇന്റേണൽ ലിങ്കും പറഞ്ഞു. ഇനി ഈ വാക്കുകൾ, ഈ കാര്യങ്ങൾ എവിടെയാണ് പ്രതിപാദിക്കുന്നത്? ഉറപ്പായിട്ടും നമുക്കറിയാം, ഏറ്റവും തുടക്കം, ഫസ്റ്റ് പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ എൻറ്റയർ ഡോക്യുമെന്റിൽ എവിടെയാണ് എന്നുള്ളതിന് നമ്പർ 1. നമ്പർ 2, ഒരു പാരഗ്രാഫിൽ എവിടെയാണ് എന്നുള്ളതിൽ നമ്പർ 2. എഗെയിൻ ഒരു സെന്റൻസിനുള്ളിൽ എവിടെയാണ് എന്നുള്ളതിൽ നമ്പർ 3. അപ്പൊ അതായത് നമ്മളൊരു കണ്ടന്റ് പറയുന്നു, ഫസ്റ്റ് പാരഗ്രാഫിനെ ഹൈലി ഇന്റന്റ് ആണ്, നമ്മുടെ ഈ ടോപ്പിക്കായിട്ട് വെൽ അലൈൻഡ് ആണ്. ഓക്കെ, വെയിറ്റേജ് കിട്ടി. അതുപോലെ തന്നെ ഗൂഗിൾ നോക്കുന്ന മറ്റൊരു കേസാണ്, നമ്മുടെ ഈ കീവേഡ്സ് ആണെങ്കിലും ശരി, നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് കീവേഡ്സുകളാണ്. കീവേഡ്സുകളിൽ നിന്നാണ് ടോപ്പിക്കുകളെല്ലാം മനസ്സിലാവുന്നത്. അപ്പൊ ഇതൊക്കെ എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? കീവേഡ് എന്ന് പറഞ്ഞാൽ സെയിം കീവേഡ് ആണ്, സെർച്ച് ചെയ്ത സെയിം കീവേഡ് എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞ ഒരു കളക്ഷൻ ഓഫ് കീവേഡ്സ് ആണ് ബേസിക്കലി ഒരു ഇന്റന്റ് അല്ല ടോപ്പിക് എന്ന് പറഞ്ഞാൽ, കളക്ഷൻ ഓഫ് കീവേഡ്സ്. അത് റിലേറ്റഡ് 100-150 കീവേഡ്സുകളാവാം, എന്തോട്ടെ. ഇത് എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് എവിടെയാണ് പരാമർശിക്കുന്നത്? അത് ഫസ്റ്റ് പാരഗ്രാഫിലാണ് ഞാൻ പറഞ്ഞു, വെയിറ്റേജ് കൂടി. അതുപോലെ തന്നെ ഒരു പാരഗ്രാഫിൽ എവിടെയാണെന്നുള്ളത്. രണ്ടാമത്, ഒരു പാരഗ്രാഫിൽ ഒരു സംശയം വേണ്ട, ഫസ്റ്റ് ലൈൻ അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ. ഫസ്റ്റ് ലൈനിന്റെ അത്ര വെയിറ്റേജ് സെക്കൻഡ് ലൈൻ ഇല്ല. അപ്പൊ ഒരു പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കണമെങ്കിൽ അടുത്ത പേജ് ഇങ്ങനെ കൂട്ടുക. എഗെയിൻ മൂന്നാമത്തെ കേസ്, ഒരു സെന്റൻസിനുള്ളിൽ എവിടെയാണ് ഈ വാക്ക് വരുന്നത് എന്നുള്ളത്. എവിടെയും ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും വെയിറ്റേജ് ഫസ്റ്റ് പോർഷൻ ആണ്. തുടക്കം ഇതിൽ തുടങ്ങുക എന്നുള്ളത് ഫസ്റ്റ് പോർഷൻ, സെന്റൻസിന്റെ ഫസ്റ്റ് പോർഷൻ ഏറ്റവും വെയിറ്റേജ്. പിന്നത്തെ വെയിറ്റേജ് മറ്റേ സെന്റൻസിന്റെ ലാസ്റ്റ് ആണ്, മിഡിലല്ല കേട്ടോ, ലാസ്റ്റ് ആണ്. അപ്പൊ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിന്റെ തുടക്കവും മറ്റേത് ഒരു സെന്റൻസിന്റെ അവസാനവുമാണ്. ഏറ്റവും കുറവ് വെയിറ്റേജ് മിഡിൽ പോർഷൻ ആണ്. ഇത് നിങ്ങളുടെ മൈൻഡിൽ എടുക്കാം കേട്ടോ. തുടക്കം ഫസ്റ്റ്, ഒടുക്കം സെക്കൻഡ്, മിഡിൽ തേർഡ്. ഈ രീതിയിൽ തന്നെയാണ് എന്റെ കണ്ടന്റിന്. ഫസ്റ്റ് പോർഷൻ ഹൈലി വെയിറ്റേജ്, മിഡിൽ പോർഷൻ ഉള്ളതിന് അതായത് ഒരു 50%, ഒരു 50% തുടങ്ങിയിട്ട് ഒരു 70-80% വരെയുള്ള ഏരിയയിലെ കണ്ടന്റിന് അതിന് വെയിറ്റേജ് കുറച്ച് കുറവായിരിക്കും. ഏറ്റവും വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് പാരഗ്രാഫ്. പിന്നത്തെ വെയിറ്റേജ് പോകുന്നത് ലാസ്റ്റത്തെ പാരഗ്രാഫിന് വെയിറ്റേജ് പോകുന്നുണ്ട്. എന്ന് ലാസ്റ്റത്തെ പാരഗ്രാഫിൽ കൊണ്ടത് മാത്രം എഴുതിയിട്ടല്ല. അപ്പോൾ ഫസ്റ്റ് ഓർ സെക്കൻഡ് പാരഗ്രാഫ് ശ്രദ്ധിക്കുക, ലാസ്റ്റ് പാരഗ്രാഫ് നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഒരു സെന്റൻസുകൾ, ഒരു പാരഗ്രാഫ് ഞാൻ പറഞ്ഞു, ഒരു പാരഗ്രാഫിന്റെ തുടക്കത്തെ സെന്റൻസുകൾ ആണ് ഏറ്റവും ഹൈലി വെയിറ്റേജ് കൊടുക്കുക. മിഡിൽ സെന്റൻസുകൾ, ആ പാരഗ്രാഫിന്റെ ആദ്യത്തെ 2-3 സെന്റൻസും അവസാനത്തെ 2-3 സെന്റൻസിനും ആ കോൺടെക്സ്റ്റ് ആയിട്ട് വലിയ ബന്ധമില്ലാതെ നടുക്കത്തെ 1-2 സെന്റൻസ് എഴുതുന്നതിനേക്കാളും വെയിറ്റേജ് നേരെ മറിച്ചൊന്ന് ചിന്തിച്ച് എഴുതുമ്പോഴാണ്. അതുപോലെ തന്നെ ഒരു സെന്റൻസിലും ചിന്തിക്കുക. ഇതും നമ്മുടെ ഒരു പേജിലെ അതിനായിട്ടുള്ള വെയിറ്റേജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ റെലവൻസി ആണ് ഈ കൂടുക. ഞാൻ ഈ പറഞ്ഞ അത്ര കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആയ ഒരു കൈവക്ക്. ഓക്കെ. അപ്പൊ ഇനി ഈ ഒരു ആംഗിളിൽ നിങ്ങൾ എല്ലാ കണ്ടന്റിന്റെയും നോക്കി കാണാൻ പറ്റിയാൽ ഓൾമോസ്റ്റ് നിങ്ങൾ ഓക്കെയാണ്. ഞാൻ പറയും ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഈ ഫ്ലോ കറക്റ്റ് ആക്കുക, എന്താണ് അതിന്റെ കവറേജ് കറക്റ്റ് ആക്കുക, ഇന്റേണൽ ലിങ്ക് കറക്റ്റ് ആക്കുക, ഇതിനെ പ്രതിപാദിക്കുന്ന വേർഡുകളുടെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിങ് വരുത്തുക. ഞാൻ വേറെ മറ്റേ ആൻസർ കാൻഡിഡേറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് നമുക്ക് പിന്നീട് വിശദമായിട്ട് പിന്നീട് പഠിക്കാം. വേറെ ചില സാധനങ്ങളൂടി ഇതിനകത്തോട്ട് കൊണ്ടുവന്നാൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ ഇനി ഞാൻ അടുത്തതായിട്ടൊരു സംഭവത്തിന് ഇനി ഇത്തിരി നമ്മള് വേറൊരു ഏരിയയിലേക്ക് കിടക്കണം. നമ്മൾ NLP വെച്ചും മറ്റേ മെഷീൻ ലേണിംഗ് വെച്ചിട്ട് ഇതിനകത്ത് ഗൂഗിൾ മാത്രമല്ല രണ്ട് വിധത്തിലാണ് ഈ കണ്ടന്റിന് ഗൂഗിൾ റെലവന്റ്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ഫ്ലോ ചെയ്യണം, ഇതൊക്കെയാണ് സംഭവം. ശരി, നമുക്കറിയാം എങ്ങനെ ഫ്ലോ ചെയ്യിക്കണം, നമുക്കറിയാം. ഗൂഗിളിന് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇത് കറക്റ്റ് ഓർഡറിലാണോ പറഞ്ഞിരിക്കുന്നത്?
സംഭവം അങ്ങനെ ആലോചിച്ച് ഇത് കറക്റ്റ് ഓർഡറിലാണോ റെലവൻസിയോട് കൂടിയാണോ പറഞ്ഞിരിക്കുന്നത്? ഗൂഗിളിന് അപ്പോഴും മനസ്സിലാക്കാൻ പറ്റണ്ടേ? SEO കഴിഞ്ഞ് നേരെ മെയിൽചിമ്പിനെ കുറിച്ച് പറയുന്നതാണോ, അല്ല സോറി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ മെയിൽചിമ്പിനെ കുറിച്ച് പറയുന്നതാണോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് തൊട്ടടുത്ത് SEO കുറിച്ച് പറയുന്നതാണോ, ഏതാണ് ഏറ്റവും നല്ല ഫ്ലോ, ഏതാണ് ഏറ്റവും നല്ല റെലവൻസി എന്നുള്ളത് ഗൂഗിളിന് എങ്ങനെ മനസ്സിലാവും? അല്ലേ? ഇവിടെ രണ്ട് കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ പല ആൾക്കാരും മിക്സ് ചെയ്ത് ചിന്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ട് വിധത്തിൽ ചിന്തിക്കുന്നത്. ഒരു സൈഡിൽ മെഷീൻ ലേണിംഗ് ആണ്, ഒരു സൈഡിൽ മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മെഷീൻ ലേണിംഗ് കേൾക്കാത്തവരുണ്ടായി കൂട്ടത്തില്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതിന് ഇൻഡെപ്ത് മെഷീൻ ലേണിംഗിന്റെ ടെക്നിക്കൽ സൈഡൊന്നും പോകണ്ട. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ AI വരുന്ന ഒരു ഇതാണ്. അത് ഡിഫറെന്റ് പാറ്റേൺസിൽ ഡിഫറെന്റ് നമ്മൾ സ്വയം പഠിക്കും. ഡിഫറെന്റ് സെറ്റ് ഡാറ്റകൾ നമ്മൾ സ്വയം പഠിച്ചുകൊണ്ടിരിക്കും മെഷീൻ ലേണിംഗ്. അവര് അത്രയും പഠിച്ചാൽ മതി. എക്സാക്ട്ലി ഇങ്ങനെ എടുക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക്കാണ്. ജസ്റ്റ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുക. നിലവിലെ അവൻ, ഞാൻ പറഞ്ഞ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്ത് കേൾക്കാട്ടോ. നിലവിലെ ഡാറ്റകളിൽ നിന്ന് അവരുടെ ക്യാമറ ഓണായി കിടപ്പുണ്ട് കേട്ടോ. അറിയാതാണെങ്കിൽ ഓഫ് ചെയ്തോ, അബദ്ധം പറ്റണ്ട. അപ്പോ എന്താ പറഞ്ഞ, അതായത് നിലവിലുള്ള ഡാറ്റകളിൽ നിന്നാണ് അവൻ പഠിക്കുന്നത് മെഷീൻ ലേണിംഗ്. ഓക്കെ, ഇപ്പുറത്തെ സൈഡില് നമ്മുടെ ഉള്ളത് എൻറ്റിറ്റി നോളജ് ഗ്രാഫാണ്. ഈ രണ്ട് സാധനം ഉപയോഗിച്ചാണ് അവൻ ഈ കണ്ടന്റിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് രണ്ടിനെ രണ്ടായിട്ട് തന്നെ കണക്കാക്കി ചിന്തിക്കണം. മിക്സ് ചെയ്യരുത്. ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് ചിന്തിക്കുന്നത്. മിക്സ് ചെയ്ത് ചിന്തിക്കരുത്, രണ്ടായിട്ട് ചിന്തിക്കുക. അതായത് മെഷീൻ ലേണിംഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ടോപ്പിക്കൽ വൈസ് ആണ് ചിന്തിക്കുന്നത്. ഇപ്പുറമുള്ള ഞാൻ പറഞ്ഞ എൻറ്റിറ്റി നോളജ് ഗ്രാഫ് എൻറ്റിറ്റി വൈസും ആണ് ചിന്തിക്കുന്നത്. രണ്ട് ലെവലിലാണ്. രണ്ട് കൂട്ടി യോജിക്കുന്നില്ല ഓരോരുത്തരും. രണ്ട് അൽഗോരിതങ്ങളായിട്ടും പോകുന്നു. അപ്പൊ ടോപ്പിക് വൈസ് ചിന്തിക്കുന്നവർന്നാണ് അതെനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാരെ കുറച്ചും കൂടി ബോധേഡായിരിക്കും. അറിഞ്ഞോ അറിയാതെയോ ബോധേഡായിരിക്കും അതിനെ കുറിച്ച്. ടോപ്പിക് വൈസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വേൾഡിൽ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അവന്റെ കയ്യിലുള്ള ഡാറ്റ എന്താണ്, ഗൂഗിളിന്റെ കയ്യിലുള്ള ഡാറ്റ എന്താണ്? നിലവിൽ ഒന്നും വേണ്ട. ഞാനിപ്പോ ഇതിനകത്ത് ആരാണ് ഇപ്പൊ ഇതിനകത്ത് സംസാരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, ആർക്ക് മുമ്പോട്ട് വരാൻ പറ്റും? അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു കണ്ടന്റ് റൈറ്റർ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് എഴുതി തന്നു, ഒരു ടോപ്പിക്ക് നിങ്ങൾ കൊടുത്തു. നിങ്ങൾക്ക് അറിയാത്ത ഒരു ടോപ്പിക്കാണ്, എന്തോ ഒരു ടോപ്പിക്. നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് എഴുതി തരണം എന്ന് പറയുകയാണ്. കണ്ടന്റ് റൈറ്റർ ആ കണ്ടന്റ് നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇയാൾ ഇതിനെക്കുറിച്ച് വിശദമായി എല്ലാത്തിനെയും കുറിച്ച് എഴുതിയിട്ടുണ്ടോ, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യും? നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്കാണ്, നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യും? പറയും. കോമൺ സെൻസോട് കൂടി പറഞ്ഞാൽ വലിയ തിയറിയും ടെക്നിക്കലൊന്നും ഇല്ല അത്. നിങ്ങൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഒരു കണ്ടന്റ് റൈറ്റർ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാത്ത ഒരു ടോപ്പിക്ക് നിങ്ങൾ അതിനെക്കുറിച്ച് എഴുതണമെന്ന് ആവശ്യപ്പെട്ടു, അയാൾ അത് എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ അയാൾ അതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ തപ്പും നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. കറക്റ്റാണ്. നിലവിൽ അത് കറക്റ്റാണ്. അപ്പൊ എക്സാക്ട്ലി ആൻസർ ആണ് പറഞ്ഞത്. അത് നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് പ്രൂഫ് റീഡിങ്, റിസർച്ച് ഓൺ ഗൂഗിൾ, അതൊക്കെ തന്നെ. നിലവിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ആൾക്കാരുടെ കണ്ടന്റ് എടുത്ത് നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് അറിയാത്ത ടോപ്പിക്കാണ്. നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ സൈറ്റ് എടുക്കും. ആദ്യത്തെ സൈറ്റിൽ അവൻ ടോപ്പിക് 1 അതിനെക്കുറിച്ച് പറഞ്ഞു, ടോപ്പിക് 2 ഇതിനെക്കുറിച്ച് പറഞ്ഞു, ടോപ്പിക് 3 ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ അവന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു സൈറ്റ് എടുത്തപ്പോഴും രണ്ടാമത്തെ സൈറ്റ് എടുത്തപ്പോഴും മറ്റേ ആദ്യത്തെ സൈറ്റിൽ പറഞ്ഞേക്കണ അതേ കാര്യങ്ങൾ അവരും പറഞ്ഞിട്ടുണ്ട്. വേറൊരു സൈറ്റ് എടുത്തപ്പോഴും മറ്റൊരു 2 സൈറ്റും പറഞ്ഞേക്കണ ഒരു 90% കാര്യങ്ങൾ പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ആൾ എഴുതിയത് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ 3 സൈറ്റ് പറഞ്ഞേക്കണ ഒറ്റ കാര്യവും ഇല്ല. എന്ത് സംഭവിക്കും നമുക്ക്? ഇത് തന്നെയല്ലേ ഗൂഗിളിനെ സംഭവിക്കുക. ബേസിക്കലി ചിലപ്പോൾ ഇവന്റെ അതീന്ദ്രിയമായ ബുദ്ധിയായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവൻ അതിനകത്ത് അവരാരും പറയാത്ത ആംഗിളിൽ വേറെ പലതും അവൻ പറഞ്ഞു കാണും. അതിന് വളരെ ഇതായിട്ട് അവൻ പറഞ്ഞു കാണും ചിലപ്പോ. പക്ഷേ നമുക്ക് ഈ കണ്ടന്റിനെ കുറിച്ച് അറിയില്ലല്ലോ. നമ്മൾ നിലവിലുള്ള കണ്ടന്റിനെ വെച്ച് ഇതിനെ നോക്കുമ്പോൾ എന്താണ്, ഇതിനകത്ത് അവരാരും പറഞ്ഞ കണ്ടന്റ് ഇല്ല, ഇത് റെലവെന്റ് അല്ല. നമ്മൾ അവന്റെ അടുത്ത് പറയണം, മറ്റവൻ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്ത് കാണുന്നില്ലല്ലോ, ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് അപ്പം പറയും അതല്ല, അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്, അതൊക്കെ നമുക്ക് ഇതാണ് വേണ്ടത് ശരിക്കും എന്നായിരിക്കും ഇവന്റെ ഭാഷ്യം. ഇത് തന്നെയാണ് ഗൂഗിളിന് സംഭവിക്കുന്നത്. ഇവിടെ ഗൂഗിളിന്റെ മെഷീൻ ലേണിംഗ് ആണ് പ്രവർത്തിക്കുന്നത്. മെഷീൻ ലേണിംഗ് നിലവിലെ എക്സിസ്റ്റിംഗ് ഡാറ്റകളിൽ നിന്നാണ് ടോപ്പിക്കിന്റെ റിലേറ്റഡ് ടോപ്പിക്സ് എപ്പോഴും കണ്ടുപിടിക്കുന്നത്. ഒരു ടോപ്പിക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പേജുകളിൽ അവൻ എന്തിനൊക്കെ കുറിച്ചാണ് കവർ ചെയ്യുന്നത് എന്നുള്ള ധാരണ ഈ മെഷീൻ ലേണിംഗിനുണ്ട്, ഗൂഗിൾ അടക്കമുള്ള എല്ലാത്തിനും ഉണ്ട്. അപ്പൊ അത് അവര് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഡാറ്റകളിൽ നിന്ന് അവർക്കത് ഇഷ്ടംപോലെ കിട്ടും. എന്തെല്ലാം ഇൻഫോർമേഷൻസ് ആണ് അതിനകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവാറ്. ഫോർ എക്സാമ്പിൾ, ഒരു കോഴ്സിനെ സംബന്ധിക്കുന്ന ഒരു പേജിൽ പൊതുവെ അവനറിയാം അതിനെ സംബന്ധിച്ച് എഴുതുന്ന എല്ലാവരും ആ കോഴ്സിലെ സിലബസ് ഉണ്ടാവും.
അതിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവും, അതിന്റെ ഫീസ് ഉണ്ടാവും, ട്രെയിനേഴ്സിനെ കുറിച്ചുണ്ടാവും, അതിന്റെ മറ്റേ ഇങ്ങനെ ചില കാര്യങ്ങൾ കോമൺ ആണ്, അതെല്ലാം ഉണ്ടാവും. ഇത് പ്രതീക്ഷിക്കില്ലേ? സാധാരണ ഒരു മനുഷ്യനാണ് പ്രതീക്ഷിക്കില്ലേ? അങ്ങനെ ഒരു പേജിൽ കയറി കഴിഞ്ഞാൽ എവിടെ സിലബസ് എവിടെ, ഇതെവിടെ, ഡ്യൂറേഷൻ എവിടെ, ഇതൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന കേസാണ്. ഇത് തന്നെയാണ് മെഷീൻ ലേണിംഗ് ചെയ്യുന്നത്. അപ്പോ നമ്മളുടെ ഒരു കണ്ടന്റില് ഇവര് അനലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നിലവിലുള്ള സൈറ്റുകളിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെന്റ്സുകളിൽ അവർ കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക്സ്, അവർ കവർ ചെയ്തിരിക്കുന്ന കോണ്ടക്സ്റ്റുകൾ, അവർ കവർ ചെയ്തിരിക്കുന്ന സബ് ടോപ്പിക്സ്, ഇതെല്ലാം എന്താണ് എന്നുള്ളത് അത് ട്രൈഗ്രാം അനാലിസിസ് ആണ് ഇവിടെ എടുക്കുക. അതൊരു ടെക്നിക്കൽ സൈഡിൽ അങ്ങനെ വെച്ചാൽ ട്രൈഗ്രാം എന്ന് വെച്ചാൽ 3 വേർഡ്സ് ഉള്ള വാക്കുകൾ. ഇവിടെ പൊതുവെ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഗൂഗിളിന്റെ പേറ്റൻസുകളൊക്കെ വായിച്ചാൽ മനസ്സിലാവും. ഗൂഗിൾ മിക്ക സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത് ട്രൈഗ്രാം അനാലിസിസ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് റെലവൻസി ചെക്ക് ചെയ്യാനായിട്ട് ഗൂഗിൾ ഉദ്ദേശിക്കുക സിംഗിൾ വേർഡോ 2 വേർഡോ 4 വേർഡോ 5 വേർഡോ അല്ല, 3 വേർഡാണ് ഗൂഗിൾ പലപ്പോഴും എടുക്കുക. ചില കേസുകളിൽ 4 വേർഡോ ഡിപ്പെൻസ്. മെയിൻ വേർഡ് ഇപ്പൊ 3 ലെങ്തി ആണെങ്കിൽ അത് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ 2 വേർഡ്, ചിലപ്പോൾ അങ്ങനത്തെ കേസുകളിൽ 4 വേർഡായിരിക്കും. എന്തായാലും പൊതുവെ ട്രൈഗ്രാം ആണ് ഇവർ പൊതുവെ പ്രിഫർ ചെയ്യാറ്. മറ്റേ 2 സിംഗിൾ വേർഡായിട്ട് കണക്കാക്കിയിട്ട് ബാക്കി മിനിറ്റ് അത് ഞാൻ അങ്ങനെ ഇൻഡെപ്തായിട്ട് പോകുന്നില്ല. എന്തായാലും നിങ്ങൾ അങ്ങനെ ആലോചിക്കുക, 3-4 വേർഡ്സ് ഉള്ള സംഭവങ്ങൾ ആയിട്ടാണ് നോക്കുക. അപ്പൊ എക്സിസി നോക്കുമ്പോൾ ഓരോരുത്തർ കൂടെ നോക്കുമ്പോൾ ഒരു കാര്യം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് സിലബസ്, ഡിജിറ്റൽ മാർക്കറ്റ് കോഴ്സിന്റെ ഡ്യൂറേഷൻ, കോഴ്സിന്റെ ഇത്, ഇങ്ങനെ ആ കുറെ കീവേഡ്സുകൾ അല്ല കുറെ കൺസെപ്റ്റ് ആ കോണ്ടക്സ്റ്റ് ഗൂഗിളിന് അറിയും. ഇത് തന്നെ ഇതാണ് ഈ മെഷീൻ ലേണിംഗ്. അപ്പൊ ഇത്തരം ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വെബ്സൈറ്റിൽ അവൻ ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ എക്സ്പെക്ടേഷൻ ഇതിനകത്ത് കാണുമ്പോഴാണ് അവൻ ഇത് റെലവെന്റ് ആണെന്ന് തോന്നുന്നത്. ഇതിനകത്ത് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. എക്സിസ്റ്റിംഗ് എന്റെയിലുള്ള ഡാറ്റകളിലുള്ള കണ്ടന്റുകളൊക്കെ ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോഴും റെലവൻസ് കിട്ടും. അപ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാണ് ചില കാര്യങ്ങൾ നമ്മൾ എക്സിസ്റ്റിംഗ് ടോപ്പിലുള്ള സൈറ്റുകളിൽ റാങ്ക് ചെയ്യുന്ന കണ്ടന്റുകളിൽ നിലവിൽ ടോപ്പ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് 3-4 വെബ്സൈറ്റ് എടുക്കുക. ഇതിനകത്ത് എല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ എന്തെങ്കിലും 1-2 സംഭവം വിട്ടുപോയിട്ട് നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ, ഒരു കണ്ടന്റ് ഇട്ട് നോക്കി നിങ്ങൾ റാങ്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പറ്റും. പക്ഷെ അവനെക്കാളും മികച്ച രീതിയിൽ പലതും നമ്മൾ പറഞ്ഞാണ്. പക്ഷെ നിലവിൽ അവരെല്ലാം പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ നമ്മുടെ കണ്ടന്റിൽ മിസ്സാണെങ്കിൽ ഇവൻ റാങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതിന്റെ കാരണം ഈ മെഷീൻ ലേണിംഗ് കൊണ്ടാണ്. കാരണം ഇവൻ പ്രതീക്ഷിക്കുന്നുണ്ട് 1-2 ഐറ്റം, അത് ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല. അത് മെയിൻ ടോപ്പിക്കിനോട് വളരെ അലൈൻഡാണെന്നാണ് ഇവന്റെ വിചാരം. അത് എക്സിസ്റ്റിംഗ് ഡാറ്റകളിൽ നിന്ന് കിട്ടിയതാണ്. ശരിയോ തെറ്റോ ആകാം, ചിലപ്പോൾ നമ്മുടെ കണ്ടന്റ് ആയിരിക്കും മികച്ചത്. ഇത് കാലം തെളിയിക്കും നമ്മളുടെ കണ്ടന്റിന് മികച്ചതാണെന്നുള്ളത്. ഈ ആളുകൾ പറഞ്ഞും അറിഞ്ഞും പലരും ലിങ്ക് ഒക്കെ ചെയ്ത് പതുക്കെ ഗൂഗിളിന് വേറെ സിഗ്നൽ കിട്ടും. ഇവൻ എഴുതിയതാണെന്ന് തോന്നുന്നത് അടിപൊളി. കാരണം മറ്റുള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാർ റെഫർ ചെയ്യുകയും കൂടുതൽ ആൾക്കാർ ലിങ്ക് ചെയ്യുകയും ചെയ്യുന്നത് ഇവന്റെ കണ്ടന്റിനോടാണ്. കാലം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ കണ്ടന്റ് കയറുന്നിരിക്കും. പക്ഷെ ഇനീഷ്യലി അവൻ മെഷീൻ ലേണിംഗ് അളക്കുന്നത് എക്സിസ്റ്റിംഗ് കണ്ടന്റുകളിൽ സെയിം ടോപ്പിക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കിയിരിക്കുന്ന കീവേഡ്സുകൾ, നമ്മുടെ ഭാഷയിൽ ട്രൈഗ്രാം എന്നൊക്കെ പറയാം, അത്ര കീവേഡ്സുകൾ വെച്ചിട്ട് അവൻ എപ്പോഴും ഇതിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ബെസ്റ്റ് പ്രാക്ടീസിലൊന്ന്, നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് എഴുതുമ്പോൾ നിലവിൽ ആ ടോപ്പിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റുകൾ മെയിൻ അതും വളരെ കോമൺ ആയിട്ട് വരുന്ന ട്രൈഗ്രാംസുകൾ അനലൈസ് ചെയ്യുക. ആ ട്രൈഗ്രാമുകൾ ആ 3 ഇതുള്ള കീവേഡ്സുകൾ അനലൈസ് ചെയ്തിട്ട് അത് എക്സാക്ട്ലി അതേപോലെ സെയിം ടോപ്പിക് ഇപ്പൊ സിലബസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, സിലബസ്, ഡ്യൂറേഷനെ കുറിച്ച് പറയുന്നത് ഡ്യൂറേഷൻ, സർട്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് സർട്ടിഫിക്കേഷൻ, ഇത്തരം കാര്യങ്ങളോടി നമ്മുടെ വരുന്നുണ്ട് എന്നുകൂടി മേക്ക് ഷുവർ ചെയ്യുക. അതും റെലവൻസിക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ ഈ പറഞ്ഞ ക്ലിയർ ആണോ? ഇവിടെ എങ്ങനെയാണ് മെഷീൻ ലേണിംഗ് വരുന്നത് എന്നുള്ളത്, ടോപ്പിക്കൽ കവറേജ് നോക്കുന്നത് മെഷീൻ ലേണിംഗ് വൈസ് ആണെന്നുള്ളതും, അവിടെ ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയാണ് അവർ കവർ ചെയ്ത് അവർ ധരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി അപ്പൊ ഇപ്പുറത്തെ കാര്യങ്ങൾ ഇനി ഞാൻ ഇപ്പുറം പറയുന്നത് എന്റിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ മെഷീൻ ലേണിംഗ് വെച്ച് ടോപ്പിക്കൽ കവറേജ് ആണ് കണ്ടുപിടിക്കുന്നത്. ടോപ്പിക്കൽ കവറേജ് ടോപ്പിക്കൽ കവറേജ് നിലവിലുള്ള വെബ്സൈറ്റിൽ കിടക്കുന്ന കീവേഡുകളും ആ ഒരു കോമ്പിനേഷൻസ് ഒക്കെ നോക്കി അതൊക്കെ ഇതിനകത്ത് ഉണ്ടോന്ന് നോക്കൽ മാത്രം നമ്മുടെ മനുഷ്യന്മാർ നോക്കുന്ന പരിപാടി തന്നെയാണ് അവൻ ഈ ചെയ്യുന്നത്. ഇത് പണ്ടേ തുടങ്ങിയവനുണ്ട്, ഇപ്പോഴും നല്ല 2010-11-12 സമയത്തൊക്കെ തുടങ്ങി ഇവനുണ്ട്. ഈ പരിപാടി ഉണ്ട്, ഇവന് ടോപ്പിക്കൽ കവറേജ് ഇതൊക്കെ നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പുറം വന്നവനാണ് ഈ വേറെ കുറച്ച് വിപ്ലവം ഉണ്ടാക്കിയത്. ഇപ്പുറം വന്നവനാണ് എന്റിറ്റി നോളജ് ഗ്രാഫ്. ഇനി അടുത്തതായിട്ട് ഇതേ കണ്ടന്റിനെ ഇവൻ മറ്റൊരു വിധത്തിൽ അനലൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, ഒരു കാര്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, ഡെപ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവന് മനസ്സിലാവുന്നുണ്ട്, ഫ്ലോ ഒക്കെ കറക്റ്റ് ആണ്, കവറേജ് കറക്റ്റ് ആണ്, അതൊക്കെ ഓക്കെയാണ്. ഒരു കാര്യത്തെ കുറിച്ച്
ഇവൻ പരത്തി പറഞ്ഞിട്ടുണ്ടോ, ഇൻഡെപ്ത് ആയിട്ടാണോ പറഞ്ഞേക്കണെന്ന് ഇവനെങ്ങനെ അറിയാൻ പറ്റും? ഒരു കാര്യം പരത്തി പറയാം, ഇൻഡെപ്ത് ആയിട്ടും പറയാം. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ റിലേറ്റീവ്സിനെ കുറിച്ച് പറയണതിൽ ഞാൻ പരത്തി പറയുകയാണ്. അതായത് ചുറ്റുപാടുള്ള കവറേജിൽ ഞാൻ പറയണതിൽ എന്റെ അച്ഛൻ, അമ്മ, പെങ്ങള്, വൈഫ്, പിള്ളേർ എന്നുള്ളത് പറയുമ്പോൾ എന്റെ ചുറ്റുള്ളവരായി. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കടന്നു പറയാം. എന്റെ അച്ഛന്റെ അച്ഛനമ്മയും ഇങ്ങനെയൊക്കെയായിരുന്നു, എന്റെ അമ്മയുടെ അച്ഛനമ്മയും ഇങ്ങനെയായിരുന്നു, അമ്മയുടെ ഫാമിലിയെ ഒന്ന് പറഞ്ഞ്, പെങ്ങളുടെ ഫാമിലിനെ കുറിച്ച് പറഞ്ഞു, വൈഫിന്റെ ഫാമിലിനെ കുറിച്ച് കുറച്ചും കൂടി ഡെപ്തിലേക്ക് കയറിയില്ലേ? എന്നാലും കുറച്ചും കൂടി ഡെപ്തിലേക്ക് ഞാൻ കയറി. ഇനിയും എനിക്ക് വേണ്ട ഡെപ്തിലേക്ക് കയറാം. എന്റെ വൈഫിന്റെ വൈഫിന്റെ ആങ്ങളുടെ കുട്ടികൾ, അവരെ കുറിച്ച് പറയാം, അവരുടെ ഫാമിലിനെ കുറിച്ച് പറയാം. അങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ഡെപ്തിലേക്ക് കയറിപ്പോ ഇവിടെ ശരിക്കും നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഷ്യാമിന്റെ വൈഫിന്റെ ഫാമിലി, വൈഫിന്റെ അച്ഛൻ, അമ്മ, അദ്ദേഹം മകൻ, അതിന്റെ കുട്ടികൾ, ആ ഒരു ഫ്ലോ കറക്റ്റാണ്. ഡെപ്തിലേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു എൻറ്റിറ്റീസ്, ഇതാണ് എൻറ്റിറ്റീസ്. ഗൂഗിൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എൻറ്റിറ്റീസ് എന്താന്നുള്ളതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഈ എൻറ്റിറ്റീസും ഈ എൻറ്റിറ്റി ടു എൻറ്റിറ്റി ഗൂഗിളിന് റിലേഷൻഷിപ്പ് അറിയാം, ഫ്ലോ അറിയാം. ഒരു എൻറ്റിറ്റിയും അതിന്റെ ആട്രിബ്യൂട്ട്സും വാല്യൂസും എന്താണെന്നറിയാം. ഒരു എൻറ്റിറ്റി തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയുടെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ മറ്റൊരു എൻറ്റിറ്റി ആകുമ്പോഴാണ് ഒരു എൻറ്റിറ്റിയുടെ റിലേഷൻ ആവുന്നത്. ഇപ്പൊ ശ്യാം എന്നുള്ളൊരു എൻറ്റിറ്റിയുടെ വൈഫ് എന്ന ഒരു ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണ് എന്റെ വൈഫ് ബിനശ്രീ. അത് മറ്റൊരു എൻറ്റിറ്റിയാണ്. ബിനശ്രീ എന്ന ആ എൻറ്റിറ്റിയുടെ ഒരു ആട്രിബ്യൂട്ടാണ് അദ്ദേഹത്തിന്റെ ഫാദർ എന്നുള്ളത്. അതിന് വാല്യൂ ആണ് നമ്മുടെ അമ്മായിപ്പൻ. മനസ്സിലായോ? അപ്പോ ശ്യാം, അമ്മായിപ്പൻ എന്നുള്ള രണ്ട് എൻറ്റിറ്റി തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ, ആ ഒരു ഫ്ലോ ഇവന് കിട്ടും. എൻറ്റിറ്റി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡാറ്റാബേസ് ആണ് നോളജ് ഗ്രാഫ്. ഇങ്ങനെ ഡാറ്റ എൻറ്റിറ്റീസിനെ ഇങ്ങനെ റിലേഷൻഷിപ്സ് വെച്ചിട്ട് ആട്രിബ്യൂട്ട്സും വാല്യൂസും എല്ലാം വെച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് നോളജ് ഗ്രാഫ് എന്ന ഡാറ്റാബേസ്. അപ്പോ ഈ ഞാനിപ്പം പറഞ്ഞത് NLP ആണ് ഇവിടെ കടന്നു വരുന്നത്. ഈ എൻറ്റിറ്റി, നമ്മുടെ ഈ കണ്ടന്റിലുള്ള എൻറ്റിറ്റിനെ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളിപ്പുറം പറഞ്ഞ നേരത്തെ പറഞ്ഞ മെഷീൻ ലേണിംഗ് കഴിഞ്ഞിട്ടോ, ടോപ്പിക് കഴിഞ്ഞു. അപ്പൊ ഈ എൻറ്റിറ്റി വൈസ് ഇവൻ ഇപ്പുറം നോക്കും. ഈ എൻറ്റിറ്റി വൈസ് ഇപ്പുറം നോക്കിയിട്ട് ഈ പേജിൽ ഏത് എൻറ്റിറ്റിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്, മെയിൻ വെയിറ്റേജ് ഉള്ള എൻറ്റിറ്റി ഏതാന്ന് നോക്കും. അടുത്തതായിട്ട് പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് ആണത്. മെയിൻ നമുക്ക് വരേണ്ട എൻറ്റിറ്റി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന എൻറ്റിറ്റിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻറ്റിറ്റിക്ക് നമ്മൾ കീവേഡ് കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ. പൊതുവെ അതേ വെയിറ്റേജ് തന്നെ കിട്ടണം. അതായത് തുടക്കത്തിലുണ്ടായിരിക്കണം, ഫസ്റ്റ് പാരഗ്രാഫിലുണ്ടായിരിക്കും, ആ ഒരു രീതി ഉണ്ടല്ലോ. ആ രീതിയിൽ മെയിൻ എൻറ്റിറ്റിനെ വെക്കുക. ഈ എൻറ്റിറ്റിയുടെ റിലേറ്റഡ് എൻറ്റിറ്റീസ് ഗൂഗിളിന് നന്നായിട്ട് അറിയാം. ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് എല്ലാവരും പറയാറുള്ള എൻറ്റിറ്റീസ് ആ കണക്ഷൻ ഡാറ്റാബേസിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള എല്ലാ എൻറ്റിറ്റികളെ കുറിച്ച് ഈ കണ്ടന്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടന്റ് വളരെ ബ്രോഡായിട്ട് വിശദമായി പറഞ്ഞിരിക്കുന്നു. ആ നോളജ് അവന് കിട്ടി. ഇനി നേരെ മറിച്ച് അവൻ ആ എൻറ്റിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എൻറ്റിറ്റികളെ കുറിച്ച് പറയുക മാത്രമല്ല, അവൻ റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റികളുടെ റിലേറ്റഡ് എൻറ്റിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് പറയുമ്പോൾ ഇവൻ ഇൻഡെപ്ത് ആവാൻ തുടങ്ങി എന്ന് മനസ്സിലായി. അപ്പൊ ഒരു കണ്ടന്റിന്റെ ആ ബ്രെഡ്നെസ്സും ഇത് എന്താ പറഞ്ഞ ആ ആഴത്തിലും പരത്തിയും പറഞ്ഞേക്കുന്ന ആ രീതി മനസ്സിലാക്കാൻ അവൻ ഉപയോഗിക്കുന്നത് ഇതാണ് എൻറ്റിറ്റി NLP. അപ്പൊ അവിടെ നോളജ് ഗ്രാഫും എൻറ്റിറ്റിയും ആണ് അവിടെ കയറി വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു കണ്ടന്റിന്റെ നിലവിലുള്ള കണ്ടന്റുകളായിട്ട് അനലൈസ് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് അവൻ മനസ്സിലാക്കാനായിട്ട് അവൻ ഉപയോഗിക്കുന്നത് മെഷീൻ ലേണിംഗും ട്രൈഗ്രാം അനാലിസിസും നിലവിലുള്ള ടോപ്പിക്കിൽ അതിനെ കുറിച്ചിട്ടുള്ള എഴുത്തുകളും കൂട്ടത്തിൽ അവനുള്ള ബാക്ക് ലിങ്കുകളുമാണ്. ഈ പറഞ്ഞത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞാല്? ഓക്കെ, ഇത് ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടോപ്പിക്കൽ റെലവൻസിന്റെ ഒരു കേസ് പറയുമ്പോൾ. പിന്നെ പലപ്പോഴും പറ്റുന്ന മറ്റൊരു മിസ്റ്റേക്ക്, ഈ എൻറ്റിറ്റി എന്നുള്ള ഒരു സംഭവം, ഒരു എൻറ്റിറ്റി എന്നുള്ള സംഭവത്തിനും നമ്മുടെ ടോപ്പിക്കൽ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഗൂഗിൾ സ്റ്റോർ ചെയ്യുന്ന മറ്റൊരു മെട്രിക്സ് ഉണ്ട്. എൻറ്റിറ്റി പറയുന്നിടത്ത് ഗൂഗിൾ സ്റ്റോർ ചെയ്യുന്ന മറ്റൊരു മെട്രിക്സ് ആണ് പ്രോബബിലിറ്റി. ട്രൈഗ്രാം സെക്ഷൻ എന്ന് പറഞ്ഞാലേ, ട്രൈഗ്രാം വാക്ക് അതിവിടെ കണക്കിൽ വിട്ടേ, എൻഗ്രാം അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ ട്രൈഗ്രാം എന്ന് നമ്മൾ പറയില്ലേ, കീവേഡ്സ് പറയില്ലേ, ഒരു വാക്കുള്ള കീവേഡ്, 2 വാക്കുള്ള കീവേഡ്, 3 വാക്കുള്ള കീവേഡ്, 4 വാക്കുള്ള കീവേഡ് എന്നൊക്കെ പറയുന്നത്. 4 വാക്കിന് അപ്പുറത്തേക്ക് ലോങ് ടൈൽ എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ ട്രൈഗ്രാം എന്ന് പറഞ്ഞാൽ 3 വാക്കുള്ള കീവേഡ്സ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 വാക്കല്ലേ, അത് ട്രൈഗ്രാമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 വാക്കല്ലേ, അത് ട്രൈഗ്രാം, ഡൈഗ്രാം, അങ്ങനെ എന്തുകൊണ്ട് മറ്റേ മോണോഗ്രാം, ബൈഗ്രാം, ട്രൈഗ്രാം, അങ്ങനെയാണ് അത് പോകുന്നത്. അതായത് ട്രൈഗ്രാമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്.
അപ്പൊ സിംഗിൾ വാക്ക് ടു വാക്ക് ഇത് അത് തന്നെ ടൈപ്പ് ഓഫ് എൻഗ്രാം. ചിലപ്പോ എൻഗ്രാമും ട്രൈഗ്രാമും എല്ലാവരും കേൾക്കണം എന്നില്ല. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പൊതുവെ അത് ഈ പേറ്റന്റുകളുടെ കേസൊക്കെ പറയുമ്പോഴാണ് ഈ ട്രൈഗ്രാം എൻഗ്രാം അനാലിസിസ് ഒക്കെ കയറി വരുന്നത്. അല്ലാതെ നമ്മളത് അങ്ങനെ പറയണില്ല. 3 വാക്കുള്ളത് എന്ന് ആലോചിച്ചാൽ മതി. കാരണം ഒറ്റ വാക്കുള്ളതും 2 വാക്കുള്ളതും ഒന്നും കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. ഒരാൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ 3 വാക്കോ 4 വാക്കുകളോ കീവേഡ് എടുത്താലേ നമുക്ക് ശരിക്കും ആ കോൺടെക്സ്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് ഓക്കെ. ഇനി ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ടന്റില് എൻറ്റിറ്റികൾ കൊണ്ടുവരുമ്പോഴും ടോപ്പിക് കൊണ്ടുവരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു കേസാണ് പ്രോബബിലിറ്റി. എത്ര പേര് കേട്ടിട്ടുണ്ട് ഇതിനകത്ത് പ്രോബബിലിറ്റി എന്നുള്ള ഒരു മെട്രിക്സ് ഗൂഗിൾ സ്റ്റോർ ചെയ്യുന്ന? കേട്ടവർ കൈവക്കാമോ? പ്രോബബിലിറ്റി കേട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്കാമോ? ആരുമില്ലേ? ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ പ്രോബബിലിറ്റി ഉള്ളത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഡെവലപ്പിംഗ് ബാക്ക്ഗ്രൗണ്ടും കൂടി ഉള്ളത്, ഡെവലപ്മെന്റ് ബാക്ക്ഗ്രൗണ്ടും കൂടി ഉള്ളത് കൊണ്ടാണ് അത് അറിയുന്നത്. ഗൂഗിൾ എപ്പോഴും ഒരു എൻറ്റിറ്റി സ്റ്റോർ ചെയ്യുമ്പോൾ ചുമ്മാ സ്റ്റോർ ചെയ്യില്ല, പ്രോബബിലിറ്റി സ്കോറും കൂടി സ്റ്റോർ ചെയ്തിട്ടാണ് ഇതാക്കുന്നത്. ഞാനിപ്പോ ഒരു സിമ്പിൾ സെന്റൻസ് പറയും, ഒരു കണ്ടന്റ് എഴുതുകയാണ്. അപ്പോ നിങ്ങളുടെ ഉള്ളിൽ എല്ലാവർക്കും ഞാൻ പറയാൻ പോകുന്നതിന്റെ പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കും. ഇപ്പൊ ഞാൻ പറയുന്ന സംഭവമാണ്, സ്ഥിരം ഞാൻ പറയുന്നുണ്ടല്ലോ, എന്നെ പറയാം, എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുള്ള അതേ സംഭവം. ഞാനും എലോൺ മസ്കും കൂടി രാവിലെ എഴുന്നേറ്റു. ഞങ്ങൾ രണ്ടുപേരും കൂടി കുളിച്ച് റെഡിയായി മെട്രോയിൽ കയറി സൗത്തിൽ പോയി ഇറങ്ങിയിട്ട് ദാമോദരൻ ചേട്ടന്റെ കടയിൽ നിന്ന് മസാല ദോശ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇത് കേൾക്കുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ഈ എലോൺ മസ്കിന് ആ എലോൺ മസ്കും തമ്മിൽ ഒരു പ്രോബബിലിറ്റിക്ക് ഒരു 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 പ്രശ്നം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇത് ആ എലോൺ മസ്ക് ആകാൻ സാധ്യത കുറവാണെന്ന് തോന്നുന്നില്ലേ? ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന എലോൺ മസ്ക് ഉണ്ടാവും. കാരണം ഈ എലോൺ മസ്ക് എന്തുവാ ഇവിടെ എറണാകുളത്ത്, അത് ഷാമിന്റെ എന്തിനാണ് അത് മസാല ദോശ കഴിക്കാൻ മെട്രോയിൽ ഒരു പ്രോബബിലിറ്റി കുറവുണ്ട്. ഇത് തന്നെയാണ് ഗൂഗിളിന്. ഗൂഗിൾ ഒരു പേജിൽ ഒരു എൻറ്റിറ്റിയോ, അത് എൻറ്റിറ്റി മാത്രമല്ല എല്ലായിടത്തും കയറി വരുന്നത്, ഞാൻ എൻറ്റിറ്റി വൈസ് പറയുന്നത്. എൻറ്റിറ്റി കാണുമ്പോൾ ഇത് ശരിക്കും ആ എൻറ്റിറ്റിനെ കുറിച്ച് തന്നെയാണ് എന്ന് പറയുന്നത് എന്നുള്ള ഒരു പ്രോബബിലിറ്റി എടുക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ എഴുത്തില് പ്രോബബിലിറ്റി ചിലപ്പോ കുറഞ്ഞു പോയേക്കാം, നമ്മൾ ശരിക്കുള്ള എൻറ്റിറ്റിനെ ഫീഡ് ചെയ്തില്ലെങ്കിൽ. ഞാൻ ഇതേ എഴുത്തിനെ ഒന്ന് മാറ്റി പറയുകയാണ്. അതായത് ടെസ്ലയുടെ മുതലാളി അമേരിക്കക്കാരൻ എലോൺ മസ്ക്, അദ്ദേഹം ഇന്ത്യയിൽ ഷോറൂം തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ എടപ്പള്ളി താമസിച്ച് ഒരു താമസം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് വിളിക്കുകയും അങ്ങനെ രണ്ടുപേരും കൂടി അപ്പൊ അദ്ദേഹം മസാല ദോശ എന്നൊരു ഐറ്റം ഉണ്ടെന്ന് കേട്ടു, എന്നാൽ ശരി എന്ന് കഴിപ്പിക്കാൻ കൊണ്ട് നടന്ന് കഴിക്കുന്നു പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ സംശയങ്ങളുണ്ടാവും. പക്ഷെ ആ എലോൺ മസ്കിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഡൗട്ടില്ല, അത് ആ എലോൺ മസ്ക് തന്നെയാണ് ഈ പറയുന്നത്. ആ ടെസ്ലയുടെ മുതലാളി എലോൺ മസ്ക്. കാരണം എന്തുകൊണ്ടാണ്? ആ എലോൺ മസ്ക് എന്ന എൻറ്റിറ്റിയും ഞാൻ ടെസ്ല എന്നൊരു എൻറ്റിറ്റിനെയും കുറിച്ച് പരാമർശിച്ചപ്പോ പ്രോബബിലിറ്റി ഹൈ ആയി. അപ്പൊ ഒരു എൻറ്റിറ്റിയുടെ പ്രോബബിലിറ്റി അത് റിലേറ്റഡ് എൻറ്റിറ്റിയുടെ പ്രസൻസ് കൊണ്ടായിട്ടാണ് വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ എഴുത്തിൽ ഒരാളുടെ കോമൺ സെൻസിന് നിങ്ങൾ ആലോചിക്കണം, ഇത് കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ടോപ്പിക് തന്നെയാണെന്ന് വായിക്കുന്നവന് പോലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും NLPക്ക് സംശയം അതിൽ കൂടുതലുണ്ടാവും. പ്രോബബിലിറ്റി കുറയും, പ്രോബബിലിറ്റി കുറഞ്ഞാൽ വെയിറ്റേജ് കുറയും, റെലവൻസും കുറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എഴുതുന്നതിലെ കണ്ടന്റില് ഈ എൻറ്റിറ്റിയും ടോപ്പിക്കും എല്ലാം അത് തന്നെയാണ്. നോർമലി എഴുതുമ്പോൾ ഇതൊക്കെ സംഭവിക്കട്ടോ, പ്രോബബിലിറ്റി ഒക്കെ ഉണ്ടാവും. എന്നാൽ ചില കേസുകളിൽ നമ്മൾ ചില കണക്ഷൻസ് കൊടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് പിന്നെ മൊത്തത്തിൽ വായിച്ച് മനസ്സിലാക്കാം, പക്ഷേ ഈ കണക്ഷൻസ് വിടുമ്പോഴേക്കും ഇവരെടുക്കുന്ന പ്രോബബിലിറ്റി കുറയും. അപ്പൊ ഇതിന്റെ വെയിറ്റേജ് ഒരു ചെറിയ പ്രോബബിലിറ്റി കുറഞ്ഞാൽ പോലും നമുക്ക് ആ പേരിന് കിട്ടേണ്ട വെയിറ്റേജ് കിട്ടാതായി പോകും. അപ്പൊ എപ്പോഴും നിങ്ങൾ പ്രോബബിലിറ്റി എന്നുള്ളത്, അതായത് അത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഫീഡിങ്സ് നിങ്ങളുടെ കണ്ടന്റിൽ പേജിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റെലവൻസി വളരെ ഹൈ ആക്കി വെക്കുക. ഇപ്പൊ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഞാനത് ടെക്നിക്കൽ സൈഡിൽ കടക്കുന്നില്ല കേട്ടോ, റെലവൻസി ഒക്കെ വേറെ ഇതിലുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊന്നേ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇതായിരിക്കും കാണാം അല്ലേ? നിങ്ങൾക്ക് ഞാനിവിടെ ഒരു ഇതുണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അയ്യോ ക്ലോസ് ആയിപ്പോയി, നോക്കട്ടെ. ഇതിനൊരു എന്താണ് നമ്മുടെ ഒരു PPT ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് ആവശ്യം ഉണ്ടാവില്ല, എന്നാലും ഞാൻ പറ്റിയാല് ലിങ്ക്ഡിനിലോ ഇതിലോ ഇടാം. കാരണം ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട്, കളയേണ്ടതില്ല. ഞാൻ ഷെയർ ചെയ്യാം, ഇട്ടിട്ട് ഞാൻ ഷെയർ ചെയ്തേക്കാം എവിടെയെങ്കിലും.
ഈ ഒരു ടൂള് ഞാനതൊന്ന് ഇതാക്കിയേക്കാം. നിങ്ങൾക്കറിയാം ഈ ഇൻലിങ്സിന്റെ ഒരു ടൂൾ ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എൻറ്റിറ്റി ചെക്കർ ടൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. എൻറ്റിറ്റി ചെക്കർ ഇൻലിങ്സിന്റെ. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പേജൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പേജിനുള്ളിലുള്ള എല്ലാ എന്താ പറയുക എല്ലാ വിധത്തിലുള്ള എൻറ്റിറ്റീസും നമുക്ക് ഇതിനകത്ത് തെളിഞ്ഞു വരും. അതുപോലെ തന്നെ ഇത് ഞാൻ മുമ്പ് പ്രാവശ്യം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ ലാംഗ്വേജ് ഈ NLPയുടെ AI, ഗൂഗിളിന്റെ NLPയുടെ AIയും നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കാം. ഒരു വാക്ക് ഞാനിവിടെ ഒരു പാരഗ്രാഫ് എന്തോ ഞാൻ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് ബെനിഫിറ്റ്സ് ഓഫ് യോഗ. ഞാനിപ്പോ ബെനിഫിറ്റ്സ് ഓഫ് യോഗ എന്നുള്ളത് സെർച്ച് ചെയ്യണം. ഓക്കെ, കണ്ടന്റിനുള്ള ചെറിയൊരു പ്രശ്നങ്ങൾ കേട്ടോ. ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും എന്ത് വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാനത് ഈ ഫസ്റ്റ് കാണുന്ന ഈ സൈറ്റ് എടുത്തു, 9 ബെനിഫിറ്റ്സ് ഓഫ് യോഗ. നോക്ക്, രണ്ടാമത് കിടക്കുന്നവൻ മോശക്കാരനാണോ? അതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12 ബെനിഫിറ്റ്സ് ഓഫ് യോഗ. ഒരു NLPക്ക് ആണെങ്കിലും ഒരു മനുഷ്യനാണെങ്കിൽ പോലും അത് വായിക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ 9 ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ 12 ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. വൈ എന്നാ പിന്നെ ഇത് ആദ്യം കാണിച്ചുകൂടെ? നോക്കാം. പക്ഷെ അപ്പൊ എന്തോ ഒരു പ്രശ്നം പിന്നോട്ട് വലിച്ചിട്ടുണ്ടല്ലോ. 9 ബെനിഫിറ്റ്സ് ഒരുത്തം പറഞ്ഞിട്ടുണ്ട്, മറ്റോ 12 ബെനിഫിറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും 12 ബെനിഫിറ്റ്സ് ഉള്ളവനെക്കാളും 9 ബെനിഫിറ്റ്സ് മുകളിൽ കാണിച്ചിട്ടുണ്ട്. വേറെ പല കാര്യങ്ങളും ഉണ്ടാവട്ടെ. ഇതുകൊണ്ട് മാത്രമല്ല നമ്മൾ പറയുന്ന പോലെ എൻ്റെ സൈറ്റിന്റെ അതോറിറ്റിയും മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവൻ അത്ര മോശമാണോ ഹെൽത്ത് ലൈഫ്? നിങ്ങൾ പലരും കേട്ടാണ്. ഇതിനകത്ത് ഒട്ടും അതോറിറ്റിക്ക് ഒരു കുറവില്ലാത്ത നല്ല സൈറ്റാണ് ഈ കിടക്കുന്നത്. എന്നിട്ട് പോലും അവൻ കൂടുതൽ ബെനിഫിറ്റ്സും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇതുണ്ട് ഒരു ഇത് പോയുണ്ട്, ബെനിഫിറ്റ്സ് ഓഫ് യോഗ. ഇവിടെയുണ്ട് ബെനിഫിറ്റ്സ് ഓഫ് യോഗ. ഓക്കെ, അപ്പൊ എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അതിന് ഇപ്പൊ ഞാൻ ഈ 9 ബെനിഫിറ്റ്സ് ഓഫ് യോഗ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുപേരും ഏതാണ്ട് ഒരേപോലെ ഉണ്ട് എഴുതിയിരിക്കുന്നത്. അവിടെ ഞാൻ ആദ്യം ഓക്കെ, ഇവിടെ മെയിൻ കട്ടിങ്ങിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഡൗൺവേർഡ്. ഓക്കെ, ഡൗൺവേർഡ് യോഗ പോസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ യോഗ എന്നൊരു എൻറ്റിറ്റിയിലേക്ക് കണക്ഷൻ ഉണ്ട്. അത് റിലേറ്റഡ് യോഗ പോസ്. ഓക്കെ, ഫീലിംഗ് മോർ റിലാക്സ്ഡ്. ഓക്കെ, പ്രാക്ടീസിങ് റെഗുലർലി, ബെറ്റർ, ഫീൽ ബെറ്റർ. കണ്ട, ഫീൽ ബെറ്റർ ഒക്കെ പോസിറ്റീവ് ആണ്. ഇങ്ങനെ വരുന്നുണ്ട്. ഫിസിക്കൽ ആൻഡ് മെന്റൽ എന്തോ ആട്ടെ. യോഗ ഇംപ്രൂവ് സ്ട്രെങ്ത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണോടാ, ഞാൻ എന്താ പറഞ്ഞു പോകുന്നതിനുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം, എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ നോക്ക്. യോഗ ഇംപ്രൂവ് സ്ട്രെങ്ത്. ഇംപ്രൂവ്സ് ഒരു ബെനിഫിറ്റ്സ് ആണ് അന്വേഷിച്ചിരിക്കുന്നത്. ബെനിഫിറ്റ്സ് ഉറപ്പായിട്ടും ഇംപ്രൂവ്സ് ഹെൽത്ത്, ഇംപ്രൂവ് സ്ട്രെങ്ത് ബെനിഫിറ്റ്സ് ആണ്. യോഗ ഹെൽപ്സ് വിത്ത്, ഓക്കെ, ബെനിഫിറ്റ്സ് ആണ്. ഈസ് ആർത്രൈറ്റിസ് ബെനിഫിറ്റ് ആണ്. ബെനിഫിറ്റ്സ് കണ്ടോ? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? സർ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, കാണാൻ പറ്റുന്നില്ലായിരിക്കും. ഇല്ല, കാണാൻ ഇല്ല പറ്റുന്നില്ല. സ്ക്രീൻഷോട്ട് ആണല്ലോ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, എന്താ എന്റെ പ്രശ്നമായിരിക്കും. റീജോയിൻ ചെയ്ത് നോക്കി. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ സെർച്ച് ചെയ്ത ബെനിഫിറ്റ്സ് ആണ്. ബെനിഫിറ്റ്സിന് നമുക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ്. റിലാക്സ് യു, ഹെൽപ്പ്, യോഗ ക്യാൻ മീൻ മോർ എനർജി. അതൊരു ബെനിഫിറ്റ് ആണ്. ഹെൽപ്പ് മാനേജ് വളരെ ഇതായിട്ട് അവൻ അങ്ങനെ ഒരു 9 എണ്ണം പറഞ്ഞിട്ടുണ്ട്. പ്രൊമോട്ട്സ് ബെറ്റർ സെൽഫ് കെയർ. ഓക്കെ, അവസാനം അവനെവിടെ കോൺടാക്റ്റിൽ നിന്ന് താഴേക്ക് എവിടെയും പോയിട്ടില്ല. അവസാനിക്കുന്ന ഒരു യോഗ ബെനിഫിറ്റ്സിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതിലും അവൻ 12 ബെനിഫിറ്റ്സ് ഓഫ് യോഗ. അവൻ അവിടെയും ഒന്നും കുഴപ്പമൊന്നുമില്ല. അവന്റെ ടൈറ്റിൽസ് ഒക്കെ കറക്റ്റ് ആണ്. സം യോഗ മിനി ബെനിഫിറ്റ്സ്. അവൻ ആദ്യത്തെ കാര്യങ്ങളും അവൻ കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട്. വേഡ് യോഗ സംസ്കൃതമാണ്. ഈ യോഗയെ കുറിച്ചൊക്കെ കുറച്ച് പറയുന്നുണ്ട്. എന്താവട്ടെ, യോഗ ഇന്ത്യയായിട്ടൊക്കെ കണക്ഷനൊക്കെ കൊടുത്താൽ പറയുന്നുണ്ട്. യോഗ ഇംപ്രൂവ്സ് ഫ്ലെക്സിബിലിറ്റി. യെസ്, മറ്റവൻ പറഞ്ഞ പോലെ തന്നെ ഇതും അഗെയിൻ അതൊരു പോസിറ്റീവ് ആണ്, ബെനിഫിറ്റ് ആണ്. യോഗ ഹെൽപ്സ് വിത്ത് സ്ട്രെസ്. അത് ഒരു പ്രശ്നമാണ്. ഇംപ്രൂവ് മെന്റൽ ഹെൽത്ത്. യോഗ വിൽ ലൈക്ലി ഇൻക്രീസ്. യോഗ മേ റെഡ്യൂസ്. യോഗ മേ ഇംപ്രൂവ്. യോഗ മേ ബൂസ്റ്റ്. യോഗ മേ ഇംപ്രൂവ്. യോഗ മേ ഹെൽപ്പ്. യോഗ മേ ഇംപ്രൂവ്. യോഗ ക്യാൻ പ്രൊമോട്ട്. യോഗ ക്യാൻ ഹെൽപ്പ്. ആർക്കെങ്കിലും പറയാം ഈ 2 കണ്ടന്റ് നമ്മൾ ഇവനാണ് ശരിക്കും പറഞ്ഞാൽ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. 12 എണ്ണം പറഞ്ഞിട്ട് 12 എണ്ണം നല്ല വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവൻ വളരെ അതോറിറ്റിയുള്ള വെബ്സൈറ്റ് ആണ്. ഇവൻ അവനെക്കാളെ 9 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പണ്ടത്തെ ഭാഷ പറഞ്ഞ കണ്ടന്റിന്റെ ലെങ്ത്തും കുറവാണ്, എല്ലാം കുറവാണ്. എന്താണ് വ്യത്യാസം? ആർക്കെങ്കിലും ഒറ്റടിക്ക് നോട്ടത്തിൽ എന്തെങ്കിലും പറയണം? ഇന്റർനെറ്റ് ലിങ്ക് അടക്കം എല്ലാ സംഭവവും ഉണ്ട്. യെസ്, ആരാണ് പറഞ്ഞത്? കാണാൻ പറ്റില്ല. ആരാണ് പറഞ്ഞത്? ബേസിൽ ആരാ?
യെസ്, മേ വല്ലാണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി കണ്ട, ആദ്യത്തെ ആൻസറും രണ്ടാമത്തെ ആൻസറും തമ്മിലുള്ള നിങ്ങൾ ഷുവർട്ടി എത്രയുണ്ട്? ആദ്യത്തെ ഷുവർ ആയിട്ടാണ് അവൻ പറയുന്നത്. ഇത് ഇൻക്രീസ് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യും. 9 എണ്ണം പറഞ്ഞു. ഇവന്റെ മേ. ഇത് നമ്മൾ പറയുമ്പോ കറക്റ്റാണ്, ഇങ്ങനെ പറയണം. നമുക്ക് ശരിക്കും പറയാം, അത് ഉറപ്പൊന്നുമില്ലല്ലോ ഇങ്ങനെ പറയുമ്പോ. പക്ഷെ NLP അങ്ങനെയല്ല കാണുന്നു. അവൻ എന്തിന്റെയും ഉള്ളിലുള്ള വ്യക്തമായ ഉത്തരങ്ങൾ തേടുകയാണ് NLP. അപ്പൊ ഏറെ കേസിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കണം, വ്യക്തത ഇല്ലാത്ത കാര്യങ്ങൾ അവൻ ഈവൻ നമ്മുടെ ആൻസർ കാൻഡിഡേറ്റ് ആയിട്ട് ഏറ്റവും ടോപ്പിലൊക്കെ കാണിക്കില്ലേ, വ്യക്തത ഉണ്ടെങ്കിൽ കാണിക്കും. ഇതിന്റെ ഫുൾ ഫോം എന്താണ്, SEOന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്, SEOന്റെ ഫുൾ ഫോം ഇന്നതാണ് എന്ന് പറയണം. അത് വ്യക്തത. SEOന്റെ ഫുൾ ഫോം ഇന്നതായിരിക്കാം എന്ന് പറഞ്ഞാൽ അത് വ്യക്തത ഇല്ലായ്മയാണ്. അവൻ കാൻഡിഡേറ്റ് ആയിട്ട് പരിഗണിക്കില്ല, അവന് ഉറപ്പില്ല. ഈ എഡ്ജിന് ഉറപ്പില്ല, പിന്നെ ഗൂഗിളിന് എന്ത് ഉറപ്പുണ്ട്? ഇത് തന്നെയാണ് ചെറിയൊരു കാര്യത്തിന് വില കൊടുക്കേണ്ടി വന്ന ഒരു സാമ്പിളാണ് കാണിച്ചത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ സൈറ്റിന് ഇത് പോയെന്ന്. ഇത് രണ്ടാമതായിരുന്നു, വേറെ ഫാക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഈ രണ്ടെണ്ണത്തിനും എനിക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ കാണിച്ചത്. ആ കണ്ടന്റിൽ ഇവർ കുറച്ചുകൂടി ക്രിസ്മസ്, ആ രണ്ട് തമ്മിൽ ആ ഒരു വ്യത്യാസം എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. വേറെയും ഉണ്ടാകാം കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ എഴുത്തിൽ പലപ്പോഴും നമുക്ക് അത്ര വ്യക്തത കൊണ്ടുവരാൻ പറ്റിയാൽ NLPയുടെ അത് വ്യക്തത കൊണ്ടുവരാൻ ഏറ്റവും എളുപ്പം സിമ്പിൾ സെന്റൻസ് ഉപയോഗിക്കലാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ വ്യക്തത കണ്ടുപിടിക്കാൻ വായിക്കുന്നതിനൊരു പറ്റില്ല. അപ്പൊ സിമ്പിൾ ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ക്ലാരിറ്റിയോട് കൂടി പറയുകയാണെങ്കിൽ, ഉറപ്പോടുകൂടി പറയുകയാണെങ്കിൽ NLPകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ ഞാൻ കണ്ടൊരു സംഭവത്തിലൊരു വ്യത്യാസം ഈ സംഭവമാണ്. ഇവരുടെ ശരിക്കും പറഞ്ഞാല് 3 എണ്ണം ഇവർക്ക് ഉറപ്പുള്ളൂ. മെന്റൽ ഹെൽത്തും സ്ട്രെസ്സും ബാലൻസും മാത്രമേ അവർക്ക് ഉറപ്പുള്ളൂ. ബാക്കി എല്ലാം അവർക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്ന എല്ലാം നല്ല ബോൾഡ് ആയിട്ടാണ് അവര് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരുടെ അത് മാത്രമല്ല, അവര് കുറച്ച് യോഗയായിട്ടൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവര് കറക്റ്റായിട്ട് ഇതാക്കിയിട്ടുണ്ട്. യോഗ ഫ്ലെക്സിബിലിറ്റി എല്ലാം യോഗ പറയുന്നിടത്തൊക്കെ പലപ്പോഴും പറയുന്ന അതായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന പല സാധനങ്ങളും ഇതിനകത്ത് കാണാൻ കഴിയും. അവര് കണക്ഷൻസ് ഒക്കെ വളരെ ഇതാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയാം. അതിനകത്ത് ഈ പറഞ്ഞ എഴുത്തിന്റെ ലെങ്ത്തിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ അല്ലേ? ജസ്റ്റ് ലാസ്റ്റ് പോർഷനിലേക്ക് കിടക്കാൻ പോകുന്നു. ഓക്കെ അല്ലേ? എന്തെങ്കിലും ജസ്റ്റ് ലാസ്റ്റ് ഒരു കുഞ്ഞു കാര്യം കൂടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിന്റെ ഒരു എൻറ്റിറ്റി വൈസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒന്ന് ഈ ടൂൾ ഉപയോഗിക്കുക, ഇൻലിങ്സ് ടൂൾ ഉപയോഗിച്ച് നോക്കുക. എന്ത് പറ്റി? അൺഎബിൾ ടു റിട്രീവ് പറയാൻ കാരണം അവര് സമ്മതിക്കുന്നില്ലേ? ചെക്ക് ചെയ്യാൻ അവര് സമ്മതിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ജസ്റ്റ് ഒരു ടൂൾ. ഇവരെ ഈ പറയുന്നൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അതൊന്നും ഇല്ലാതെ തന്നെ ഗൂഗിളിന് അറിയാൻ പറ്റും. എന്നാലും നമുക്കൊരു വെബ്സൈറ്റിൽ അവൻ കണ്ടിരിക്കുന്ന എന്തെല്ലാം എൻറ്റിറ്റീസിനെ കണ്ടിട്ടുണ്ട്, അത് ഏത് ടോപ്പിക്കിൽ വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. എത്ര പ്രാവശ്യം ആ ഒരു ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് സംസ്കൃതം എന്നുള്ള ഒരു സംഭവം കാണാൻ പറ്റും. അമേരിക്കൻ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഇത് ബെനിഫിറ്റ്സ് എന്നുള്ളൊരിത്, മെഡിറ്റേഷൻ, പോസസ്, യോഗ എന്നുള്ള എൻറ്റിറ്റി 17 പ്രാവശ്യം ഉണ്ട്. കണ്ടോ, 17 പ്രാവശ്യം ഉണ്ട്. ഇങ്ങനെ നമുക്ക് ആ വെബ്സൈറ്റിൽ പ്രസന്റ് ആയിരിക്കുന്ന എൻറ്റിറ്റി ഏതൊക്കെ എൻറ്റിറ്റിക്കാണ് കൂടുതൽ വെയിറ്റേജ്. ഇപ്പൊ ഈ പേജിൽ യോഗ എന്ന എൻറ്റിറ്റിക്ക് 17, പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടല്ലോ, എവിടെ പോയി, 7 ആണെന്ന് തോന്നുന്നു. ഇതായിരിക്കണം മിക്കവാറും. ഫ്ലെക്സിബിലിറ്റി, യോഗ ഫ്ലെക്സിബിലിറ്റി വളരെ വളരെ യോഗ പറയുന്നിടത്ത് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് ഫ്ലെക്സിബിലിറ്റി. ബുദ്ധിപരമായിട്ട് തന്നെ അവൻ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ട്രെസ്, അതും അവന് വളരെ ബുദ്ധിപരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ എൻറ്റിറ്റികൾ കറക്റ്റാണ്, അലൈൻഡാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന എൻറ്റിറ്റിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അതിന് പകരം നേരെ ഈ യോഗേനോട് ഇതും കുറച്ചെനിക്ക് തോന്നുന്നു യോഗ പോസസ് ആണോ, മെഡിറ്റേഷൻ, ബെനിഫിറ്റ്സ്. ഓക്കെ, ബെനിഫിറ്റ്സ് ഉണ്ട്. ഈ യോഗേന്റെ അവിടെ നേരെ മറിച്ച് വേറെ എന്തെങ്കിലും ഒരു അതായത് അധികം ദൂരെ നിൽക്കുന്നേ, അപ്പൊ അത് ഈ എൻറ്റിറ്റി ഒക്കെ എന്ന് വിചാരിക്കുക, ഓൾഡർ അഡൽട്സ്, അങ്ങനെ അല്ലല്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു എൻറ്റിറ്റി വളരെ കൂടുതൽ വന്നിരുന്നെങ്കിൽ ബന്ധം കുറച്ച് കുറഞ്ഞാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു എൻറ്റിറ്റിയുടെ കേസിൽ അതിന് തന്നെ ഇരിക്കണം വെയിറ്റേജ്, അതിനോട് ചേർന്ന് നിൽക്കുന്നതിന് കുഞ്ഞും വെയിറ്റേജ് വേണം. ഇവിടെ ബെനിഫിറ്റ്സ് എന്നുള്ളവരും ഈ സെർച്ച് ഇന്റർനെറ്റിൽ യോഗ എന്നൊരു എൻറ്റിറ്റി, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്ലെക്സിബിലിറ്റി എന്ന എൻറ്റിറ്റി, അന്ന് ബെനിഫിറ്റ്സ് എന്നുള്ളത് അത് വളരെ ക്ലോസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ടൂള് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഇൻലിങ്സിൽ നിങ്ങൾക്ക് എൻറ്റിറ്റി ചെക്കർ ടൂൾ എന്നുള്ള ഇത് കഴിക്കാം. മറ്റൊന്ന് ഞാൻ ജസ്റ്റ് ഗൂഗിൾ NLPയിലേക്ക് ഒന്ന് പോവുകയാണ്.
ഞാൻ ഇതൊന്ന് ഈ കണ്ടന്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു, ടെക്സ്റ്റ് കണ്ടന്റ് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ നാച്ചുറൽ ലാംഗ്വേജ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ NLP AI എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഗൂഗിൾ NLP AI എന്ന് സെർച്ച് ചെയ്താൽ ഇത് വരും. ഇതിനുള്ളിൽ ഞാൻ ഈ കണ്ടന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഞാൻ ഒന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നതിനെ. ഇതിനൊന്ന് അനലൈസ് ചെയ്തിരുന്നില്ല. അവന് കാണിച്ചുതരും, നമുക്ക് അവൻ കണ്ടുപിടിച്ചിട്ടുള്ള ഇതിൽ കിടക്കുന്ന എൻറ്റിറ്റീസ്, ചില വാല്യൂസ് എല്ലാം കാണിച്ചുതരും. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം കാണുന്നുണ്ട്, നമ്പറുകൾ കാണുന്നുണ്ട്, ഓർഗനൈസേഷൻ, അങ്ങനെ ഇതിനകത്ത് എന്തെല്ലാം അവൻ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അതൊക്കെ നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കുക, എല്ലാം കറക്റ്റ് അല്ലേ. നമ്മൾ ഉദ്ദേശിച്ച ഒരു നമ്പർ ആയിട്ട് തന്നെയല്ലേ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഉദ്ദേശിച്ച ഒരു പേഴ്സണായിട്ട് തന്നെയല്ലേ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓരോ കണ്ടന്റിന് വേണ്ടി ചെക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. എന്നാൽ ഈ ടൂൾ ജസ്റ്റ് ഉപയോഗിക്കാൻ പഠിക്കുക. അതിനകത്ത് ഞാനിപ്പോ ഇതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇതിന്റെ ഒരു സെന്റിമെന്റ് വാല്യൂസ് എന്താണ് എന്നുള്ളതാണ്. ഇതിന്റെ സെന്റിമെന്റിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നതാണ്, സെന്റിമെന്റ് അനാലിസിസ്. അപ്പൊ ഇതിന്റെ ഡോക്യുമെന്റ് വൈസ് നിങ്ങൾ നോക്കി കാണാൻ പറ്റും. ഇതൊരു പോസിറ്റീവ് സെന്റിമെന്റ് ആണ്. ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുന്ന ഒരു പേജാണ്. ഉറപ്പായിട്ടും അതൊരു പോസിറ്റീവ് ആയിരിക്കണം. കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം ആ പേജ്. അപ്പൊ ഉറപ്പായിട്ടും അതൊരു പോസിറ്റീവ് ബെനിഫിറ്റ്സിലുള്ള പോസിറ്റീവ് സൈഡിലേക്ക് പോയിരിക്കുന്നതാണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 24.6 ആണ്. 24.6 അത് എത്രത്തോളം ശക്തിയിലുള്ളതാണുള്ളത്. പക്ഷെ ആർട്ടിക്കിൾസിന് മാഗ്നിറ്റ്യൂഡ് അത്ര ഇമ്പോർട്ടൻസ് അല്ല. ഇത് ഗൂഗിൾ റിവ്യൂസ് അതേപോലത്തെ സ്ഥലങ്ങളിൽ ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ് മാഗ്നിറ്റ്യൂഡ്. അത് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അപ്പൊ ഇതൊരു പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണെന്ന് കൂടി നമുക്ക് ഉറപ്പുവരുത്താം. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആ സെന്റൻസ് കറക്റ്റ് ചെയ്യാം. പക്ഷെ ഇവരുടെ എനിക്ക് ഒരെണ്ണം പോലും നെഗറ്റീവിൽ ഒന്നും പോലും കാണാൻ പറ്റുന്നില്ല. എല്ലാം ന്യൂട്രലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, നെഗറ്റീവ് ഒന്നും പോലും കാണാൻ പറ്റുന്നില്ല ഇവരുടെ. എല്ലാം പോസിറ്റീവ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചില വേർഡ്സുകളും നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യണം. നെഗറ്റീവ് ടോണിലേക്ക് ഏതെങ്കിലുമൊക്കെ അവിടെ റെഡി കാണിക്കും. നെഗറ്റീവ് ടോണിലേക്ക് ഏതെങ്കിലും പോയിട്ടുണ്ടെന്ന് തോന്നിയത് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ ഭയങ്കര യന്ത്രത്തെ പോലെ നിങ്ങൾ എഴുതണമെന്നൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ടി വരില്ല. കാരണം ഇതിനെല്ലാം നിങ്ങൾ ട്രെയിൻ ചെയ്യിച്ചിട്ട് അതിനെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. പോസിറ്റീവ് ടോണിൽ ഇത്ര മാഗ്നിറ്റ്യൂഡിൽ ഇത്ര പോസിറ്റീവ് ടോണിൽ ഇങ്ങനെ കണക്ഷൻസ് കൊടുത്ത് എഴുതണം എന്ന് പറഞ്ഞാൽ എഴുതി തരും. മനസ്സിലായോ? ഒരു മനുഷ്യന് അത്ര എളുപ്പം സാധിക്കണമെന്നില്ല. അപ്പോ ആ രീതിയിൽ നിങ്ങൾ ആദ്യം നന്നായി പഠിക്കുക. നിങ്ങൾ ആ പഠിച്ച സാധനം നിങ്ങളുടെ സ്വന്തം കുട്ടനൊക്കെ വെച്ചിട്ട് അത് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർന്നിറങ്ങി വരുമ്പോഴാണ് ഒരു ടോപ്പിക്ക് ഇല്ല പേജ് റെലവെന്റ് ആണോ, ഒരാളുടെ സെർച്ചിന്റെ ഇന്റന്റ് ആയിട്ട് റെലവെന്റ് ആണോ എന്ന് ഗൂഗിളിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് റെലവെന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റുകളാണ് റാങ്ക് ചെയ്യാനുള്ള ഏറ്റവും ടെൻഡൻസിയിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത്. പക്ഷെ റെലവൻസി ഒന്നുകൊണ്ട് മാത്രം റാങ്ക് ചെയ്യില്ല, മറ്റ് ഫാക്ടേഴ്സ് കൂടി ഇനി ഈ കിടക്കുന്ന ടോപ്പിക്കൽ അതോറിറ്റി, ഈറ്റ്, ക്വാളിറ്റി, മറ്റു പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഞാനിനി സ്ലൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എനിക്ക് അയച്ചുതരാം. കാരണം ഇനിയിപ്പോ സെയിം കാര്യം തന്നെ ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. അതിൽ തന്നെ ഇത് ഗാമിനെ കൊണ്ടാണ് ഉണ്ടാക്കിച്ചിരിക്കുന്നത്. ഞാൻ അതിനകത്ത് ഒരു PPT വേറെ ഉണ്ടാക്കിയിട്ട് ഗാമക്ക് കൊടുക്കുകയും ചെയ്തത്. ഗാമിന് എനിക്ക് അത്ര വിശ്വാസം പോരാ. ഓക്കെ, വെൽക്കം ടു ദ പ്രസന്റേഷൻ ഓഫ് ടോപ്പിക് റെലവൻസി ഈസ് എ ക്രിട്ടിക്കൽ ആസ്പെക്ട് ഓഫ് SEO referring to how well a web page or website align with a specific subject or query. നമുക്കറിയാവുന്ന കാര്യം തന്നെ. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ടോപ്പിക് റെലവൻസ്, ഡെഫിനിഷൻ ആൻഡ് ഇമ്പോർട്ടൻസ് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഞാനിത് ഷെയർ ചെയ്യാം. ഓക്കെ, കീ എലമെന്റ്സ് അതിനകത്ത് എന്താ പറയുക, പ്രൈമറി കീവേഡ്സ് ഉണ്ടാവും, സപ്പോർട്ടിംഗ് കീവേഡ്സ് ഉണ്ടാവും, എൻറ്റിറ്റീസ് ഉണ്ടാവും, സെർച്ച് എഞ്ചിന്റെ അലൈൻമെന്റ് ഉണ്ടാവും. അതിനകത്ത് ഈ പ്രൈമറി കീവേഡ്സും സപ്പോർട്ടിംഗ് കീവേഡ്സും ഇതെല്ലാം ചേരുന്നതാണ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അതിനകത്ത് നോക്കിയാൽ മതി. മെയിൻ കീവേഡ്സ് ഡിഫൈനിങ് ദ പേജ് ടോപ്പിക്, ദ ഫോർ സബ്ജക്ട്. സപ്പോർട്ടിംഗ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടേംസ് എൻഹാൻസിങ് കോണ്ടക്സ്റ്റുവൽ ഡെപ്ത്. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, NLPയുടെ കേസ് ഞാൻ പറഞ്ഞു. ഗൂഗിൾ NLP വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സിമാൻറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. എൻറ്റിറ്റി ബേസ്ഡ് ഇവാലുവേഷൻ, ഇത് മൂന്നും ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. അതിനകത്ത് ഈ വാക്കാരെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? റിലേറ്റ് ലൊക്കേഷൻ, LDA. ഈ LDA എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? LDA കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? LDA ഓക്കെ, അത് ഞാൻ പിന്നീട് ഒരു സമയത്ത് പറയാം. അത് ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയത് ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുന്നവനെ അവനാണ് കേട്ടോ. നമ്മളുടെ ഒരു കണ്ടന്റിനെ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്ത് ടോപ്പിക് AI കുറച്ചുകൂടി ഇതായിട്ട് വരുവാണ് LDA. അത് NLPയിലുള്ള ഒരു ഐറ്റമാണ് ഈ സംഭവം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. റീസെന്റ് ഞാൻ കാണുന്നുണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നുണ്ട് ഈ സാധനത്തിന്റെ.
LDA അത് ഇപ്പൊ തൽക്കാലം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. LDA എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. LDA എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പിക്കിലെ ഒരു പേജിലെ കണ്ടന്റ് ഒക്കെ വായിച്ച് മനസ്സിലാക്കി ഇതിനോട് പർട്ടിക്കുലർ ടോപ്പിക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സെറ്റ് സംഭവമാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി തൽക്കാലം. പിന്നെ ഏതാണ് സാർ അത് മോഡലിംഗ് മെത്തേഡ് ആണോ, അങ്ങനെ എന്തെങ്കിലും ആണോ? യെസ്, അത് ഈ ഇതിനകത്ത് വരുന്നതാണ്, ഈ NLP വരുന്ന സംഭവമാണത്. കണ്ടന്റ് അനാലിസിസ് ഞാൻ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ ലെക്സിക്കൽ എന്ന് പറഞ്ഞപ്പോൾ കീവേഡ് വൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലെക്സിക്കൽ പണ്ടത്തെ മെത്തേഡ് കീവേഡ് വൈസ് അനലൈസ് ചെയ്യും, സിമാറ്റിക് വൈസ് അഗെയിൻ LDA allocation determine topic distribution across documents. LDA identifies the topics. ഇത് വായിച്ചാൽ മനസ്സിലായി. LDA identifies the topics and their distribution within the content. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തുള്ള ഓരോ ടോപ്പിക്കുകൾ എന്താണെന്നും അതിന്റെ ഒരു കവറേജ് എന്താണെന്നുള്ളൂ. നിലവിലുള്ള ടോപ്പിക്കുകളെ വെച്ചിട്ട് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നിലവിലുള്ള ടോപ്പിക്കുകളെ മെഷീൻ ലേണിംഗ് വെച്ചിട്ട് മനസ്സിലാക്കി ആ ഒരു ഏരിയയിലേക്കൊക്കെ വരുന്നതാണത്. അതെ, അത് ഈ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു നമ്മുടെ ChatGPT അല്ലെങ്കിൽ ഡീപ് സീക്ക് അതേപോലത്തെ ടീമുകൾ എസ്പെഷ്യലി ഡീപ് സീക്ക് ഒക്കെ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലായത്. അത് പിന്നെ എൻറ്റിറ്റി ബേസ്ഡ് ഇവാലുവേറ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ. ഇത് നമ്മുടെ ഗാമ എങ്ങനെയൊക്കെയോ അത് പ്രിപ്പയർ ചെയ്തത് തന്നിട്ടുണ്ട്. ഇത് 100% കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. കാരണം ഗാമ ഉണ്ടാക്കുമ്പോൾ ഗാമയിലെ PPT ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് അവന്റെ ഭാവനയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇതിനകത്ത് തെറ്റുകൾ കയറി പറ്റേണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അണ്ടർസ്റ്റാൻഡ് റിലേഷൻഷിപ്പ്, ആക്സസ് റെലവൻസ്, ഐഡന്റിഫൈനിറ്റി എന്തായാലും ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി ഇതാക്കാം. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ് പാറ്റേൺസ്, ഇത് ഞാൻ പറഞ്ഞു ലിങ്കിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ് റെലവൻസ് കൂട്ടാനായിട്ട്. ഉറപ്പായിട്ടും ഒരാളുടെ സെർച്ചിനോട് ഇന്റന്റിന് മാച്ച് ആയിട്ട് നിൽക്കണം, അത് റെലവൻസി അത് നോക്കുന്നുണ്ട്. കൺക്ലൂഷൻ, ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്യുക, സെർച്ച് ഇന്റന്റിനെ ഫോക്കസ് ചെയ്യുക, സിമാറ്റിക് സ്ട്രക്ചർ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സിമാറ്റിക് സ്ട്രക്ചറും ഇന്റേണൽ ലിങ്കിങ്ങും ഒക്കെ ചെയ്യാം, മോണിറ്റർ ആൻഡ് ഒപ്റ്റിമൈസ്. അത് ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല. ഞാൻ എന്തായാലും ഇത് ഇട്ടിട്ട് ഇതിനകത്ത് വല്ല തെറ്റൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് അത് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോ കഴിഞ്ഞു. നമ്മൾ തൽക്കാലം ഇത്രയും പറയാനാണ് ഉദ്ദേശിച്ചത്. ടോപ്പിക്കിലെ റെലവൻസ് പറയണാൽ ഇത് ഇങ്ങനെ കുറെ പറഞ്ഞു പോവാം, പക്ഷെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ഇതിനകത്ത് എന്ന് പറയാനായിട്ട്. കാരണം ഇതിന്റെ അനുബന്ധമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അത് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ അങ്ങോട്ടേക്കേ പോയി പോകും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ചെറിയ നിങ്ങൾക്കിപ്പോ ആ 2 സൈറ്റ് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ചെറിയ നമ്മൾ വിചാരിക്കും നമ്മൾ നല്ലൊരു കണ്ടന്റ് എഴുതി, നല്ല ഇൻഡെപ്ത് ആയിട്ട് എഴുതിയിട്ടുണ്ട്, വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. നിലവിലുള്ള ഏതൊരു സൈറ്റ് നോക്കിയാലും അതിനേക്കാൾ കൂടുതൽ നമ്മളാണ് എഴുതിയിരിക്കുന്നത്. നല്ല രീതിയിൽ ബാക്കിലും കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നിട്ട് വരാത്തതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കും. നമ്മൾ ജസ്റ്റ് ആലോചിക്കാം, ചെറിയ കാര്യങ്ങളിലായിരിക്കും മിസ്റ്റേക്ക് എടുക്കുക. അപ്പൊ അതിലൊന്നാണ് ഞാൻ കാണിച്ചത്. അതുകൊണ്ടാണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ തോന്നില്ല. ഒന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു 9 ബെനിഫിറ്റ്സ് യോഗയുടെ. മറ്റൊരു ബെനിഫിറ്റ്സ് പറഞ്ഞിരിക്കുന്നു, ഒരു ഉറപ്പില്ലാത്ത ബെനിഫിറ്റ്സ്. ഉറപ്പുള്ള നമ്മളെ ലൈഫിലാണ് പോലും അങ്ങനെയല്ല. ഉറപ്പുള്ളവൻ പറയുന്നിടത്ത് ആയിരിക്കും എടാ നല്ല ഫുഡ് എവിടെ കിട്ടും, എടാ നല്ല ഫുഡ് എവിടെ കിട്ടും. ചിലപ്പോൾ ഒരാളെ ചോദിക്കണം ഇന്ന് ഫുഡ് നല്ലത് എവിടെ കിട്ടും, ഇന്ന് ഫുഡ് നല്ലത് അവിടെ പോയിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ പോകും. വേറൊരുത്തർ എടാ ഇന്ന് ഫുഡ് ചിലപ്പോ ഇന്നൊരു സ്ഥലത്ത് ഉണ്ടാകും ചിലപ്പോ, പക്ഷെ ചിലപ്പോ അവിടെ പോയി കിട്ടണമെന്നില്ല. ചില സമയത്ത് മോശമായിരിക്കും, പക്ഷെ പോയി നോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതായാലും മറ്റവൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോകും കോൺഫിഡന്റ് ആണ്. എന്നതുപോലെ തന്നെയാണ് അത് പിക്ക് ചെയ്യുന്നതിനൊക്കെ അതിന്റെ ഒരു ഇതുണ്ട്, വായിക്കുന്നതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു വാക്കിന്റെ ഉള്ളിലുള്ള പ്രോബബിലിറ്റി, അതിന്റെ ഉറപ്പ്, കോൺഫിഡൻസ് ലെവൽ ഇതൊക്കെ ഗൂഗിൾ നോക്കുന്നുണ്ട്. പ്രോബബിലിറ്റി വരുന്നത് എൻറ്റിറ്റി ലെവലിലാണോ, വേർഡ് ലെവലിലല്ല. എന്തായാലും ആ രീതിയിലൊക്കെ ഗൂഗിൾ സ്റ്റോർ ചെയ്ത് പോകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കണ്ടന്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ഫ്ലോ, എപ്പോഴും ആ ഫ്ലോ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാരഗ്രാഫിന് അത് വായിക്കുന്ന ഒരാളെ കുറിച്ച് ചിന്തിക്കുന്നത് ഈ പേജിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് ഈ പേജിൽ പറഞ്ഞിരിക്കുന്നതെന്നും ബാക്കി അങ്ങോട്ടേക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നും ഒന്ന് പറയാൻ സാധിച്ചാൽ പകുതി വിജയം. പിന്നെ പതുക്കെ നമ്മുടെ അറേഞ്ച്മെന്റ് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അടുത്തടുത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് പോവുക. പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അനാവശ്യമായി പറഞ്ഞതിന്റെ കവറേജ് കൂട്ടി നശിപ്പിക്കാതെ അതും ക്രിസ്പായിട്ട് വേണമെങ്കിൽ അതിനെക്കുറിച്ച് വേറെ ആർട്ടിക്കിൾ എഴുതി ലിങ്ക് ചെയ്ത് പോവുക. വളരെ ക്ലോസ് ആയി നിൽക്കുന്ന ഡോക്യുമെന്റ്സുകളിലേക്ക് ഇന്റേണൽ ലിങ്ക് ചെയ്യുക, എക്സ്റ്റേണൽ ലിങ്കുകൾ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. അതേപോലെ തന്നെ എഴുതി എവിടെ എത്തിക്കഴിഞ്ഞാലും എൻഡിൽ തിരിച്ചൊരു കോൺടാക്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. അതിന് പലരും കൺക്ലൂഷൻ അതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്ത് കൊണ്ടുവരും. അപ്പൊ അതുകൂടി ഒന്ന് തുറച്ചാൽ നല്ലത്. ഇത്ര കാര്യങ്ങൾ എപ്പോഴും നോക്കുക. അതേപോലെ തന്നെ നമ്മൾ നിലവിൽ ഈ മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ച് മറ്റുള്ളവർ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കവറേജ് നമുക്കും കൂടി ഇല്ലേ എന്നുള്ളത് നോക്കുക. പിന്നെ എൻറ്റിറ്റി വൈസ് നോക്കുക. പിന്നെ എല്ലാത്തിനും വരി ഇതാണ്ട് ഇപ്പൊ എന്തില്ലാത്തൊരു കേസാണ്. എല്ലാത്തിനും വരി ഇത്ര കണ്ടന്റുകൾ റാങ്ക് ചെയ്യാൻ വേണ്ടി റെലവൻസി ആയിട്ട് ആക്ച്വലി എന്നിട്ട് എന്തുമില്ല. എന്നാലും ഞാൻ പറഞ്ഞത് കണ്ടന്റ് ചെയ്യുമ്പോൾ
നമ്മൾ ഇതുവരെയുള്ള മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നതോടൊപ്പം തന്നെ ആരും പറയാത്ത അഡീഷണൽ ഇൻഫോർമേഷൻ കൂടി കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കുന്നത് നല്ലതാണ്. ആരും പറയാത്തൊരു അഡീഷണൽ നോളജ്, അഡീഷണൽ ഇൻഫോർമേഷൻ, അതിനെയാണ് ഗൂഗിളിന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് ഇൻഫോർമേഷൻ ഗെയിൻ എന്നാണ് പറയുന്നത്. ഇൻഫോർമേഷൻ ഗെയിൻ വെച്ചിട്ട് ഒരു സ്കോർ അസോസ് ചെയ്യുന്നുണ്ട്, അതാണ് ഇൻഫോർമേഷൻ ഗെയിൻ സ്കോർ. ഇൻഫോർമേഷൻ ഗെയിൻ സ്കോർ എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മറ്റു പേജുകളിൽ ഇല്ലാത്ത എത്രത്തോളം കാര്യങ്ങൾ, എത്രത്തോളം അഡീഷണൽ ഇൻഫോർമേഷൻ ആണ് ഈ പേജിലുള്ളത്, അതിന് ബേസ് ചെയ്തിട്ട് ഒരു ഗെയിൻ സ്കോർ ഉണ്ട്. അതും റാങ്കിങ് മെട്രിക് ആണ്. അത് ഈ വീഡിയോസിലൊക്കെയാണ് അത് കൂടുതൽ വരുന്നത്, വീഡിയോസിലും ആൻസർ സ്നിപ്പറ്റ്സിലൊക്കെയാണ് അത് കൂടുതൽ വരുന്നത്. എന്തായാലും ഇൻഫോർമേഷൻ ഗെയിൻ കൂടി നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കാം. മറ്റുള്ളവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുക, വ്യക്തമായി കവർ ചെയ്ത് കൊടുക്കുക, പക്ഷെ അഡീഷണൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻഫോർമേഷൻ കൊണ്ടുവരിക. സിമാറ്റിക്കലി ആയിട്ടുള്ള ഫ്ലോ, എൻറ്റിറ്റി ആയിട്ടുള്ള കണക്ഷൻ, ഈ ടോപ്പിക്കലായിട്ടുള്ള കവറേജ്, ഇതെല്ലാം വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. അൾട്ടിമേറ്റ്ലി ഇന്നത്തെ ലാംഗ്വേജ് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആക്കുക, കോൺഫിഡൻസ് ലെവൽ ഹൈ ആക്കുക, വായിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായി ഉത്തരങ്ങൾ കൊടുക്കുക, പ്രോപ്പറായിട്ട് ഇന്ത്യയുടെ ലിങ്ക് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് കറക്റ്റ് ആയിട്ട് റെലവന്റ് ഡോക്യുമെന്റ്. ഇതാണ് ടോപ്പിക്കൽ റെലവൻസി അല്ലെങ്കിൽ ഡോക്യുമെന്റ് റെലവൻസി, കോണ്ടക്സ്റ്റൽ റെലവൻസി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ കഴിഞ്ഞു. ഡൗട്ടുകളുണ്ട് ചോദിക്കാം. ഉണ്ടല്ലോ, നമ്മള് ഇന്റേണൽ ലിങ്കിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇന്റേണൽ ലിങ്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ ഓട്ടോമേഷനെ കുറിച്ചിട്ട് ഒരു ബ്ലോഗ് എഴുതി. അതിന്റെ അകത്ത് ഡിസൈനിങ്ങിന്റെ പാർട്ടിനെ കുറിച്ചിട്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡിസൈനിന്റെ പേജിലോട്ട് ഇന്റേണലി ലിങ്ക് ചെയ്യുന്നത് ഇസ് എ പോസിറ്റീവ് തിങ്. കാരണം നമ്മൾ സിലോ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് സെയിം ഇതുള്ള കാറ്റഗറിയിലുള്ള പേജസിൽ സെയിം അങ്ങനെ തന്നെ ഇന്റേണൽ ലിങ്ക് ചെയ്യാവുള്ളൂ എന്നൊരു സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ലെറ്റ്സ് ഒരു ബ്ലോഗിന്റെ അകത്ത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് മെൻഷൻഡ് അബൌട്ട് ഒരു പാരഗ്രാഫ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പാരഗ്രാഫിന്റെ അകത്ത് ഞാനിപ്പോ വെബ്സൈറ്റ് ഡിസൈനിങ് എന്ന് പറയുന്ന ഇതാണ് പറഞ്ഞിരിക്കണമെങ്കിൽ ആ ഒരു പേജിലോട്ട് ഇന്റേണലി ലിങ്ക് ചെയ്യുന്നത് അതൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ഫാക്ടർ ആണോ? ഇന്റേണൽ ലിങ്കിങ് ഈസ് ഓൾവേസ് പോസിറ്റീവ്, ഒരു സംശയമില്ല. നമ്മളൊരു പേജിൽ നിങ്ങൾ വിക്കിപീഡിയ നോക്കിയിട്ടില്ലേ? വിക്കിപീഡിയയിൽ കയറി കഴിഞ്ഞാല് വിക്കിപീഡിയയിലെ നമ്പർ 1 പോസിറ്റീവ് എന്താണെന്നറിയാമോ? വിക്കിപീഡിയയിൽ ഒരു പേജിൽ കയറിയാൽ ഒരു വാക്കിനും ഒരു ഉത്തരം കിട്ടാതെ നിങ്ങൾ ഇറങ്ങിപ്പോരില്ല. നിങ്ങൾക്ക് അറിയാത്തൊരു വാക്കുണ്ടെങ്കിൽ ആ വാക്കിനെ കുറിച്ച് എഴുതിയ മറ്റൊരു പേജിലേക്ക് അവർ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, ഇല്ലേ? ആ ഒരു പേജിൽ വന്നിട്ടുള്ള ഓരോ വാക്കിനും അവര് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിനകത്ത് വായിക്കാൻ. അപ്പോ ഒരു ലിങ്കിന്റെ നമ്മള് എസ്ഐയുടെ കേസ് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാല് ഒരു ലിങ്കുകൾ കൊടുക്കുക അല്ലെങ്കിൽ ഈ ലിങ്ക് പേജുകൾ തമ്മിൽ ലിങ്ക് ചെയ്യേണ്ട അടിസ്ഥാനം എന്താണെന്നറിയുമോ? അത് വായിക്കുന്ന ഒരാൾക്ക് മറ്റൊന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ലിങ്ക് കൊടുക്കുക എന്നുള്ളതാണ് ആ പേജ് ഡിമാൻഡ് ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യം. ഞാനിപ്പോ ഒരു പേജിനെ കുറിച്ച് വായിച്ചാന്റെ ഇടയിൽ പ്ലങ്കാത്ത എന്നൊരു വാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ബേസിൽ അവിടെ ഒന്ന് നിന്നുപോയി, ഇതെന്ത് സാധനം എന്ന് ബേസിന് സംശയം വരാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് വായിക്കുന്ന സ്ഥലത്തേക്ക് ലിങ്ക് കൂടി കൊടുക്കുന്നതാണ് ഈ കണ്ടന്റിന്റെ വിജയം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ സൈലോ സ്ട്രക്ചർ എന്ത് സ്ട്രക്ചറാണ്? അതൊക്കെ പഴയകാല കൺസെപ്റ്റ് ആണ്. സ്ട്രക്ചറിങ് ഒക്കെ അല്ലാതെ തന്നെ നമുക്ക് ഇന്റേണൽ ലിങ്കിങ്, സ്ട്രക്ചറിങ്, ഈ ക്ലസ്റ്ററിങ്ങിനെ ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഉപകരിക്കും. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞു, റെലവൻസിയും കൂടി കയറി വരുമ്പോഴാണ്. അല്ലാതെ നമ്മളൊരു ചുമ്മാ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ മാത്രം ഇട്ടു, പക്ഷെ മറ്റൊരു സ്ട്രക്ചറായിട്ട് ബന്ധമില്ല. അത് പണ്ടത്തെ പരിപാടി, അത് ഇതാക്കി ഇടുന്ന അത്. പക്ഷെ നോർമലി നമ്മൾ കണ്ടന്റ് എഴുതി വരുമ്പോൾ അങ്ങനെ വരില്ല, ഓട്ടോമാറ്റിക്കലി വരില്ല. പക്ഷെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. അല്ലാതെ ലിങ്ക് കൊടുത്തോണ്ട് ഈ സ്ട്രക്ചർ തകർന്നൊന്നും പോകുന്നില്ല. ഗൂഗിളിന്റെ മുമ്പിൽ നമ്മൾ സെർച്ച് കൺസോൾ എടുത്താൽ തന്നെ ഇന്റേണൽ ലിങ്കിങ്ങിന്റെ കൗണ്ട് കാണിക്കും. അതിനകത്ത് ആ കൗണ്ടുകൾ അവരെ ഈ പറഞ്ഞത് സ്ട്രക്ചർ വൈസ് തന്നെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കീമ സ്ട്രക്ചർ പറഞ്ഞു കൊടുക്കുന്നതാണ്. അതേപോലെ ലിങ്കുകൾ ചെയ്യുന്നതിന്റെ കോണ്ടക്സ്റ്റ് സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലിങ്കുകൾ ഏത് പേരിൽ നിന്ന് എങ്ങോട്ടൊക്കെയാണെന്ന് ഗൂഗിൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് റെലവന്റ് ലിങ്കുകൾ, ലിങ്കിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ലിങ്കിന്റെ ഡിസ്റ്റൻസ് വെയിറ്റ് ചെയ്തുകൊണ്ട് അത് വേറെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു സൈലോ സ്ട്രക്ചറോ വേറെ എന്ത് സ്ട്രക്ചർ ഉണ്ടാക്കിയാലും ഒരു പേജിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു പേജിലേക്ക് ലിങ്ക് ചെയ്താൽ പോലും അത് യൂസറെ സംബന്ധിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. യൂസർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അവിടെ ആ ലിങ്ക്, യൂസർക്ക് അത് പോയി വായിക്കാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കൽ റെലവൻസി വൈസ് ആ ലിങ്കിന് വെയിറ്റേജ് കുറവാണ്. എന്നുവെച്ചാൽ ടോപ്പിക്കൽ റെലവൻസിന് കറക്റ്റ് ആണ്, നമ്മുടെ റാങ്കിങ്ങിന് ആ ലിങ്ക് സഹായിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ മറു സൈഡിൽ ആ ലിങ്ക് വേറൊരു സൈഡിൽ സഹായിക്കും. എന്തുകൊണ്ടാണ് പറയാമായിരിക്കും. ടോപ്പിക്കൽ റെലവൻസിന് അത് സഹായിക്കില്ലെങ്കിൽ വേറൊരു സൈഡിൽ അത് സഹായിക്കുന്നുണ്ട് ആ ലിങ്ക് റാങ്കിങ്ങിന് തന്നെ. ആർക്ക് പറയാൻ പറ്റും?
യൂസർ എൻഗേജ്മെന്റ്. കാരണം ആ ലിങ്ക് ഇപ്പൊ ഓട്ടോമേഷൻ ഇതിൽ നിന്ന് നേരെ ചിക്കൻ 65ലേക്ക് ലിങ്ക് കൊടുത്തു എന്ന് വിചാരിക്കും. ഇത് ടോപ്പിക്കൽ റെലവൻസിന് ഒരു ബാധകമില്ല. ആ ലിങ്ക് കൊണ്ടിട്ട് ആ റാങ്കിങ്ങിനെ ബാധിച്ചിട്ടില്ല. പക്ഷെ യൂസർക്ക് അവിടെ എത്തിയപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. യൂസർ അത് ക്ലിക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, യൂസർ എൻഗേജ്മെന്റ് സംഭവിച്ചില്ലേ? യൂസർ എൻഗേജ്മെന്റ് ഇൻഡയറക്ട്ലി ഒരു റാങ്കിങ് മെട്രിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ പേജിന്റെ എൻഗേജ്മെന്റ് ഇത് വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഒരു പേജ് ഡിമാൻഡ് ചെയ്യുന്ന ലിങ്കുകൾ നിങ്ങൾ ഇടണം. അതിപ്പോ നമ്മുടെ സൈറ്റിനുള്ളിൽ തന്നെയല്ല, എക്സ്റ്റേണൽ ലിങ്ക് ആണെങ്കിൽ നിങ്ങൾ ഇടണം. പേജ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടോ ലിങ്കുകൾ ഇടണം. അതിന് കൗണ്ട് ഒന്നുമില്ല, നിങ്ങൾ ഇടണം പേജ്. അങ്ങനെ ഇടുന്നതിൽ വിക്കിപീഡിയ എന്നെ ഔട്ടായി പോയാലും ഒരു പേജിൽ എത്ര ലിങ്ക് ഉണ്ടെന്ന് വിചാരിച്ചാൽ. അപ്പൊ അത് ഇടണം. അത് നമ്പർ 1. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ഒരു കോണ്ടക്സ്റ്റിൽ നിന്ന് ആലോചിക്കുമ്പോൾ, ടോപ്പിക്കൽ റെലവൻസ് എന്ന കോണ്ടക്സ്റ്റിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലിങ്ക് ഇടുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി ലിങ്ക് ഇടണം. വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഇതായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന സംഭവം കൂടി ലിങ്ക് ഇടുമ്പോഴാണ് ആ ലിങ്കിന് വെയിറ്റേജ്, ടോപ്പിക്കൽ വെയിറ്റേജ് കിട്ടുകയും ക്ലസ്റ്റേഴ്സ്, നമ്മളൊരു ടോപ്പിക്കൽ ക്ലസ്റ്റർ രൂപീകരിച്ചിട്ടാണ് ഏതൊരു വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യുക. ഈ ടോപ്പിക്കൽ ക്ലസ്റ്ററിന് വെയിറ്റേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ചേർന്ന് നിൽക്കുന്ന ലിങ്ക് ഇടുകയും ചെയ്യും. അല്ലാതെ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും ലിങ്ക് ഇടാം, ഒരു വിഷയമൊന്നുമില്ല. അതിന് നമ്മുടെ ഒരു SEOയുടെ പേജിൽ നിന്ന് നമ്മളത് ബന്ധമില്ലാത്ത മറ്റൊരു പേജിലേക്ക് ലിങ്ക് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒന്നും ഒരു പ്രശ്നവും സംഭവിക്കില്ല. വേറെ ഡൗട്ടുകളുണ്ടോ? ഡൗട്ടുകളില്ല എന്ന് എന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ഒന്നിലും എല്ലാവർക്കും എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലായില്ല. അതാണ്. ക്ലിയർ ആയവരൊന്ന് കൈവെക്കാമോ? അല്ല പിന്നെ ശരിക്കും അതല്ലേ, ഡൗട്ടുകൾ ഇല്ലെങ്കിൽ അതല്ലേ എന്റെ ആവശ്യം. അതെ അതെ അതെ, ആർക്കും ഒരു ഡൗട്ടില്ല, എല്ലാവർക്കും. ആരാണ്? ആ ചോദിച്ചോ. നമ്മള് ഡിഫറെന്റ് പേജസിൽ നിന്ന് ഒരേ സിംഗിൾ വേർഡ് അല്ലെങ്കിൽ ഇപ്പോ നമ്മള് വേറൊരു വെബ്സൈറ്റിലോട്ട് ലിങ്ക് ചെയ്യാം, എക്സ്റ്റേണൽ ലിങ്ക് ആണ് ചെയ്യുന്നത്, ഡിഫറെന്റ് പേജസ് ബട്ട് സിംഗിൾ, അത് നമുക്ക് എങ്ങനെ എഫക്ട് ചെയ്യും? നമ്മൾക്ക് എങ്ങനെ എഫക്ട് ചെയ്യും? അതായത് അൺഷിഫിന് ഇപ്പൊ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അൺഷിഫിന്റെ ആ വെബ്സൈറ്റിലെ പല പേജുകളിൽ നിന്നും വേറൊരു പേജിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നു, അല്ലെ? യെസ്, വേറൊരു സൈറ്റിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നു. ലിങ്ക് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റ വാക്കാണ്, ഒറ്റ ലിങ്ക് ടെക്സ്റ്റ് സെയിം ആണ്. അതുകൊണ്ട് നമ്മുടെ സൈറ്റിന് ദോഷമായിട്ട് എന്തെങ്കിലും വരുമോ എന്നുള്ളതല്ലേ ചോദ്യം? അതെ, ഇല്ല, ദോഷം വരില്ല. അത് 2 ടൈപ്പിലാണ് എപ്പോഴും ലിങ്ക് വരിക. എപ്പോഴും ഒന്ന് മെയിൻ കണ്ടന്റ്, നമുക്കറിയാലോ മെയിൻ കണ്ടന്റ്, മെയിൻ ബോഡി എന്നൊക്കെ പറയുന്നത് മെയിൻ കണ്ടന്റിൽ നിന്ന് ലിങ്ക് വരും. രണ്ടാമത്തെ നമ്മുടെ ലിങ്ക് അല്ലാതെ സപ്ലിമെന്ററി കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ സ്ഥലത്തു നിന്ന് നമ്മൾ ലിങ്ക് വരും. നമ്മളിപ്പോ സാധാരണ എക്സ്റ്റേണൽ വെബ്സൈറ്റിലേക്ക് ഫൂട്ടറിലൊക്കെ കൊടുക്കാറില്ലേ? നമ്മുടെ പല കമ്പനികളും അവരുടെ സബ് കമ്പനികളിലേക്ക് അഡ്രസ് ഫൂട്ടറിൽ കൊടുക്കുമ്പോൾ സെയിം ടെക്സ്റ്റ് ആയിരിക്കും എല്ലാ പേജിലും. അതുണ്ടോ? സെയിം ടെക്സ്റ്റ് അല്ലേ? 1000 പേജിലോ 10000 പേജിലോ സെയിം ടെക്സ്റ്റ് വരും. പക്ഷെ മെയിൻ കണ്ടന്റില് അങ്ങനെ കൊടുക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ വരാറില്ല, സെയിം വേർഡ് വരാറില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. ഉണ്ടെന്നാ നല്ലത്. സെയിം വേർഡ് തന്നെ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് സെപ്പറേറ്റ് ഒരു പെനാൽറ്റിയോ അതൊന്നുമില്ല. എനിക്ക് എക്സാക്ട്ലി മനസ്സിലായില്ല, നമ്മൾക്കത് ദോഷമായിട്ട് വരുമെന്നോ അതോ മറ്റു സൈറ്റിന് അത് ദോഷമായിട്ട് വരുമെന്നാണോ ഉദ്ദേശിച്ചത്? അതോ നമ്മൾക്ക് ദോഷമായിട്ട് വരുമെന്നുള്ളതാണ്? നമ്മുടെ വെബ്സൈറ്റിലാണ് നമ്മളെ റാങ്കിങ്. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ വിക്കിപീഡിയ എന്ന അതേ പേരിൽ തന്നെ ഞാൻ എന്റെ എല്ലാ പേജിലും വിക്കിപീഡിയയിലേക്ക് ലിങ്ക് കൊടുത്താൽ എന്ത് ദോഷം? കറക്റ്റ് അല്ലേ? നമ്മൾ ഈ ഡയറക്ടറി സബ്മിഷൻ ചെയ്യത്തില്ലേ, ഡയറക്ടറി സബ്മിഷൻ ചെയ്യുമല്ലോ. ഫോർ എക്സാമ്പിൾ ലോക്കൽ ലിസ്റ്റിംഗ് ഡയറക്ടറി എല്ലായിടത്തും നമ്മൾ ആങ്കർ ടെക്സ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ കീവേഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഐ എം എ വെബ് ഡിസൈനർ, I will give that same keyword. പക്ഷെ അത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. അതെ, അത് ശരിക്കും ഇപ്പോഴല്ല, അത് ഞാനൊക്കെ ചെയ്യുന്ന സമയം ഒരു 2000 ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, തുടക്കത്തിൽ ആ ഒരു പാണ്ടയുടെ ഒക്കെ സമയം വന്ന് അതിനുശേഷം മറ്റേ വന്നല്ലോ പെൻഗിൻ കൂടി വന്ന സമയത്താണ് അതിന്റെ ഒരു ഇത് വരുന്നത്. കാരണം ഈ എക്സ്റ്റേണൽ ലിങ്കുകളൊക്കെ കുറച്ച് സ്പാം ലിങ്കുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചില പാറ്റേൺസ് ഉണ്ടാക്കി. പക്ഷെ ഇത് ഇപ്പോഴത്തെ കേസല്ല, വളരെ പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. സ്പാം ബാക്ക് ലിങ്കുകൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഈ സ്പാം ബാക്ക് ലിങ്കുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പലപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ സൈറ്റിന്റെ ഇത് കൂട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മെയിൻ കീവേഡ് കൊടുത്തിട്ട് ലിങ്ക് കൊടുക്കലാണ്. ബേസിൽ ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെ മെയിൻ കീവേഡ് എടുത്തിട്ട് ലിങ്ക് കൊടുക്കും. എല്ലായിടത്തും ഏതാണ്ട് ഒരേപോലെ ഇരിക്കും ലിങ്കുകളൊക്കെ, ഒരേ കീവേഡ് വരിക. അപ്പൊ ഇതൊരു അൺയൂഷ്വൽ ആയിട്ടാണ്
കണക്കാക്കിയിരുന്നത് ഗൂഗിൾ. അപ്പൊ അതൊരു ഇത്തരം ഡയറക്ടറികളാണെങ്കിൽ ഇതുകൊണ്ടും എല്ലാം ഒരേ കീവേഡിന് തന്നെ ലിങ്കുകൾ ഗൂഗിളാണ് സെർച്ച് കൺസോളിൽ കാണാൻ പറ്റും. ലിങ്ക് ഇൻഡെക്സ് അവൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്, നമ്മൾ കാണിച്ചിരുന്നുണ്ട് ലിങ്ക് ഇൻഡെക്സ്. അപ്പൊ അതുപോലെ നോക്കുമ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് 1000 ബാക്ക് ലിങ്കും ഒറ്റ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട്, ഒറ്റ ആൻഡർ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട്, അതൊരു അൺയൂഷ്വൽ പാറ്റേൺ ആണ്, മനസ്സിലായി. പക്ഷെ ഒരു വെബ്സൈറ്റിലേക്ക് 1000 ബാക്ക് ലിങ്ക്, അതിനകത്ത് ഒരു 10% ഒരു ടൈപ്പ് ബാക്ക് ലിങ്ക്, ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലതാണ്. അത് ബേസിക്കലി കോമൺ സെൻസ് ആണ് പോലെ നമ്മൾ ചിന്തിച്ചാൽ മാത്രം. അൺയൂഷ്വൽ പാറ്റേൺസ് പോകരുത്. അത് ബാക്ക് ലിങ്കുകളാണെങ്കിലും എക്സ്റ്റേണൽ ലിങ്ക് ആണെങ്കിലും ലിങ്കും ടെക്സ്റ്റ് ആണെങ്കിലും കണ്ടന്റ് ആണെങ്കിലും കണ്ടന്റ് അപ്ഡേഷൻ ഫ്രീക്വൻസിയിലാണെങ്കിലും എവിടെയാണെങ്കിലും. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അത് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗിലാണെങ്കിലും എവിടെയാണ് നമ്മളെല്ലായിടത്തും ഒരു അൺയൂഷ്വൽ പാറ്റേൺ അല്ലേ പിടിക്കുന്നത്. പെട്ടെന്ന് നമ്പർ ഓഫ് റിവ്യൂസ് കൂടുക, പെട്ടെന്ന് നമ്പർ ഓഫ് റിവ്യൂസ് പറയുക. വെബ്സൈറ്റിലേക്കും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് സഡനായിട്ട് ഇങ്ങനെ സംഭവിക്കുക, സഡനായിട്ട് ഇങ്ങനെ സംഭവിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉറങ്ങി കിടക്കുന്ന ഒരു വെബ്സൈറ്റ് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് 5000-10000-ഓളം വെബ്സൈറ്റുകളിൽ നിന്ന് ബാക്ക് ലിങ്കുകൾ. ഇതൊക്കെ കുറെ അൺയൂഷ്വൽ പാറ്റേൺസ് ആണ്. അപ്പൊ ഇവരുടെ ഈ സ്പാം ഫിൽറ്റേഴ്സ് ഇതാരും ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതല്ലോ, അത് ഇത്തരം അൺയൂഷ്വൽ പാറ്റേൺസിലൂടെയാണ് പലതും പിടിക്കുക. അപ്പൊ എതിരി പറഞ്ഞതുപോലെ ഒരു അൺയൂഷ്വൽ പാറ്റേൺസിൽ ഉറപ്പായിട്ടും ഞാനാണ് പറഞ്ഞ കോഡറെങ്കിൽ ആദ്യം എഴുതി പിടിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒരൊറ്റ ലിങ്ക് ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിന് അവന്റെ ബാക്ക് ലിങ്കുകളുടെ ഇത്രത്തോളം പെർസെന്റേജ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഈ ഉടമ ഇരുന്നിട്ട് ചെയ്തതായിരിക്കും എന്ന് തന്നെ തീരുമാനിക്കും. അത് മനഃപൂർവ്വം എച്ചിയുടെ റാങ്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ എഴുതി വയ്ക്കും. ഉറപ്പായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടോ. മിക്സ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എപ്പോഴും. അഭിനവേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമ്മളിപ്പോ ഉണ്ടല്ലോ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴേക്കും അതിന്റെ ഫൂട്ടറിൽ നമ്മളൊരു ഇത് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഫൂട്ടറിൽ നമ്മുടെ ക്രെഡിറ്റ്സ് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ആ വെബ്സൈറ്റിന് ഒരു 100 പേജസ് ഉണ്ട്, 100 ബാക്ക് ലിങ്ക്സ് ആ ഫൂട്ടറിൽ കിട്ടും. അപ്പോ എല്ലായിടത്തും നമ്മൾ ഈ പറഞ്ഞ സെയിം ലിങ്ക് ആയിരിക്കുമല്ലോ വരുന്നത്, സെയിം ആങ്കർ ടെക്സ്റ്റ് ആയിരിക്കുമല്ലോ വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ ആളുടെ ഡൗട്ടിന്. പറഞ്ഞ അതാണ് ഡൗട്ട്. അപ്പൊ ലിങ്ക് ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ലാസ്റ്റ് ചോദിച്ചപ്പോ ക്ലിയർ ആയില്ല ബേസിൽ എന്താണ്. അപ്പൊ നമ്മൾ ഫൂട്ടറിൽ ലിങ്ക് ആഡ് ചെയ്യാണ്ടിരിക്കണേണോ നല്ലത്? നമ്മൾ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ബാക്ക് ലിങ്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫൂട്ടറിൽ ലിങ്ക് ഇടല്ലേ, മറ്റേ അതിടല്ലേ, അതിന്റെ കാലം കഴിഞ്ഞു പോയി. ബാക്ക് ലിങ്കുകൾ അത് കൺസിഡർ ചെയ്യും, ഗൂഗിൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ബാക്ക് ലിങ്കുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ആ ഒരു വെബ്സൈറ്റിൽ അതായത് ഈ മെയിൻ ആയിട്ട് ഗൂഗിൾ വെയിറ്റേജ് കൊടുക്കുന്ന ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ കണ്ടന്റിൽ നിന്ന് വരിക എന്നുള്ളതാണ്. ഒരു എഡിറ്റോറിയൽ കണ്ടന്റ്, ആ എഴുതുന്ന ആള് എഴുത്തിലൂടെ വരുന്ന കണ്ടന്റ്, മെയിൻ കണ്ടന്റ്. ഒരു ബ്ലോഗ് ആണെങ്കിൽ ആ ബ്ലോഗിന്റെ ബോഡിയിൽ വരുന്ന ബാക്ക് ലിങ്ക് ആണ് ഗൂഗിൾ ശരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഈ ബാക്ക് ലിങ്കിന് ഒരു വെയിറ്റേജ് ഉണ്ട്. ബാക്ക് ലിങ്കിന് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ബാക്ക് ലിങ്കിന്റെ റെലവൻസി, വരുന്ന വെബ്സൈറ്റിന്റെ അതിന്റെ ഒരു അതോറിറ്റി, അതിന്റെ ഇത് DK വാല്യൂ ഉണ്ട്, എന്നാണ് ബാക്ക് ലിങ്ക് വന്നിരിക്കുന്നത്, അതിന്റെ പൊസിഷൻ എവിടെയാണ്, ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ബാക്ക് ലിങ്കിന്റെ തന്നെ വെയിറ്റേജ്. ബാക്ക് ലിങ്കുകള് ഞാൻ ഈ പറഞ്ഞ ടോപ്പ് ഏരിയയിലാണോ ഫൂട്ടർ ഏരിയ മെയിൻ കണ്ടന്റിൽ തന്നെ എവിടെയാണെന്നുള്ളതിനനുസരിച്ച് തന്നെ വെയിറ്റേജ് പറയും. അതേപോലെ തന്നെ ഇത് ഇപ്പോ ബേസിൽ പറഞ്ഞത് സപ്ലിമെന്ററി കണ്ടന്റ് ആണ്, സൈറ്റിന്റെ സപ്ലിമെന്ററി കണ്ടന്റ് ആണ് ഈ ഫൂട്ടർ എന്നൊക്കെ പറയുന്നത്. മെനു ബാറൊക്കെ സപ്ലിമെന്ററി കണ്ടന്റ്. അപ്പൊ ഈ സപ്ലിമെന്ററി കണ്ടന്റിൽ ബാക്ക് ലിങ്ക് വരില്ല, പണ്ടേ തുടങ്ങി സ്വാഭാവികമാണ്. ഇപ്പൊ ഏതൊരു വെബ്സൈറ്റ് ഡിസൈൻ കമ്പനികൾ പണ്ടൊക്കെ ഞങ്ങളാണ് ഇത് ചെയ്തതെന്നുള്ളത് വെബ്സൈറ്റ് ഈസ് പവേർഡ് ബൈ വേർഡ്പ്രസിന്റെ എല്ലാ സൈറ്റിലും നിങ്ങൾക്ക് കാണാം വേർഡ്പ്രസ് പവേർഡ് ബൈ വേർഡ്പ്രസ് അല്ലെ. അപ്പോ ഉറപ്പായിട്ടും അതിന്റെ ഒരു ക്രെഡിറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും അതിന്റെ ഒരു ബാക്ക് ലിങ്കിന്റെ ശക്തി അതിന് കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മെയിൻ എഡിറ്റോറിയൽ മെയിൻ കണ്ടന്റിൽ കിടക്കുന്ന ആ ഒരു പവർ ഈ സപ്ലിമെന്ററി കണ്ടന്റിൽ കിടക്കുന്ന ബാക്ക് ലിങ്കുകൾക്ക് ഇല്ല. ഗൂഗിളിന് അറിയാം സപ്ലിമെന്ററി കണ്ടന്റ് മോസ്റ്റ്ലി വെബ്സൈറ്റ് ഉടനീളം കോമൺ ആയിരിക്കും എന്നറിയാം. അതിപ്പോ 1,00,000 പേരുള്ള വെബ്സൈറ്റ് ആണെങ്കിലും ഫൂട്ടറും ഹെഡറും മോസ്റ്റ്ലി സൈഡ് ബാറൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ സപ്ലിമെന്ററി കണ്ടന്റിൽ കിടക്കുന്ന ഒരു ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വെബ്സൈറ്റിൽ നിന്ന് 1,00,000 ബാക്ക് ലിങ്ക് എന്നുള്ള രീതിയിലേക്കായിരിക്കും പരാമർശിക്കുന്നത്. പക്ഷെ മോസ്റ്റ്ലി അത് ഏതാണ് ഒരു ബാക്ക് ലിങ്കിന്റെ വെയിറ്റേജ് ഉണ്ടാവുള്ളൂ. അതായത് ആ വെബ്സൈറ്റിന്റെ ഉള്ളിൽ ഒരു ബാക്ക് ലിങ്ക് കിട്ടുന്നതും മോസ്റ്റ്ലി എല്ലാ സ്ഥലത്തും ബാക്ക് ലിങ്ക് കിട്ടുന്നതിന്റെ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ മെയിൻ കണ്ടന്റിൽ നിന്ന് നമുക്ക് 2 ബാക്ക് ലിങ്ക് കിട്ടിയാൽ ചിലപ്പോൾ ഇതിനെക്കാളും വെയിറ്റേജ് ഉണ്ടാവുകയും ചെയ്യും. മനസ്സിലായി. അപ്പൊ അത് എവിടെ കിടക്കുന്നുള്ള ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ബേസിലെ ചോദ്യത്തിന് ഉത്തരം അങ്ങനെ ഒരു ബാക്ക് ലിങ്ക് നമുക്ക് കിട്ടിയാണെന്നോ കളയൊന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് ഒരു ദോഷമില്ല, നമുക്ക് ഗുണമേ ഉള്ളൂ. ഒരെണ്ണത്തിന് ഫൂട്ടറിൽ നിന്നോ സൈഡ് ബാറിൽ നിന്നോ മെനു ബാറിൽ നിന്നോ നമുക്ക് ലിങ്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുത്തോളണം. നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ലത് തന്നെ, ഒരു ദോഷമില്ല. അതുകൊണ്ടിട്ട് റെലവന്റ് ആയ സൈറ്റ് ആണെങ്കിൽ കുറേ കൂടി ഗുണമുണ്ട്.
പക്ഷെ മറ്റൊരു എത്ര വെയിറ്റേജ് ഉണ്ടെന്ന് വിചാരിക്കരുത്. അതായത് ഇതിന്റെ ഫൂട്ടറിൽ ഇട്ടാൽ എനിക്ക് ഒറ്റടിക്ക് 1 ലക്ഷം ബാക്ക്ലിങ്ക് കിട്ടുമല്ലാന്ന് വിചാരിച്ചാൽ തോറ്റു പോകുള്ളൂ. അത്ര 1 ലക്ഷത്തിന്റെ വെയിറ്റേജ് ഒന്നും കാണാൻ പോകുന്നില്ല. ഒരു ബാക്ക്ലിങ്ക് കിട്ടിയ വെയിറ്റേജ് തന്നെ ഞങ്ങൾ കൊടുക്കുള്ളൂ. അതിന്റെ കാരണം സപ്ലിമെന്ററി കണ്ടന്റ് ആണ്. അത് ഗൂഗിളിന് പറയും സപ്ലിമെന്ററി കണ്ടന്റ് വരുന്ന ഒരു ബാക്ക്ലിങ്ക് ഒന്നായിട്ടല്ല വരിക. ആ വെബ്സൈറ്റിൽ എത്ര പേരുണ്ടോ അത്രയും പേജിലെ ബാക്ക്ലിങ്ക് ആയിട്ട് ഗൂഗിൾ കൺസിഡർ ചെയ്യും. വെയിറ്റേജ് കുറയും. ക്ലിയർ അല്ലേ വെച്ചില്ലേ? അഭിനവ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നോ? ഇല്ല ഒന്നുമില്ല. ഇല്ല, നമുക്ക് ക്ലാസ് ഏകദേശം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടി ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. AI കണ്ടന്റും നമ്മൾ എഴുതണ സാധാരണ കണ്ടന്റും മിക്സ് ചെയ്തിട്ട് വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും? അതൊരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. നല്ല ചോദ്യമാണത്. ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്ന ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ല റിസർച്ച് എന്നല്ല, ചിന്തിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ആനന്ദ് നല്ല ക്വസ്റ്റ്യനാണ്. ഇത് ശരിക്കും എത്രത്തോളം ചിന്തിച്ചിട്ടാണെന്ന് ചോദിച്ചെന്ന് അറിയില്ല. ഒന്ന്, AI കണ്ടന്റ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാല് 100% പോലും റാങ്ക് ചെയ്യും. അത് റാങ്ക് ചെയ്യില്ല എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി AI കണ്ടന്റ് 100% ഇട്ടാലും റാങ്ക് ചെയ്യും. 100% AI കണ്ടന്റ് റാങ്ക് ചെയ്യും. പക്ഷെ അതിനെ ഞാൻ ഈ പറഞ്ഞ പോലെ SEO പരമായിട്ട് ക്വാളിറ്റി ഉള്ളതാക്കണം. അങ്ങനത്തെ കണ്ടന്റ് ആയിരിക്കും. നമ്മൾ അത്രയും നമ്മുടെ ChatGPT അത്രയും ട്രെയിൻ ചെയ്തിട്ടൊക്കെ വേണം അത് എഴുതാനായിട്ട്. അപ്പൊ അത് ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് അതിനെ ട്രെയിൻ ചെയ്ത് അങ്ങനെ എഴുതുന്നതെന്നുള്ളത്. അതൊന്ന്. പക്ഷെ ഈ AI കണ്ടന്റിലേക്ക് കുറച്ച് AI കൊണ്ട് എഴുതിച്ചിട്ട് ആനത് ഉദ്ദേശിച്ചത് അതിനെ റീറൈറ്റ് ചെയ്യുന്നതാണോ? അതായത് ഒരു മനുഷ്യൻ അതിൽ നിന്ന് റീറൈറ്റ് ചെയ്യുന്നതാണോ, അതോ AI കൊണ്ട് കുറച്ച് കണ്ടന്റ് എഴുതിച്ചിട്ട് ബാക്കി അതിനകത്ത് ആനന്ദിന്റെ കണ്ടന്റ് ആഡ് ചെയ്യുന്നതാണോ? ഇവിടെ എന്നെ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ? ഞാൻ അത് പറയാം ആദ്യമേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് നമ്മുടെ ഈറ്റിന്റെ സൈഡിലേക്ക് പോകുമ്പോഴത്തെ ഒരു കേസാണ് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരാളുടെ എഴുത്ത്, ഇപ്പൊ ശ്യാം എന്നുള്ള ഒരാളുടെ എഴുത്തും ആനന്ദ് എന്ന ഒരാളുടെ എഴുത്തിന്റെ ഒരു ടോൺ ഉണ്ട്. ടോൺ എന്ന് പറഞ്ഞാല് ടോൺ മാത്രമല്ല, അതൊരു പ്രഡിക്ഷൻ ആണ്. ഇയാൾ എഴുതുമ്പോൾ ഇങ്ങനെയാണെന്നുള്ള ഒരു പ്രഡിക്ഷൻ ഉണ്ട്. എല്ലാത്തിനും ഉണ്ട്. ഓരോരുത്തരുടെ എഴുത്തിന്റെ സ്റ്റൈല് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ സെറ്റ് അവർ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആനന്ദ് എഴുതുന്ന ആർട്ടിക്കിൾസിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടാവും. അത് അവനറിയാം. ഇത് ഉറപ്പിക്കുന്നുണ്ട് അവൻ. അതുകൊണ്ടാണ് ഈറ്റിൽ നമ്മൾ തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലരെ കൊണ്ട് കണ്ടന്റ് റൈറ്റിംഗ് ഒക്കെ എഴുതിച്ച് ലോകത്ത് 1 ലക്ഷം ആർട്ടിക്കിൾസ് എഴുതിയാലും നമുക്ക് അതിന്റെ ഇത് കിട്ടില്ല. കാരണം ഇത് പലരും എഴുതിയാന്നുള്ള സംഭവമൊക്കെ അവന് മനസ്സിലാവും. പക്ഷെ വേറെ മാർഗമുണ്ട്. അതെന്തോട്ടെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദിന്റെ എഴുത്തിന്റെ ഒരു രീതിയും ബാക്കിയുള്ള എയുടെ എഴുത്തിന്റെ ഒരു രീതിയും വ്യത്യാസമായിരിക്കും. ഒരേപോലെ അലയേണ്ടാവണമെന്നില്ല. അതിനകത്ത് ആ ഒരു ടോണും അതിന്റെ കാര്യങ്ങളും അതിന്റെ എഴുത്തിന്റെ ഒരു രീതികളുണ്ട്. അത് വ്യത്യാസമായിരിക്കും. മെഷീൻ ലേണിംഗില് അതിന്റെ AI അവൻ ഈ 2 കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് പിടിക്കും അതിനകത്ത്. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാനിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്തായാലും AI കൊണ്ടാണ് കണ്ടന്റുകൾ തീരുമാനിച്ചു കഴിഞ്ഞു. 100% AI കൊണ്ടുള്ള കണ്ടന്റുകളാണ് ഇനി അങ്ങോട്ടേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകൾ ഇട്ടിട്ട് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്കാണ് ഇനി അതാണ് എനിക്ക് ആവശ്യം. അപ്പൊ 100% AI കൊണ്ടാണ് കണ്ടന്റ്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് വേണ്ടി ഞാൻ ഇടുന്ന കണ്ടന്റ് AI കണ്ടന്റാ. അത് ശരിക്കും എന്റെ ലാംഗ്വേജ് ആണോ? അല്ല, AI ലാംഗ്വേജ് ആണ്. ഞാൻ എഴുതിക്കുന്നത് അതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എവിടെയെങ്കിലും അപ്പൊ ഞാൻ വേറെ എന്റേതായിട്ടുള്ള ലാംഗ്വേജിൽ അതിന്റെ അതേ ക്വസ്റ്റ്യൻ ഉണ്ടോ? എനിക്ക് ഉത്തരവില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആലോചിക്കുന്നത്, അപ്പൊ വേറൊരു കൊടുത്ത് ഞാൻ എന്റെ ലാംഗ്വേജിൽ ഇനി എഴുതിപ്പോയി എന്ന് വിചാരിക്കുകയാണ്. ഈ AI കൊണ്ട് എഴുതിച്ച കണ്ടന്റിലൊക്കെ ഞാൻ എന്റെ ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഗൂഗിൾ ഏത് വിധത്തിലായിരിക്കും കൺസിഡർ? ഗൂഗിൾ അല്ല, മെഷീനിൽ അതിനകത്ത് എങ്ങനെയായിരിക്കും വിചാരിക്കുക? ഇവന്റെ ലാംഗ്വേജ് ഇതാണ്, ഇവനപ്പൊ ഈ എഴുതിയേക്കുന്ന 110 കണ്ടന്റ് ഇവനല്ലേ എന്ന് ചിന്തിക്കുകയോ, അതോ ഇത് ഇവന്റെ ലാംഗ്വേജ് ആണ്, ഇത് ഇവൻ AI കൊണ്ട് എഴുതിച്ചാണ്, ഓക്കെ ഇതും ഇവന്റെ തന്നെ ആയിരിക്കാം എന്ന് ഗൂഗിൾ കൺസിഡർ ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ പറയുന്നുണ്ട്, എനിക്ക് ഉത്തരമില്ല. കാരണം അത് എനിക്ക് അനുഭവത്തിൽ പറയണം. എനിക്ക് അത് അനുഭവത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ടൊരു ഉത്തരം പറയാത്ത. പക്ഷെ അവിടെ ഉറപ്പായിട്ടും എന്തോന്ന് കിടപ്പുണ്ടാവും, ഉറപ്പാണ്. കാരണം ഈ രണ്ട് വ്യക്തികളുടെയാണ് എന്നുള്ളത് അവരെന്തായാലും തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൽ അവരെന്ത് ചെയ്യും എന്നുള്ള കാര്യം ചോദിച്ചാൽ എനിക്കറിയില്ല. ഓക്കെ ഇതന്നെ ഒരു ഡൗട്ട് ആയിരുന്നത്. അതെ, ഞാനത് എന്റെ വലിയൊരു ഡൗട്ടാണ്. ഞാനത് ചെയ്തോണ്ടിരിക്കേണ്ടത്. എനിക്ക് വരുന്ന ഒരു 5-6 മാസത്തിനുള്ളിലാണ് ഞാൻ ഉത്തരം പറയാം. ചില വെബ്സൈറ്റിലെ ആൾക്കാര് ചിലവര് അവരവരെ കണ്ടന്റ് ഉണ്ടാവും, ചിലവരെ AI കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതിപ്പിക്കുന്നുണ്ടാവും. അതൊക്കെ എങ്ങനെയാന്ന് റീറൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എഴുതിയ കാര്യം അല്ലാതെ ഇരിക്കാൻ വേണ്ടിട്ട് അതിന് റീറൈറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻസൈറ്റ്സ് അതിനകത്തോട്ട് എനിക്ക് മനസ്സിലായി. അഡീഷണൽ ഇൻസൈറ്റ്സ് നമ്മുടേതായിട്ട് പാരഗ്രാഫായിട്ട് ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഇനി കുറച്ച് മാസങ്ങൾക്ക് 1-2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോഴൊക്കെ എനിക്ക് അനുഭവം വരും അതിനുള്ളത്.
പക്ഷെ നേരെ മറിച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീസ് ഓഫ് കണ്ടന്റ് അതിനെതിരെ ആഡ് ചെയ്യാനുള്ള പീസ് ഓഫ് കണ്ടന്റ് സെയിം ആ ഇതും കൂടി ആഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആ എനെ കൊണ്ട് തന്നെ എഴുതിച്ചാൽ ചിലപ്പോൾ അതായിരിക്കും ബെറ്റർ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ വരുന്ന കുറച്ച് ആളുകൾക്കുള്ളിൽ ഞാൻ ഉത്തരം പറയാം ഇതിൽ ഏതാണ് നല്ലതെന്നുള്ളത് അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം. അതായത് നമുക്ക് അനുഭവം ഇല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാനായിട്ട് എനിക്ക് അനുഭവം ഇല്ല. പക്ഷെ അവിടെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. കാരണം ഞാനത് അല്ലാതെ ചിന്തിക്കുന്ന സംഭവം. കാരണം എല്ലാവരും അവരുടെ പേരിടും, ഓർഡർ അവരായിരിക്കും, പക്ഷെ എഴുതിയത് എ ആണ്. പക്ഷെ ഗൂഗിളിൽ അറിയാം എനെ കൊണ്ട് എഴുതിക്കുന്നതെന്നറിയാം. പക്ഷെ ടോൺ അവന്റെ അല്ല, അത് എയില് നമ്മൾ പറഞ്ഞ് എഴുതിച്ചിരിക്കുന്ന ടോണാണ്. അപ്പൊ ഇങ്ങനെ പറയുന്നിടത്ത് നിന്ന് എന്റെ ഒരു ടോൺ വേറൊരു അടുത്ത് വരുമ്പോ ഇവനെങ്ങനെ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്, ഇവനത് വിട്ടുവീഴ്ച ചെയ്യുമോ അത് ശിക്ഷിക്കുമോ എന്നുള്ളത് അനുഭവിച്ചറിയാം. നല്ല ക്വസ്റ്റ്യൻ എന്തായാലും.